പകൽ 11 മണി കഴിഞ്ഞു. ഒപ്പം ഭദ്രന്റെ ജയിൽ മോചനത്തിന്റെ അവസാന നടപടിക്രമവും. സ്വന്തം വസ്ത്രം. നീണ്ട 20 വർഷങ്ങൾ. പരോൾ പോലും അന്യമായ 20 സംവത്സരങ്ങൾ. 38കാരനായ തന്നെ 58കാരനാക്കിയ വിധിയുടെ കണ്ണുകെട്ടിക്കളി. മധ്യവയസ്സിന്റെ അവസാന കാലം. ഇനി വാർദ്ധക്യം. അതിലേക്കുള്ള ചുവടുവെപ്പ്. ഓർത്തപ്പോൾ ഒരു ചുടു നെടുവീർപ്പ് പുറത്തേക്ക് വന്നു. ശരിക്കും കനൽ പോലെ പൊള്ളുന്ന ഒന്ന്. ചുട്ടുപഴുത്ത കനൽ തിളയ്ക്കുന്ന മനസ്സ് അഗ്നിരൂപത്തിൽ നിശ്വാസമായി ഒഴുകുന്നതാവാം. പക, പ്രതികാരദാഹം, അതങ്ങനെ ജ്വലിച്ചു കിടക്കുകയല്ലേ നെഞ്ചിൽ. അണയാൻ അനുവദിക്കാതെ മനസ്സിന്റെ ഉലയിൽ ഊതി അതങ്ങനെ നിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ 22 വർഷക്കാലം. അറയ്ക്കൽ അച്ചാമ്മയുടെ കൊലയാളി. പണത്തിനും സ്വർണത്തിനും വേണ്ടി അച്ചാമ്മയെന്ന 60കാരിയും കിടപ്പുരോഗിണിയുമായ സ്ത്രീയെ വിഷം കൊടുത്തു കൊന്നവൻ. ചെമ്പങ്കോട്ട് ഭദ്രൻ. അല്ല, ചെമ്പൻ ഭദ്രൻ. അച്ചാമ്മയുടെ അമേരിക്കക്കാരായ മക്കളുടെ സ്വാധീനവും പണക്കൊഴുപ്പും വിചാരണയും വിധി പറച്ചിലുമൊക്കെ വേഗത്തിലാക്കി. പരോൾ പോലും കിട്ടാതെ നീണ്ട 20 വർഷക്കാലം ജയിലെന്ന വലിയ മതിൽക്കെട്ടിനകത്ത്. അവിടെ തീർന്നു പോവും എന്ന് കരുതിയതാണ്. എവിടെയോ ഒരിത്തിരി ഭാഗ്യം, അത് തുണയായി. ആ ഭാഗ്യം കൊണ്ട് മാത്രം ഇന്നിതാ നല്ല നടപ്പിന്റെ ഇളവിൽ പുറത്തേക്ക്. ഈ പ്രായത്തിൽ പുറം ലോകത്തെത്തിയിട്ട് പുതുതായി ഒന്നും നേടാനില്ല. പുതിയൊരു ജീവിതവും ഉണ്ടാവാനില്ല. അതൊന്നും മോഹിക്കുന്നുമില്ല. പക്ഷേ ഒന്നുണ്ട്, മനസ്സിൽ ഊട്ടിയുറപ്പിച്ച പക. ചെമ്പൻ ഭദ്രനെ നിസാരമായി ചതിച്ച നയവഞ്ചകിയോടുള്ള തീർത്താൽ തീരാത്ത പ്രതികാരദാഹം. കിളിപ്പറമ്പിൽ മിനി. ചതിയുടെ പെൺരൂപം. അവൾ എവിടെയാണെങ്കിലും കണ്ടെത്തണം. നാട്ടിലോ മറുനാട്ടിലോ എവിടെയാണെങ്കിലും. ബാക്കിയെല്ലാം പിന്നെ. ഇനിയെങ്കിലും നന്നായിട്ടൊക്കെ ജീവിക്കാൻ നോക്ക് ഭദ്ര. കൊല്ലം 10-20 ഇതിനകത്ത്. വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാനാണ് പദ്ധതിയെങ്കിൽ വയസ്സാം കാലത്തെ ജയിൽ ജീവിതം ഇത്രയും കാലത്തെ പോലെ ആവില്ല, ഓർത്തോ. ജയിലറുടെ താക്കീത്. ജയിലർ നാരായണൻ 3-4 വർഷമായി അറിയുന്ന സാറാണ്. നല്ല അടുപ്പവുമുണ്ട്. ഇല്ല സാറേ, ഇനി ഇങ്ങോട്ടില്ല. നല്ലത്. ജയിലർ തോളിൽ തട്ടി. എന്നാ വിട്ടോ. അനുവാദവും കിട്ടി. ഭദ്രൻ അദ്ദേഹത്തെ ഒന്ന് തൊഴുത ശേഷം പുറത്തേക്ക് നീങ്ങി. പൂവമ്മേ. ജയിലർ നാരായണൻ സഹതാപ സ്വരത്തിൽ പറഞ്ഞിട്ട് സ്വന്തം ജോലിയിലേക്ക് തിരിഞ്ഞു. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം പുറം ലോകം കാണുകയാണ് ഭദ്രൻ. ബസ്സിൽ സൈഡ് സീറ്റ് തന്നെ കിട്ടിയതുകൊണ്ട് കാഴ്ചകളൊക്കെ മറയില്ലാതെ കാണാനൊത്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ പുറം ലോകത്തിന്റെ മായക്കാഴ്ചകളിൽ അഭിരമിക്കാനുള്ള മാനസിക താല്പര്യമൊന്നും ഇല്ല ഇപ്പോൾ. പക നിറഞ്ഞ മനസ്സിൽ എന്ത് മാനസിക ഉല്ലാസം. എന്നാലും തീരെ അങ്ങോട്ട് വിടാനും തോന്നുന്നില്ല. ഗർവോടെ ഉന്മാദത്തോടെ ജീവിച്ചിരുന്ന നഷ്ടകാലത്തെ യൗവനം ഈ മധ്യവയസ്സിലും മനസ്സിനെ മാടി വിളിക്കുന്നു. ഇനിയൊരു യൗവനം ഉണ്ടാകില്ലെന്നറിഞ്ഞിട്ടും പുറത്തെ ദൃശ്യങ്ങൾക്കൊപ്പം ഓടിയെത്താൻ മത്സരിക്കുന്ന മട്ടിൽ ഓർമ്മകളും പുറകോട്ട് കുതിക്കുന്നു. പിന്നിലേക്ക് തലചായ്ച്ച് മെല്ലെ കണ്ണടച്ചു. ഓർമ്മയിൽ ചെമ്പൻ ഭദ്രന്റെ ആ പഴയ രൂപം. 6 അടി ഉയരം, ഒത്തവണ്ണം, ബലിഷ്ഠമായ കൈകാലുകൾ, കാഴ്ചയിലും സുന്ദര രൂപം. പക്ഷേ സ്വഭാവം മാത്രം വെടക്കായിപ്പോയി. നീരും നെറിയുമില്ലാത്തവൻ, വഴക്കാളി, മദ്യപാനി, സർവോപരി ലക്ഷണമൊത്ത ഒരു പെണ്ണുപിടിയനും. ഒരു കാട്ടുകോഴി. കള്ളവാറ്റാണ് പ്രധാന പണി. പിന്നെ കാശ് മേടിച്ച് വല്ലവരുമൊക്കെ തല്ലും. പലവട്ടം ജയിലിലും കിടന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചെമ്പങ്കോട്ട് ഗ്രാമത്തിന്റെ തീരാത്ത തലവേദന. ചെമ്പങ്കോട്ട് ഭദ്രൻ അഥവാ ചെമ്പൻ ഭദ്രൻ. യൂണിയൻ നേതാവ് മാടക്കര ഭരതനുമായിട്ടായിരുന്നു കന്നി അംഗം. 17-ാമത്തെ വയസ്സിൽ. യൂണിയൻ നിയമങ്ങളൊന്നും അത്ര കട്ടിയില്ലാത്ത കാലമായിരുന്നു. കുറ്റിയുറച്ച ശരീരമുള്ള ആർക്കും ചന്തയിൽ ചുമടെടുക്കാം. അച്ഛൻ രോഗം വന്ന് കിടപ്പിലായതോടെ അമ്മയെയും പെങ്ങളെയും നോക്കാൻ ചുമതലക്കാരനായ ആണൊരുത്തൻ എന്ന നിലയിൽ തലയിലൊരു വട്ടക്കെട്ടും കെട്ടി ഒരു ദിവസം അങ്ങാടിയിലേക്ക് ഇറങ്ങി. അച്ഛൻ്റെ ചികിത്സ, വീട് പുലർത്താനുള്ള അരി സാധനങ്ങൾ, പെങ്ങളുടെ പഠിത്തം, ഇതൊക്കെയായിരുന്നു മനസ്സിൽ. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അധികം ആരോടും കെഞ്ചേണ്ടി വന്നില്ല. അരിക്കട മുതലാളി ബഷീർ 2 ചാക്ക് അരിയും പെട്ടികളിലാക്കിയ പലവ്യഞ്ജനങ്ങളും കുറച്ചപ്പുറത്തുള്ള മായൻ ഹാജിയുടെ വീട്ടിലെത്തിക്കാൻ ചുമതലപ്പെടുത്തി. 3 രൂപ പ്രതിഫലവും പറഞ്ഞുറപ്പിച്ചു.
യൂണിയൻ നേതാവും ചുമട്ടു തൊഴിലാളിയുമായ ഭരതൻ 6 രൂപയ്ക്ക് പേശി നിന്ന കച്ചവടം. ആദ്യത്തെ ചാക്കരി മായൻ ഹാജിയുടെ വീട്ടിലെത്തിക്കുന്നത് വരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഹാജിയുടെ വീട്ടിലെന്തോ വിരുന്നോ മറ്റോ നടത്താനുള്ള അരിയും സാധനങ്ങളുമാണ്. നീ ഏതാ പുതിയ തലയിലെടുപ്പുകാരനാണല്ലോ? മായൻ ഹാജി ഉമ്മർത്തിരുന്ന പത്രം വായിക്കുന്നതിനിടയിൽ ഒരന്വേഷണം. ഭദ്രൻ പേര്, കാണിക്കാവിലാ വീട്. ഓ അത് ശരി. കാണിക്കാവിലെ രാമന്റെ ആരാ? മോനാ? ഓ, നീട്ടിയൊരു മൂളൻ. അച്ഛനെ അറിയാം. പണ്ട് പള്ളിക്കൂടത്തിൽ 4 ക്ലാസ് ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് രാമൻ പഠിച്ചില്ല. അമ്മാവൻ്റെ കൂടെ മലബാറിലെങ്ങോ എന്താ പണിക്ക് പോയി എന്നറിഞ്ഞു. ഞാനും ഗൾഫിലൊക്കെ പോയി. മുതിർന്നത് പിന്നെ വല്ലപ്പോഴുമൊക്കെ കാണാറുള്ളൂ. അച്ഛനിപ്പോ എന്താ സ്ഥിതി? പണിക്ക് വല്ലതും പോണുണ്ടോ? ഇല്ല, സുഖമില്ല. വലിവിൻ്റെ അസ്കിത. ഓ, ഇപ്പോ ഇനി അങ്ങോട്ട് കുടുംബഭാരം നിന്റെ തലയിലാണല്ലോ. സമയം വെറുതെ കളയണില്ല. പെട്ടെന്ന് പോയി അടുത്ത ചാക്കും കൂടെ കൊണ്ടുവാ. പെട്ടെന്ന് ചുമടെത്തിച്ചാലേ അങ്ങാടിക്കാർക്കൊരു വില മതിപ്പുണ്ടാവും. അല്ല, നിന്നെ കൊണ്ടത് പറ്റും. നല്ല തടിയല്ലേ, ഒത്ത വണ്ണം. ഉശിരനാണെന്ന് കണ്ടാലേ അറിയാം. ഏതെങ്കിലും യൂണിയനിൽ ചേരണം, എന്നാലേ സ്ഥിരം പണിയുണ്ടാവും. മായൻ ഹാജി ഉപദേശം പോലെ പറഞ്ഞതിനെ തലയാട്ടി സ്വീകരിച്ച് വീണ്ടും ചന്തയിലേക്ക് ഇറങ്ങി. അതൊരു യുദ്ധത്തിലേക്കുള്ള പുറപ്പാടായിരിക്കുമെന്ന് ഒരു സൂചനയും കാലമോ പ്രകൃതിയോ മനസ്സോ എല്ലാം ചേർന്ന ഈശ്വരനോ തന്നില്ല. രണ്ടാമത്തെ ചാക്കുമായി ചന്തയിൽ നിന്ന് നടന്ന് ക്ഷീണത്തോടെ ഹാജിയുടെ വീടിന്റെ നട കയറവേ പിന്നിൽ നിന്നും ഒരു വിളി. വിളിയെന്ന് പറഞ്ഞാൽ ശരിക്കും തെറിവിളി. നായിന്റെ മോനെ, ആരോട് ചോദിച്ചിട്ടാടാ 6 രൂപയ്ക്ക് ഞാൻ പറഞ്ഞുറപ്പിച്ച ചുമട് 3 രൂപയ്ക്ക് നീ എടുത്തത്? തലയിൽ ഭാരമുണ്ടായിരുന്നതിനാൽ തിരിയാൻ പറ്റിയില്ല. ഒരു വിധത്തിൽ അരിച്ചാക്ക് ഉമ്മർത്തേക്കിട്ടതും പിന്നിൽ നിന്നും നെടുമ്പുറത്തൊരു തൊഴി കമിഴ്ന്ന് വീണുപോയി. തെറിച്ച് ചെന്ന് വീണത് ഹാജിയുടെ കാൽക്കൽ. അങ്ങേരും നടുങ്ങിപ്പോയി. മുറ്റത്ത് കലിതുള്ളി നിൽക്കുന്ന ഭരതൻ, ഒപ്പം 2-3 തൊഴിലാളികളും. മെല്ലെ എഴുന്നേറ്റ ഭദ്രന് മുന്നിൽ ഭരതന്റെ അട്ടഹാസം. ഈ 2 ചാക്കും എടുത്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഇട്ടോണം, ഇപ്പൊ തന്നെ. ഭരതന്റെ ഉഗ്രകൽപ്പന. തൊഴിയേറ്റ വേദനയും അമർഷവും ഉള്ളിലൊതുക്കിയ ഭദ്രൻ ഭരതന് മുന്നിൽ കൈകൂപ്പി. കഷ്ടപ്പാടുകൊണ്ടാ ഭരതേട്ടാ, അച്ഛന് വയ്യാണ്ടായി. വീട് പണിയാ, അതാ ഞാൻ കിട്ടണത് മതിയെന്ന് വച്ചത്. പട്ടി, തോന്നിയാസം കാണിച്ചതും പോരാ, നിന്ന് ന്യായം പറയുന്നോ? ഞാനൊക്കെ ഒത്തിരി കാലം തല്ലും തൊഴി ജയിലുകയറ്റം കൊണ്ട് സമരം ചെയ്ത് നേടിയതാടാ ഈ കൂലി സമ്പ്രദായം. ഇത് പൊളിക്കാൻ ഒരു മുതലാളിയെയും ഞങ്ങൾ സമ്മതിക്കില്ല. മനസ്സിലായോടെ നായ? ഇനി ആവർത്തിക്കില്ല ഭരതേട്ടാ, ഇത്തവണ മാപ്പാക്കണം. ഞാൻ നിങ്ങളുടെ യൂണിയനിൽ ചേർന്നോളാം. ഭദ്രൻ താണു കേണു. ആ അപേക്ഷയൊന്നും ഭരതനെ തണുപ്പിച്ചില്ല. അങ്ങനെ തോന്നുന്ന തെണ്ടികൾക്കൊക്കെ വലിഞ്ഞു കയറിക്കൂടാനുള്ളതല്ല നായ യൂണിയൻ. ഈ 2 ചാക്ക് എടുത്തോടത്ത് കൊണ്ടിട്ടിട്ട് ഇന്നത്തോടെ ഈ പണി നിർത്തിക്കോണം, ഇല്ലെങ്കിൽ കാലിന്റെ മുട്ടുണ്ടാവില്ല. അപ്പോ ഞാനീ ചെയ്ത പണിയുടെ കൂലിയോ? ഭദ്രൻ സംനയത്തോടെയാണ് ചോദിച്ചത്. ഭരതനെ ഒറ്റയടിക്ക് കൊല്ലാനുള്ള ദേഷ്യം മനസ്സിലുണ്ടായിട്ടും അതവൻ പുറമെ കാണിച്ചില്ല. നിന്റെ അമ്മയുടെ കൂലി, നിനക്ക് കൂലിയുമില്ല, ഒരു മൈരുമില്ല. ഭരതൻ തല്ലാനായി മുന്നോട്ടാഞ്ഞു. മായൻ ഹാജി സ്തബ്ധനായി നിൽപ്പാണ്. ഭരതനെ എതിർത്തൊരു വാക്ക് മിണ്ടാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല. ആ വീട്ടിൽ അപ്പോഴുണ്ടായിരുന്ന മറ്റുള്ള ആണുങ്ങളും ഉമ്മർത്ത് വന്ന് കാഴ്ച കണ്ടു നിന്നല്ലാതെ ഒന്നും മിണ്ടാനോ എതിർക്കാനോ പോയില്ല. ആർക്കും ധൈര്യമില്ലായിരുന്നു. പെണ്ണുങ്ങൾ മുകളിലെ കോലായിലെ മരഴികൾക്കിടയിലൂടെ മുറ്റത്തെ ലഹള കണ്ട് ഭയന്നു നിന്നു. യൂണിയനാണ്, തൊട്ടാൽ കുടുംബമടക്കം അവന്മാര് കത്തിക്കും. അതായിരുന്നു എല്ലാവരുടെയും ഭയം. ഭദ്രൻ പക്ഷേ അങ്ങനെ ഭയന്നു പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. തല്ലാനായി ആഞ്ഞ ഭരതന്റെ കൈ അവൻ തടുത്തു. ഭദ്രന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കുടുംബം പോറ്റാൻ തലച്ചുമടനിറങ്ങി. ബഷീർക്ക് എന്നെ ഒരു പണി ഏൽപ്പിച്ചു 3 രൂപയ്ക്ക്. ആ പണി ഞാൻ ചെയ്യും. ആ 3 രൂപ ഞാൻ മേടിക്കും. ഇല്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണിയാവും ഭരതേട്ടാ. ഒരവസാന അനുനയം എന്ന നിലയ്ക്കാണ് ഭദ്രൻ അത് പറഞ്ഞത്. അവന്റെ കൈപ്പിടിയിലായ ഭരതന്റെ കൈ ഞെരിഞ്ഞമർന്ന് ഭരതന്റെ കണ്ണു നിറയുന്ന വേദന ഉണ്ടായി. വിടരു പട്ടി! ഭരതൻ കൈ കുടഞ്ഞ് വിടുവിച്ചു. വീട് പട്ടിയാണെങ്കിൽ തള്ളയും പെങ്ങളെയും കൂട്ടിക്കൊടുത്ത് ജീവിക്കടാ. പറഞ്ഞു തീർന്നില്ല ഭരതൻ. ഭദ്രന്റെ വീശിയ കൈത്തലം മിന്നൽ പിണർ പോലെ വന്ന് ഭരതന്റെ മുഖത്ത് പതിച്ചു. കണ്ണിൽ നിന്നും പൊന്നീച്ച പാറുന്ന അടി. നിന്ന നിലയിൽ വെട്ടിയിട്ട പോലെ ഭരതൻ നിലത്ത്. കൂടെയുണ്ടായിരുന്ന 2 പേർ ഒന്ന് പകച്ചെങ്കിലും അടുത്ത ക്ഷണത്തിൽ അവർ ഭദ്രന് നേരെ കുതിച്ചെത്തി.
ഇത്തവണ കാലുകൊണ്ടായിരുന്നു പ്രയോഗം. രണ്ടുപേരും തൊഴിയേറ്റ് പടിക്കെട്ടിരുന്ന് അപ്പുറത്തെ വഴിയിൽ ചെന്ന് വീണു. മൂന്നാമന് തോന്നിക്കാണും കാര്യം പന്തിയിലെന്ന്. അയാൾ ഓടി തടിയെടുത്തു. പിന്നാലെ വീണവരും എഴുന്നേറ്റ് ഓടി. ഭരതൻ തലപൊക്കിയതും ഭദ്രന്റെ വലതുകാൽ ഫുട്ബോൾ തട്ടുന്നത് പോലെ അയാൾ ഇട്ട് പെരുമാറി. മായൻഹാജി അനങ്ങാൻ പോയില്ല. ഒടുവിൽ നനഞ്ഞ പഴംതുണിക്കെട്ടുപോലെ നിലത്തു കിടന്ന ഭദ്രത്തിനെ ഭദ്രൻ തോഴിച്ചു മറിച്ചിട്ടു. എടാ പുല്ലേ, നിനക്കെന്റെ അച്ഛനോളം പ്രായമുണ്ട്, അതുകൊണ്ട് പറയാന്ന് വെച്ചോ. ഇനി നിന്നെ അങ്ങാടിയിൽ കാണരുത്. കണ്ട നിന്നെ ഞാൻ കൊല്ലും. ചൂണയുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാനാണെങ്കിൽ നീ വാ, ഞാൻ ബാക്കി സാധനം കൂടി എടുക്കാൻ പോവുക. ഭരതനെ വെല്ലുവിളിച്ച ശേഷം ഭരതൻ ഹാജിയെ നോക്കി. എന്നോടൊന്നും തോന്നരുത്, ചെയ്യിച്ചത് എന്നെ കൊണ്ട്. അവൻ കൈകൂപ്പി. സാരമില്ല, ഇവനിത് അർഹിക്കുന്നു. ഇപ്പോഴാ ഈ നാടൊരാൺകുട്ടിയെ കണ്ടത്. ഭദ്രൻ, ചെമ്പൻ കോട്ടുകാരൻ ഭദ്രൻ. നീ പോയി ബാക്കി കൂടെ എടുത്തോണ്ട് വാടാ ചെമ്പൻ ഭദ്ര. ഹാജി സന്തോഷത്തോടെ ആശീർവദിച്ചു. ഭദ്രൻ ഒരിക്കൽ കൂടി തൊഴുത ശേഷം പുറത്തേക്ക് നടന്നു. ഈ സമയം വിശേഷാൽ രണ്ടു കണ്ണുകൾ ഭദ്രനെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ സജല നേത്രങ്ങളുടെ ഉടമയിൽ മുകളിലെ കോലായിലെ അഴികൾക്കപ്പുറത്ത് ഒരാണിനെ മുറ്റത്ത് കണ്ട് നിർവൃതി പൂത്തെളഞ്ഞു നിന്നിരുന്നു. ഭരതനെ തല്ലി എല്ലൊടിച്ച കാര്യം നാട് മുഴുവൻ അറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. അതോടെ ഭദ്രൻ പലർക്കും ഒരു പേടി സ്വപ്നമായി. അങ്ങാടിയിൽ പിന്നീട് ഭദ്രന്റെ നേതൃത്വത്തിലായി ചുമടെടുപ്പും കയറ്റിറക്കുമെല്ലാം. ഭദ്രൻ നേതാവായിരുന്ന യൂണിയനും അവൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഭദ്രന്റെ പ്രമാണിത്വം അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് സത്യം. പക്ഷേ അവർക്ക് ഭദ്രനെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള ആൾബലമോ ധൈര്യമോ ഇല്ലായിരുന്നു. തൽക്കാലം അടങ്ങി നിൽക്കാൻ ഭരത, അവസരം വരും. അന്ന് എല്ലാറ്റിനും ചേർത്ത് കണക്ക് ചോദിക്കാം. അവനെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞേക്കാം. നീ ധൈര്യമായിരി. ഭരതനെ ആശുപത്രി സന്ദർശിച്ച പാർട്ടി ജില്ലാ നേതാവ് ആശ്വസിപ്പിക്കാനായി പറഞ്ഞ വാക്കുകളിൽ അഭയം കണ്ടെത്തി പകയോടെ കാത്തിരിക്കുകയാണ് ഭരതൻ. ഭദ്രനെ വെട്ടി വീഴ്ത്താൻ ഒരു അവസരം ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്നയാൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഭദ്രൻ പക്ഷേ അന്നത്തെ സംഭവം അന്നത്തോടെ മറന്നു. പട്ടിണിയും പരിവട്ടവുമില്ലാതെ ജീവിക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ഉള്ളിൽ. പക്ഷേ അന്നത്തെ തലോടെയാണ് താൻ നാട്ടിൽ താരമായത് എന്ന ബോധം ഭദ്രനുണ്ടായിരുന്നു. അത് ആദ്യം ആത്മവിശ്വാസമായും പിന്നീട് തെല്ലൊരു അഹങ്കാരമായും വളർന്നു. താൻ എന്ത് ചെയ്താലും തട്ടിക്കയറാൻ ആരും വരില്ല എന്ന തോന്നൽ മനസ്സിൽ അനുദിനം വളർന്നു വന്നു. ഒരു ദിവസം വൈകുന്നേരം ഭദ്രൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആളൊഴിഞ്ഞ വഴിയരികിൽ ഒരു സുന്ദരി അയാളെ കാത്തു നിന്നു. ഹസീന, മായൻഹാജിയുടെ ഇളയ മകൾ. ഇക്ക. തന്നെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ കടന്നുപോയ ഭദ്രനെ ഹസീന പുറകിൽ നിന്ന് വിളിച്ചു. ഭദ്രൻ തിരിഞ്ഞു നിന്ന് അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ആ പുരുകക്കൊടി വളച്ചുള്ള ചോദ്യഭാവത്തിനു മുന്നിൽ ഹസീനയുടെ നെഞ്ചിലൊരു ബോംബ് പൊട്ടി. എങ്കിലും അവൾ പിന്മാറാൻ ഭാവമില്ലായിരുന്നു. വാക്കുകൾക്ക് പക്ഷേ ഒരു തിക്കുമുട്ടൽ. ഭദ്രന് ക്ഷമ നശിച്ചു. ഹാ, കാര്യം പറ പെണ്ണെ. ഭദ്രൻ നീരസപ്പെട്ടപ്പോൾ ഹസീന തെല്ലു ഭയപ്പാടോടെ പറഞ്ഞു തുടങ്ങി. കിളിപ്പറമ്പിൽ രാജൻ അവളെ ഭീഷണിപ്പെടുത്തുന്ന കാര്യം. രാജന് ഹസീനയോട് പ്രേമം. അവൾ പറ്റില്ലെന്ന് പറഞ്ഞിട്ടും രാജൻ വിടുന്നില്ല. കുറെ നാളായി ശല്യം തുടരുകയാണ് അയാൾ. ഹസീനയ്ക്കാണെങ്കിൽ രാജനെ കണ്ണിന് നേരെ കണ്ടുകൂടാ. കള്ളുകൂടിയൻ, വഷളൻ, സർവോപരി ഒരു ഞരമ്പ് രോഗിയും. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പെണ്ണെ? നീ ചെന്ന് നിന്റെ പാപ്പാനോട് പറ, അങ്ങേരെ എന്തെങ്കിലും വഴി കാണിച്ചു തരും. അല്ലെങ്കിൽ പോലീസിൽ പറ. ഭദ്രൻ പറഞ്ഞു. അതിലുമൊക്കെ എത്രയോ നല്ലതല്ലേ ഇഷ്ടമുള്ള ഒരാണിനോട് പറയണത്. അതായിരുന്നു ഹസീനയുടെ മറുപടി. ഭദ്രന് ആദ്യം സംഗതി കത്തിയില്ല. അന്ന് വീട്ടിൽ വെച്ച് നിങ്ങളാ തെമ്മാടികളെ തല്ലിയോടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അന്ന് തുടങ്ങി എനിക്ക് നിങ്ങളോടൊരു വല്ലാത്ത. ഹസീന മുഴുമിക്കാതെ നിർത്തി. വല്ലാത്ത? ഭദ്രൻ നെറ്റി ചുളിച്ചു. ചുണ്ടിൽ ഒരു പുഞ്ചിരി. ഹസീന മുഖം ചുളിച്ച് താഴേക്ക് നോക്കി. ഓ, പെണ്ണിന് വീരാരാധന, അത് മൂത്ത് പ്രേമം. കൊള്ളാം. നാട്ടിൽ സമുദായ ലഹളം ഉണ്ടാക്കാനുള്ള പരിപാടിയാ അല്ലേ? കളിയാക്കുന്ന രീതിയിലുള്ള ചോദ്യത്തിന് മുന്നിൽ ഹസീന പതറി. അവളുടെ തുടുത്ത മുഖം കൂടുതൽ ചുവന്നു. അതൊന്നുമല്ല, നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്യേ. ഹസീന കലമ്പി. ഏറ്റവും ഇഷ്ടം തോന്നുന്നവരോട് മാത്രം പെൺകുട്ടികൾ പെരുമാറുന്ന ഒരു രീതി. ഭദ്രൻ അമർത്തി ഒന്ന് മൂളി. ആ ശരി, അവൻ്റെ കാര്യം ഞാനേറ്റു. പക്ഷേ എനിക്ക് നിന്റെ പ്രേമമൊന്നും വേണ്ട. അതൊക്കെ പിന്നീട് വലിയ പ്രശ്നമാവും. ഒരു പ്രശ്നമില്ല.
നിങ്ങളെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ആരാ നാട്ടിലുള്ളത്? ഹസീന ഉത്സാഹവതിയായാണ് അത് ചോദിച്ചത്. അത് കൊള്ളാം, ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണല്ലോ. ഇതിന്റെ 10-1 വേറ് കാണിച്ച ആ രാജൻ വാലും ചുരുട്ടി ഓടുമല്ലോ പെണ്ണേ. പാതി കളിയായും പാതി കാര്യവുമായാണ് ഭദ്രൻ പറഞ്ഞത്. ഞാൻ പോണു, ഇക്ക പറ്റുന്നുണ്ടേ ചെയ്യും. നിങ്ങളുടെ തണ്ടും തടിയും കൊണ്ട് നാട്ടിലെ പെൺപിള്ളേർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടേന്നേ. അതും പറഞ്ഞ് ഹസീന താഴത്തെ ഇടവഴിയിലൂടെ ഓടിയകന്നു. ഒരിളം ചിരിയോടെ ഭദ്രൻ തെല്ലുനേരം അവൾ പോകുന്നത് നോക്കി നിന്നു. പിന്നെ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ മീശ ഒന്ന് പിരിച്ചു. പുല്ലാഞ്ഞിപ്പുഴ. വൈകുന്നേരത്തെ ഇളം വെയിലിൽ ഓളങ്ങൾക്ക് സ്വർണ്ണ തിളക്കം. ആ ജലപ്പരപ്പിൽ മുങ്ങാങ്കുഴിയിട്ട് നീന്തി തുടിച്ച് 3-4 റൗണ്ട് പൂർത്തിയാക്കിയ ശേഷം കരയിലേക്ക് കയറിയ രാജനെയും കാത്ത് മധ്യ ഗ്ലാസുമായി ഉണ്ണിയും രാജുവും. 3/4 ഗ്ലാസ് ചാരായം. ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ച ശേഷം രാജൻ സമീപത്തെ മൺതിട്ടയിൽ ചാഞ്ഞിരുന്നു കിതച്ചു. ഹസീന എന്തു പറയുന്ന അളിയ? ഉടനെ ഞാനും വളയുമോ? ഉണ്ണി തിരക്കി. ഇല്ലടാ, ഞാൻ പഠിച്ച പണി പലതും നോക്കി. ഇഷ്ടമല്ലെന്ന് തുറന്നു പറഞ്ഞു കളഞ്ഞു. രാജൻ കിതപ്പോടെ പറഞ്ഞു. അവളുടെ ബാപ്പയും കൂട്ടക്കാരും അത്ര മോശക്കാരൊന്നുമല്ല കേട്ടോ. അവളെങ്ങാനും ചെന്ന് വീട്ടിൽ പറഞ്ഞാ നിന്നെ അവർ തല്ലിക്കൊല്ലും, ഓർത്തോ? രാജു ഓർമ്മിപ്പിച്ചു. ഓ, അതിനൊന്നുമുള്ള ധൈര്യം അവൾക്ക് കാണത്തില്ലട രാജു. വീട്ടിൽ പറഞ്ഞ അവളുടെ സുന്ദരമായ മുഖത്ത് ആസിഡൊഴിച്ച് വൃത്തികേടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാജൻ മെല്ലെ എഴുന്നേറ്റു. സത്യത്തിൽ നിനക്ക് അവളെ കെട്ടാനെങ്ങാനും പ്ലാൻ ഉണ്ടോടാ രാജു? ഒളിച്ചോടേണ്ടി വരും കേട്ടാ, ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഉണ്ണി ചിരിച്ചു. രാജുവും പങ്കുചേർന്നു. ആ ഫസ്റ്റ് കെട്ടിയത് തന്നെ. എടാ, ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായക്കട തുടങ്ങുമോടാ? രാജൻ അശ്ലീല ചെവിയോടെ ഒന്ന് ചിരിച്ചു. ഈ സമയം മുകളിലെ കടവിൽ ഒരാൾ വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴിയിട്ടു. വെള്ളം കലങ്ങുന്നുണ്ട്, ഇനി ഇറങ്ങണ്ട രാജു. ഉണ്ണി തെല്ലൊരു ഭയപ്പാടോടെ പുഴയിലേക്ക് നോക്കി. ഓ, അതൊന്നും സാരമില്ല. നമ്മൾ ഈ നിറമാറ്റം എത്ര കണ്ടിരിക്കുന്നു. നല്ല ചാരായത്തിന്റെ ലഹരിയിൽ 4 മുങ്ങാങ്കുഴി ഇടണം. അതിന്റെ ത്രില്ലൊന്ന് വേറെയാ. രാജൻ ഉള്ളിലെ ചാരായത്തിന്റെ ലഹരിയിൽ അതിന്റെ കൃത്രിമ ധൈര്യത്തിൽ വീമ്പടിച്ചിട്ട് ഒരു ഗ്ലാസ് ചാരായം കൂടി കുടിച്ച് ഗ്ലാസ് മണ്ണിലേക്ക് എറിഞ്ഞിട്ട് പുഴയിലേക്ക് ചാടി. കലക്കവെള്ളത്തിൽ അയാൾ താഴ്ന്നു പോകുന്നത് കൂട്ടുകാർ നോക്കി നിന്നു. 2 പേരുടെയും നെഞ്ചിലൊരു പിടപ്പുണ്ടായിരുന്നു. കിഴക്കൻ വെള്ളത്തിന്റെ വരവാ. മലയിലെവിടെയോ മഴ പെയ്യുന്നുണ്ട്, അതാ ഇത്രയും കലക്കം. ഉണ്ണി ബാക്കി വന്ന ചാരായം 2 ഗ്ലാസുകളിലായി ഒഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അതൊന്നും പ്രശ്നമല്ലടാ, രാജനി കുത്തൊഴുക്കൊക്കെ നിസ്സാരം. രാജു തെല്ല ഹന്തയോടെ ചിരിച്ചുകൊണ്ട് കാലിക്കുപ്പി പുഴയിലേക്ക് എറിഞ്ഞു. ഈ സമയം പുഴയിൽ പുളച്ചു മറിയുകയായിരുന്ന രാജന്റെ തൊട്ടരികിൽ മറ്റൊരാളെത്തി. ഭദ്രൻ. കലങ്ങി മറിയുന്ന പുഴയിൽ ഭദ്രനെ രാജൻ തിരിച്ചറിഞ്ഞില്ല. മിന്നായം പോലെ അവ്യക്തമായ ഒരു രൂപം കണ്ടു. അടുത്ത നിമിഷം ഒരു ചാക്കിനകത്തേക്ക് താൻ കയറിപ്പോകുന്ന അനുഭവമുണ്ടായി രാജന്. ശരീരം തല മുതൽ ഒരു ചാക്കിനുള്ളിൽ. അനങ്ങാൻ കഴിയുന്നില്ല. ഒരു കയർ കുരുക്ക് മുഴുകുന്നു. രാജൻ കിടന്നു പിടഞ്ഞു. പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചില്ല. മൂക്കിൽ മണലും വെള്ളവും അടിച്ചു കയറി. ശ്വാസം മുട്ടിപ്പിടഞ്ഞ രാജൻ ചാക്കിൽ നിന്നു കൈകൾ വെളിയിലെടുക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ ഫലിച്ചില്ല. മരണം അതാ തൊട്ടുമുന്നിൽ. അവസാനത്തെ പിടച്ചിലിനൊപ്പം ചാക്ക് വേർപെടുന്നത് രാജൻ അറിഞ്ഞു. പിന്നെ എല്ലാം ഇരുട്ട്, മൃത്യുവിന്റെ കൂരിരുട്ട്. കലങ്ങി മറിഞ്ഞ് കുത്തുയൊഴിക്കുന്ന പുഴയിലെ വെള്ളത്തോടൊപ്പം രാജന്റെ മൃതദേഹം ദൂരേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം വരെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയിട്ടാണ് 4-5 കിലോമീറ്റർ അകലെ ഒരു കുറ്റിയിൽ തടഞ്ഞു നിന്ന നിലയിൽ പുഴയിൽ നിന്നും രാജന്റെ മൃതദേഹം കിട്ടിയത്. ഉണ്ണിയും രാജുവും വാവിട്ട് കരഞ്ഞു. കരഞ്ഞത് പക്ഷേ പോലീസ് ജീപ്പിലായിരുന്നിരുന്നെന്ന് മാത്രം. അവരാണ് രാജന്റെ ഒപ്പമുണ്ടായിരുന്നതെന്ന സാക്ഷിമൊഴി. മദ്യമൊഴിച്ചു കൊടുത്ത് രാജനെ പുഴയിലേക്ക് ഇറക്കി വിട്ടു എന്ന ബലവത്തായ കേസ്. അതോടെ 2 പേരും പെട്ടു. ഭദ്രൻ ചിത്രത്തിലേ ഇല്ലായിരുന്നു, പോലീസിന്റെ അന്വേഷണത്തിലും. പിറ്റേന്ന് ഇടവഴിയിൽ വെച്ച് ഹസീനയെ കണ്ടു. പണി പറ്റിച്ചു അല്ലേ? ഹസീനയുടെ ചോദ്യം. ഭദ്രൻ മൂളി. ഏറ്റ പണി ചെയ്ത ശീലം. ഇനി എന്തായാലും നിനക്ക് മനസമാധാനത്തോടെ ജീവിക്കാം. മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട ആണിന്റെ ബീവിയായി ജീവിക്കണം. അത് നടപ്പില്ല. ഓ, അത് ചുമ്മാ. ഹസീന കണ്ണിറുക്കി. പിന്നെ ബാഗിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുത്തു. 10,000 രൂപയുണ്ട്, തൽക്കാലം ഇത് പിടിക്ക്. അത് വേണ്ട, പണിയെടുത്ത് തിന്നാം ശീലം.
ഭദ്രൻ നിരസിച്ചു. ഓ പിന്നെ ഒരു പണിക്കാരൻ. എൻ്റെ ഇക്ക ഈ തടിയും കരുത്തും ബുദ്ധിയും വെച്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ല പണിയാ ഇക്ക ഇപ്പൊ ചെയ്തത്. അതിൻ്റെ കൂലിയത്. എൻ്റെ പ്രേമത്തിൻ്റെ പേരിൽ ഇക്കയെ ഞാൻ മുതലെടുക്കില്ല. എന്നാ ഇത് പിടി. ബലമായി ഭദ്രന്റെ വലതു കൈയിൽ അവൾ ആ പണം വച്ചു കൊടുത്തു. ഒപ്പം കവിളിൽ ഒരു ഉമ്മയും. അതോടെ ഭദ്രൻ ഫ്ലാറ്റ്. ഹസീന ഇടവഴി ഇറങ്ങി ഓടിമറിഞ്ഞു. കവിളും തടവി കൈ നിറയെ പണവുമായി ഭദ്രൻ ധരിച്ചു നിന്നു. പെണ്ണും പണവും, പ്രലോഭനങ്ങൾ, പിന്മാറാൻ പറ്റാത്ത പ്രലോഭനങ്ങൾ. ഒരു തീരുമാനമെടുക്കാനാവാതെ രാവും പകലും ഭദ്രൻ കിടന്നുഴറി. കുടുംബം പോറ്റാൻ ഒരു നിവൃത്തിയുമില്ലാതെ തല്ലി നേടേണ്ട അവസ്ഥ വന്നു. പിന്നാലെ കൊലയാളിയുമായി, കൂടെ ഒരു പ്രേമവും. ചോരത്തിളപ്പിൻ്റെ ആ പ്രായത്തിൽ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞില്ല. കൈ നിറയെ പണം കിട്ടുന്ന ഏർപ്പാടാണ് കൊട്ടേഷനെന്ന് മാത്രം തിരിച്ചറിഞ്ഞു. ഹസീന ഇടയ്ക്കിടെ പണം തന്നുകൊണ്ടിരുന്നു. അതോടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി. വീട് പുതുക്കി, കടങ്ങൾ വീട്ടി, അച്ഛന് നല്ല ചികിത്സ കൊടുത്തു. അങ്ങനെ അങ്ങനെ എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് ആദ്യത്തെ ജയിൽവാസം. ഒരു കുത്തുകേസിൽ 1 വർഷം ശിക്ഷ കിട്ടി. തിരിച്ചു വരുമ്പോഴേക്കും അച്ഛൻ്റെ മരണവും ഹസീനയും വിവാഹം കഴിച്ചിരുന്നു. അതോടെ പെട്ടെന്നൊരു ശൂന്യത ഫീൽ ചെയ്തു. അങ്ങാടിയിലെ ജോലിയും ഒരു തരം വിരസത വന്നു. അച്ഛൻ മരിച്ച വിഷമത്തോടൊപ്പം ജീവിതത്തിൽ ഒരു മിന്നായം പോലെ വന്ന് ചുമ്മാ കുറെ മോഹങ്ങൾ തന്ന് പെട്ടെന്ന് അകന്നു പോയ ഹസീനയെക്കുറിച്ചുള്ള ചിന്തകളും മനസ്സിനെ വല്ലാതെ അലട്ടി. ഒപ്പം അമ്മയുടെയും പെങ്ങളുടെയും ദുർമുഖവും. ഒരു ക്രിമിനൽ വീട്ടിലുണ്ടായാൽ പെങ്ങളുടെ കല്യാണം നടക്കില്ലത്രേ. അതോടെ വീട് വിട്ടു. താമസം അങ്ങാടിക്കടുത്തുള്ള വാടക വീട്ടിലായി. കൂട്ടിന് മദ്യവും പിന്നെ കുറെ കൂട്ടുകാരും. ഒടുവിൽ മെല്ലെ മെല്ലെ മദ്യത്തോടൊപ്പം രാത്രി പെണ്ണുങ്ങളുടെ ദേഹത്തിൻ്റെ ചൂടും ചൂരും. ഹസീന കൊതിപ്പിച്ചു നിർത്തിയത് തെരുവേശികളിൽ കണ്ടെത്താനുള്ള ശ്രമം. അങ്ങനെ കുറേ കാലം. ഇതിനിടയിൽ ഒരു രാത്രിയിലാണ് മിനിയെ പരിചയപ്പെടുന്നത്. കിളിപ്പറമ്പിൽ മിനി. രാജൻ കെട്ടാനിരുന്ന പെണ്ണ്. മുറപ്പെണ്ണായിരുന്നു രാജൻ്റെ. രാത്രി സമയം 10 മണി കഴിഞ്ഞു കാണും. ടൗണിൽ നിന്നുള്ള അവസാനത്തെ ബസ്സിലെ യാത്രക്കാരിയായാണ് മിനി വന്നിറങ്ങിയത്. ബസ്സിൽ നിന്നും അവിടെ ഇറങ്ങിയ ഏക യാത്രക്കാരിയും അവളായിരുന്നു. ബസ് സ്റ്റോപ്പിൽ തനിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു ഭദ്രൻ. രാത്രിയിലെ വിജനതയിൽ തനിച്ചായിപ്പോയ പകപ്പിൽ 4 പാടും ഒരാശ്രയം തേടി പരതിയ മിനിയുടെ കണ്ണുകൾ ഭദ്രനിലെത്തി നിന്നു. ഭദ്രനും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ചേട്ടാ, ഇവിടെ ഓട്ടോ എങ്ങാനും കിട്ടുമോ? അവൾ തിരക്കി. ഇത്ര നേരം എവിടെ ഉണ്ടായിരുന്നു? എവിടെ പോവാനാ കൊച്ചേ? ഭദ്രൻ തിരക്കി. ഒപ്പം അവളെ ആപാത ചൂടും ഒന്ന് അളക്കാനും മറന്നില്ല. സുന്ദരിയാണ്. ഒരു 10-25 വയസ്സ് കാണും. വടിവത്ത ശരീരം. ഇവിടെ അടുത്താ പുലിക്കോട്, മിനി പറഞ്ഞു. ഓ, അവിടേക്കൊന്നും ഇനി വണ്ടിയൊന്നും ഇല്ല വച്ചേ. ഇതെന്താ ഇത്രയും വൈകിയത്? കുറച്ച് നേരത്തെ വരണ്ടേ? ഭദ്രൻ എണീറ്റു. ഞാൻ എറണാകുളത്താ വർക്ക് ചെയ്യണേ. അവിടെ ഹോം നേഴ്സാ. വീട്ടിലെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നതാ. ലേറ്റാവെന്നുള്ള കാര്യം ഓർത്തില്ല. മിനി മടിച്ച് പറഞ്ഞ സഹായാഭ്യർത്ഥനയോടെ ഭദ്രനെ നോക്കി. കണ്ണുകളിൽ ഭയം പ്രകടമായിരുന്നു. ആ നോട്ടത്തിൽ അവളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ ഭദ്രനും അവളെ സഹായിക്കാൻ തയ്യാറായി. വാ, ഞാനും വരാം കൂടെ. എനിക്കാ വഴിക്കാ വീട്ടിൽ പോകേണ്ടത്. പറഞ്ഞിട്ട് മറുപടിക്ക് കാക്കാതെ ഭദ്രൻ മുമ്പേ നടന്നു. മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഭദ്രനെ ഒരു പരിചയവുമില്ലായിരുന്നു എനിക്ക്. വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ട് മാത്രം അവൾ അയാളെ അനുഗമിച്ചു. ചേട്ടൻ എവിടെ ഉള്ളതാ? നടക്കുന്നതിനിടയിൽ മിനി കുശലം പോലെ തിരക്കി. ഈ നാട്ടുകാരൻ തന്നെ, ഭദ്രൻ പറഞ്ഞു. പേരെന്താ? മിനിയുടെ ചോദ്യം. നിന്റെ പേരെന്താ? ഭദ്രൻ അവളോട് തിരക്കി. മിനി, കിളിപ്പറമ്പിൽ എന്നാ വീട്ടുപേര്. എങ്കിൽ എൻ്റെ പേര് ഭദ്രൻ. ചെമ്പൻ ഭദ്രൻ എന്നാ നാട്ടുകാർ വിളിക്കുന്നത്. ഭദ്രൻ പറഞ്ഞിട്ട് ഒന്ന് നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. മിനിയിൽ വല്ലാത്തൊരു നടുക്കം മിന്നിമറഞ്ഞു കഴിഞ്ഞിരുന്നു ഈ സമയം കൊണ്ട്. ചെമ്പൻ ഭദ്രനാണ് തൻ്റെ വഴികാട്ടി. തെമ്മാടി, പെണ്ണുപിടിയൻ, ഗുണ്ട, അങ്ങനെ അങ്ങനെ വിശേഷണങ്ങൾ ഒത്തിരിയുള്ള, എന്തിനും മടിക്കാത്ത പക്കാ ക്രിമിനൽ. ദൈവമേ, അയാൾക്കൊപ്പം വിജനമായ വഴിയിൽ പാതിരാത്രിയോടടുക്കുന്ന നേരത്ത് മിനിയുടെ ചങ്കിൽ തീയാളി. എന്താ നിന്നു കളഞ്ഞത്? വാ, നടക്ക്. ഭദ്രന്റെ പരുഷസ്വരം കാതുകളിൽ. മിനി ബോധം വന്നതുപോലെ തലയൊന്ന് വെട്ടിച്ചു. ആ ഞെട്ടൽ ഭദ്രനിൽ ചിരി ഉണർത്തി. അപ്പോ എന്നെ അറിയാം അല്ലേ? ഭദ്രന്റെ ചോദ്യം.
കണ്ണുമിഴിച്ച് തലയിളക്കി മിനി നിന്നു. അറിയാം എന്ന അർത്ഥത്തിൽ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഭദ്രൻ ധൈര്യം പകർന്നു. എന്നിട്ടും മിനി പരുങ്ങി നിന്നു. അതോടെ ഭദ്രന് ദേഷ്യം വന്നു. മര്യാദയ്ക്ക് വരുന്നെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോ. ഭദ്രൻ ദേഷ്യപ്പെട്ടു. അതോടെ മിനി വീണ്ടും അയാൾക്ക് പിന്നാലെ നടന്നു തുടങ്ങി. ഭദ്രൻ കള്ളു കുടിക്കും, പെണ്ണു പിടിക്കും, തല്ലും, ചിലപ്പോൾ കൊല്ലും. നീ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ സത്യമാ എന്ന് കരുതി ഇന്ന് നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. കാരണം എന്താ? ഇന്ന് എനിക്ക് വിശപ്പില്ല, മനസ്സിലായോ? ഭദ്രൻ ഒരു വഷളം ചിരി ചിരിച്ചു. ആ ചിരിയും വാക്കുകളും മനസ്സിൽ അലോസരമുണർത്തിയെങ്കിലും പ്രതികരിക്കാൻ നിന്നില്ല. പകരം അയാളെ അനുസരിച്ചു. ഭദ്രന് പിന്നിൽ അനുസരണയോടെ മിനി നീങ്ങി. വീടെത്തുവോളം ഒരു ഉപദ്രവവും ഭദ്രനിൽ നിന്നുണ്ടായില്ല. ആശ്വാസത്തോടെ പടിക്കെട്ടുകൾ കയറുമ്പോൾ ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. അയാൾ അവിടെ തന്നെ നിൽപ്പുണ്ട്, പടിക്കെട്ടിന് താഴെ, ഒരു സിഗരറ്റും കത്തിച്ച്. താങ്ക്സ്. ആരോടായാലും പറയേണ്ട ഒരു വാക്ക് അവൾ തിരിഞ്ഞു നിന്നു. ഭദ്രനും പറഞ്ഞു. ഭദ്രൻ പക്ഷെ അത് ശ്രദ്ധിച്ചതുപോലുമില്ല. മിനി പിന്നൊന്നും സംസാരിച്ചില്ല. ശേഷം മിനി ചെന്ന് വാതിലിൽ മുട്ടി. അനിയത്തി സിനി വന്ന് വാതിൽ തുറന്നു. ഈ നേരത്ത് ഒറ്റയ്ക്ക് വന്നോ? സിനി തിരക്കി. ഓ, അതൊന്നും കുഴപ്പമില്ലടി, നമ്മുടെ നാടല്ലേ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? മിനി ഭദ്രന്റെ കാര്യം മറച്ചു വെച്ചാണ് സംസാരിച്ചത്. അകത്തേക്ക് കടക്കും മുമ്പ് മിനി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഭദ്രൻ നിന്ന സ്ഥലം ശൂന്യം. അയാൾ പോയിരിക്കുന്നു. ഞാനിപ്പോൾ വന്നെന്ന് കരുതി നീ പാതിരാത്രിയിലൊന്നും കറങ്ങി നടക്കാൻ നിൽക്കണ്ട. വയസ്സ് 18, ഓർമ്മ വേണം. മിനി സിനിയെ ഓർമ്മിപ്പിച്ചു. ഓ, ഞാനൊന്നും പാതിരാത്രി പുറത്തിറങ്ങാനൊന്നും പോണില്ല. സിനി ചിരിച്ചു. അകത്ത് അമ്മ മാധവി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. നിന്നെ ഭദ്രനാണോ ഇവിടെ വരെ എത്തിച്ചത്? മാധവി തിരക്കി. മിനി ഒന്ന് വല്ലാതായി. അറിയണ്ട എന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ സത്യം പറഞ്ഞേക്കാം. അതെ അമ്മേ, മിനി തുറന്നു പറഞ്ഞു. ഞാൻ കണ്ടു, പടിക്കെട്ടിന് താഴെ അവൻ നിൽക്കുന്നത്. നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? മാധവി തിരക്കി. ഇല്ലമ്മേ, അയാളൊന്നും ചെയ്തില്ല. മിനി അമ്മയെ സമാധാനിപ്പിച്ചു. ഓ, അപ്പോൾ ഭദ്രനായിരുന്നു ധൈര്യത്തിന് കൂടെ വന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ പാതിരാത്രിയിൽ ഞാനും ഒന്ന് കറങ്ങാം, അല്ലേ അമ്മേ? സിനി പിന്നിൽ നിന്ന് പരിഹസിച്ചു. പോടി അവിടുന്ന്. മിനി സിനിക്ക് നേരെ കൈയോങ്ങി. ഭദ്രനെ സൂക്ഷിക്കണം മോളെ, അവൻ ആള് ശരിയല്ല, മാധവി ഓർമ്മിപ്പിച്ചു. മിനി മൂളി. നാളെ കാലത്ത് ഡോക്ടറെ കാണാനുള്ളതാ, അമ്മ ഉറക്കം വിളിക്കണ്ട. മാധവിയെ മെല്ലെ കിടക്കയിൽ കിടത്തി പുതപ്പിച്ച ശേഷം മിനി സ്വന്തം മുറിയിലേക്ക് മടങ്ങി. ആസ്മ രോഗിയാണ് മാധവി. ഇടയ്ക്ക് രോഗം മൂർച്ഛിക്കുമ്പോൾ 3-4 ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അപ്പോഴാണ് മിനി ജോലി സ്ഥലത്തു നിന്നും വരുന്നത്. ഭർത്താവ് നേരത്തെ മരിച്ച മാധവിക്ക് ആശ്രയവും 2 പെൺമക്കളാണ്. ഇടയ്ക്ക് മിനിയുടെ വിവാഹം രാജനുമായി ആലോചിച്ചതാണ്. അപ്പോഴാണ് അയാൾ മരിക്കുന്നത്. മുറച്ചെറുക്കനും കുടുംബത്തിന് ഒരു സഹായവുമായിരുന്ന രാജനെ മിനിക്കും വലിയ ഇഷ്ടമായിരുന്നു. അയാളുടെ ഹസീനയോടുള്ള ആവേശവും ചില്ലറ തെമ്മാടിത്തരങ്ങളൊന്നും മിനി അറിഞ്ഞിരുന്നില്ല. സത്യത്തിൽ രാജന്റെ മരണത്തോടെ മിനി രക്ഷപ്പെടുകയായിരുന്നു. അത് പക്ഷേ അവൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇന്നും രാജനെ ഓർത്ത് ദുഃഖിക്കുന്നു. പിറ്റേന്ന് ഭദ്രനെ വഴിയിൽ വെച്ച് കണ്ടു. റോഡരികിലെ ഷെഡിൽ സിമന്റ് ചാക്ക് ഇറക്കുന്നു. 3-4 പേർ വേറെയുമുണ്ട്. അവളെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. മിനിയും മുഖത്തൊരു ചിരി വരുത്തി. അവൾക്ക് പേടി മാറിയിരുന്നില്ല. പിന്നെ അമ്മയുടെ ഉപദേശവും. അമ്മയെ ഡോക്ടറെ കാണിച്ചോ? ഭദ്രന്റെ ചോദ്യം. കാണിച്ചു, ആശുപത്രിയിൽ അഡ്മിറ്റാ. ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ശരിക്കും ജാള്യതയാണ് മുന്നിട്ട് നിന്നത്. ഭദ്രനോടൊക്കെ സംസാരിക്കുന്നത് നാട്ടുകാർ കണ്ട കുറച്ചിലാണെന്ന് അവൾക്കറിയാം. നാട്ടിൽ ഇല്ലാക്കഥ പരക്കാൻ വേറൊന്നും വേണ്ട. പിന്നെ ആരാ കൂടെ? സിനിയാണോ? ആ ചോദ്യം മിനിയിൽ ഞെട്ടലുണ്ടാക്കി. ഇയാൾക്ക് സിനിയെ എങ്ങനെ അറിയാം? അത് പക്ഷേ ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ അതെ എന്ന് മാത്രം പറഞ്ഞ് ധൃതിയിൽ നടന്ന് തടി രക്ഷിച്ചു. ഒരു നാട്ടുകാരായതുകൊണ്ടുള്ള പരിചയമായിരിക്കും സിനിയെ. അങ്ങനെ വിശ്വസിക്കാൻ ശ്രമിച്ചു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞു. കാട്ടുമരങ്ങൾ ധാരാളം വളർന്നു നിൽക്കുന്ന പ്രദേശമായതിനാൽ ഇരുട്ടിന് പ്രത്യേക കറുപ്പാണ്. വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറുകയായിരുന്നു മിനി. തനിച്ചാണെന്ന ഓർമ്മ അവളെ ചെറുതായി ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. കിച്ചണിൽ രാത്രിയിലേക്കുള്ള കഞ്ഞി പാകപ്പെടുത്തുന്നതിനിടയിലാണ് മുൻവശത്തെ മുറ്റത്തെ കാൽപെരുമാറ്റം കേട്ടത്. ആരാണാവോ?
ഉള്ളിൽ ഒരാന്തലുയർന്നു. ഭദ്രനാവുമോ? ഇന്നലെ വിശപ്പില്ലെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. ഇന്ന് വിശന്നപ്പോൾ തന്നെ ഓർമ്മ വന്നതാവുമോ? ദൈവമേ! മിനി നെഞ്ചിൽ കൈവച്ചു. ഈ കാട്ടുമുക്കിലെ ഒറ്റപ്പെട്ട വീട്ടിൽ എന്തു സംഭവിച്ചാലും പുറത്ത് ആരും അറിയില്ലല്ലോ ദൈവമേ. എന്തു ചെയ്യും? മിനി! ഉമ്മർത്ത് നിന്നും വിളി. ഭദ്രനല്ല, രൂപേഷിൻ്റെ ശബ്ദമാണ്. അകന്ന ബന്ധുവാണ്. വകയിൽ ചേട്ടനായിട്ട് വരും. തൊട്ടപ്പുറത്തെ വാർഡിലാണ് വീട്. വിവാഹിതനും പൊതുവെ നാട്ടിൽ നല്ല അഭിപ്രായമുള്ള ആളുമാണ്. മിനി തെല്ലൊരാശ്വാസത്തോടെയാണ് ചെന്ന് വാതിൽ തുറന്നത്. ഉമ്മറത്ത് കസേരയിൽ രൂപേഷ്. മിനിയെ കണ്ട രൂപേഷ് ഒന്ന് പുഞ്ചിരിച്ചു. സിനി വിളിച്ചു പറഞ്ഞു അമ്മ ആശുപത്രിയിലാണെന്നും മിനി നാളെ തിരിച്ചു പോണതുകൊണ്ട് വീട്ടിലോട്ട് പോന്നെന്നും. ആ ഭദ്രൻ ഇന്നലെ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നുള്ള പേടി അവൾക്ക്. എന്നോട് ഇവിടെ കിടക്കുമെന്ന് ചോദിച്ചു. മിനി ആ വാക്കുകളെ സ്വാഗതം ചെയ്ത് ഒന്ന് പുഞ്ചിരിച്ചു. ഇന്നലെ എന്തായിരുന്നു ഭദ്രൻ്റെ കൂടെ? രൂപേഷ് തിരക്കി. വഴിയിൽ വല്ല പ്രശ്നവും ഉണ്ടാവുമെന്ന് പേടിച്ച് അയാളുടെ സഹായം നിരസിക്കാൻ തോന്നിയില്ല. മിനി മടിയോടെയാണത് പറഞ്ഞത്. അത് വേണ്ടായിരുന്നു. പെണ്ണിൻ്റെ മണമടിച്ചാൽ കയറി മേയുന്ന ടൈപ്പാ ഭദ്രൻ. ഇന്നവൻ ചിലപ്പോൾ വരും. നീ ഇവിടെ ഒറ്റയ്ക്കാണെന്നൊക്കെ അവൻ അറിഞ്ഞു കാണും. രൂപേഷ് ആശങ്ക നടിച്ചു. മിനി മൂളി. എന്നാൽ ശരി, കഴിച്ചിട്ട് കിടന്നോളൂ. ഞാൻ കുറച്ച് താമസിക്കും കിടക്കാൻ. ഇന്ന് പ്രത്യേകിച്ച്. രൂപേഷ് ഒന്നുകൂടി പുഞ്ചിരിച്ചു. അകത്ത് അമ്മയുടെ മുറിയിൽ വിരിച്ചിടാം, മിനി പറഞ്ഞു. വേണ്ട, ഞാനീ ഉമ്മർത്ത് കിടന്നോളാം. ഒരു പായും തലേണയും ഇങ്ങോട്ട് ഇട്ടാൽ മതി. രൂപേഷ് കസേരയിൽ നിന്ന് എണീറ്റു. പുറത്ത് കിടക്കണ്ട, ഈ ഭാഗത്ത് നല്ല തണുപ്പാ. രാത്രി വേണമെങ്കിൽ കുറച്ചു നേരം ഹാളിൽ TV കണ്ടിരുന്നോ. ഞാനൊരു നല്ല കാപ്പി ഇട്ട് തരാം, മിനി പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു. എന്നാ നിന്റെ ഇഷ്ടം. കുറച്ചു നേരം TV കാണാം, കാപ്പിയും കുടിക്കാം. രൂപേഷ് മിനിക്ക് പിന്നാലെ അകത്തേക്ക് നടന്നു. TV-യിൽ ഒരു സിനിമയുള്ളത് കണ്ട് കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്കും മിനി കാപ്പിയുമായി വന്നു. അത്താഴ സമയമായപ്പോൾ കഞ്ഞിയും പയറുതോരനും ഇരുവരും ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞ് താന്താങ്ങളുടെ മുറിയിലേക്ക് പോയി. വാതിൽ കുറ്റിയിടണ്ട എന്ന് മിനി തീരുമാനിച്ചു. രൂപേഷ് ചേട്ടനും വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. മുന്നിലും പിന്നിലും അടച്ചു കുറ്റിയിട്ടിട്ടുണ്ടല്ലോ, അത് മതി. ആശങ്കയ്ക്കിടയിലും രൂപേഷ് അപ്പുറത്തുണ്ട് എന്ന ധൈര്യത്തിൽ മിനി മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പാതിരാത്രി കഴിഞ്ഞു കാണും. ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം കണ്ടു മിനി. താനും ഭദ്രനും ഒരു പുഴക്കരയിൽ, ഒരു വലിയ പാറയിൽ കെട്ടിപ്പിടിച്ചങ്ങനെ ഇരിക്കുന്നു. അയാളുടെ മുഖം തൻ്റെ കവിളിലും കഴുത്തടങ്ങളിലും ഇഴയുന്നു. ഇന്നോളം ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത താൻ അത്യാവശ്യത്തോടെ ഭദ്രനെ ആഞ്ഞു പുണരുന്നു. അടുത്ത നിമിഷത്തിൽ ഭദ്രൻ തൻ്റെ ദേഹം പാറയിലേക്ക് ചായച്ച് ഒരു ഭാരമായി തന്നിലേക്ക് അമരുന്നു. ആ ഭാരം താങ്ങാനാവാതെ പിടഞ്ഞ മിനി ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. അല്ല, സ്വപ്നമല്ല, യാഥാർത്ഥ്യം. തൻ്റെ ദേഹത്ത് ഒരു പുരുഷന്റെ ഭാരമുണ്ട്. ഇരുട്ടിൽ ആരാണെന്ന് മനസ്സിലായില്ല. വിടാൻ മിനി പിടഞ്ഞു. അയാൾ പക്ഷെ വിട്ടില്ല. കൂടുതൽ കൂടുതൽ അള്ളിപ്പിടിക്കുകയാണ് ചെയ്തത്. ഒപ്പം മായും മൂക്കും പൊത്തിപ്പിടിക്കുകയും ചെയ്തു. തലയിണ കീഴിലെ നീളൻ കത്തിയെക്കുറിച്ച് അപ്പോഴാണ് മിനി ഓർത്തത്. പെട്ടെന്ന് കത്തി വലിച്ചെടുത്ത ആഞ്ഞൊരു കുത്ത്. കത്തി മാംസത്തിൽ പുളഞ്ഞു കയറി. ഒരു ഞരക്കത്തോടെ അക്രമി കട്ടിലിൽ നിന്നും താഴെ വീഴുന്നത് മിനി കണ്ടു. ചാടി എഴുന്നേറ്റ് അവൾ ലൈറ്റിൻ്റെ സ്വിച്ചിട്ടു. മുറിയിൽ നിറഞ്ഞ വെളിച്ചത്തിൽ അവൾ കണ്ടു നിലത്തി കിടന്ന് പിടയുന്ന രൂപേഷ്, തെറിക്കുന്ന ചോര, കഴുത്തിൽ തറഞ്ഞു കയറിയ കത്തി. വിറച്ചുപോയി മിനി. എന്തു ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയി. മെല്ലെ മെല്ലെ രൂപേഷിൻ്റെ പിടച്ചിൽ നിലച്ചു. അയാൾ അവസാന ശ്വാസം വലിച്ച് നിശ്ചലനായി. നേരം പാതിരാത്രിയായി. ചെന്ന് കിടക്കുന്നില്ലേ? വാടകയ്ക്കാണെങ്കിലും ഒരു വീടുണ്ടല്ലോ. കൂടെ മദ്യപിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ സെബാൻ ചോദിച്ചപ്പോൾ ഭദ്രൻ ഗ്ലാസ്സിൽ അവശേഷിച്ച മദ്യം കൂടെ വലിച്ചു കുടിച്ച ശേഷം ഗ്ലാസ് വഴിയരികിലെ കുറ്റിക്കാട്ടിലേക്ക് ഇട്ടു. നീ വിട്ടോ സെബാനെ, എനിക്ക് ഈ രാത്രി ഇച്ചിരി പണി വേറെയുണ്ട്. ഭദ്രൻ കൗശലം നിറഞ്ഞ കണ്ണുകളോടെയാണ് അത് പറഞ്ഞത്. എന്ത് പണി? അതും ഈ പാതിരായ്ക്ക്? സെബാൻ പുരുകം ചുളിച്ചു. അതൊരു രഹസ്യമാ, ഒരു പഴയ രഹസ്യം. നല്ല പാതിരാപ്പൂവിൻ്റെ മണം, മതം ചെലുത്തുന്ന ലഹരി. നല്ലോണം വിശക്കുന്നുണ്ട് സെബാനെ, കൊതി തീരുവോളം തിന്നണം. ഭദ്രൻ്റെ കണ്ണുകളിലെ തിളക്കം മെഴുകുതിരി വെട്ടത്തിലും തിരിച്ചറിഞ്ഞ സെബാൻ്റെ മുഖത്തും ഒരു തെളിച്ചമുണ്ടായി. ഞാനും വരണോ? അയാൾ തിരക്കി. പട്ടി, എണീറ്റ് പോടാ.
ഭദ്രന്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. ഭയന്നുപോയ സെബാൻ ചാടി എണീറ്റ് പോയി. നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് ധൃതിയിൽ ഓടി മറഞ്ഞു. പുല്ലൻ പങ്കുപറ്റാൻ നടക്കുന്നു. ഫു! ഭദ്രന് വേണ്ടത് ഭദ്രൻ ഒറ്റയ്ക്ക് തിന്നും. ഒറ്റയ്ക്കേ തിന്നു. ഭദ്രനും ആക്രോശിച്ചുകൊണ്ട് എഴുന്നേറ്റു. ദേഷ്യത്തിൽ മദ്യക്കുപ്പി തൊഴിച്ച് തെറിപ്പിച്ചു. ഈ സമയം ദൂരെ നിന്നും ആരോ ഓടി വരുന്നത് കണ്ടു. ഒരു പെണ്ണാണ്. അടുത്തെത്തിയപ്പോൾ ആളിന് മനസ്സിലായി. മിനി. കിളിപ്പറമ്പിൽ മിനി. നില്ലടി അവിടെ! ഇടിവെട്ടും പോലെ ഭദ്രന്റെ ഗർജനം കേട്ട മിനി സ്തംഭിച്ചു നിന്നു. തെല്ലു മാറി ഒരു തെങ്ങിൻ തോപ്പിന്റെ അതിരിൽ ഭദ്രൻ. എങ്ങോട്ടാടി ഓടുന്നേ? ടോർച്ചും തെളിച്ച് മുന്നോട്ട് വന്ന ഭദ്രന്റെ ചോദ്യം. നടുങ്ങി തരിച്ചു നിന്ന മിനിക്ക് വാക്കുകൾ തൊണ്ടയിൽ കെട്ടി. ഭദ്രൻ അവളെ ആകമാനം ഒന്ന് നോക്കി. ദേഹത്ത് ചോര. കാര്യം പന്തിയില്ലെന്ന് മനസ്സിലായ ഭദ്രൻ രൂക്ഷമായി അവളെ നോക്കി. ഇതെന്താടി, വല്ലവനെ കൊന്നിട്ട് വന്നേക്കുവാണോ? ഭദ്രന്റെ മുനയുള്ള ചോദ്യം. മിനി പൊട്ടിക്കരഞ്ഞുപോയി. കരയാതെ കാര്യം പറയടി. ഭദ്രൻ കയർത്തു. മുറിഞ്ഞ വാക്കുകളെ കരച്ചിലിന്റെ അകമ്പടിയോടെ മിനി എന്തൊക്കെയോ പറഞ്ഞു. വാ. ഭദ്രൻ അവളുടെ കൈയും പിടിച്ച് അവൾ വന്ന വഴിയെ അവളുടെ വീട്ടിലേക്ക് നടന്നു. തുറന്നു കിടന്ന മുൻവാതിലൂടെ അകത്തേക്ക് കയറിയ ഭദ്രൻ മിനിയുടെ മുറിയുടെ വാതിലൂടെ മുറിക്കകത്തെ കാഴ്ച കണ്ടു. കട്ടിലിന് താഴെ ചോരയിൽ കുളിച്ച് രൂപേഷ്. ഇതെന്തോന്നടി, നീ അവനെ തട്ടിയോ? ഭദ്രൻ ചുണ്ടിലൂറിയ ചിരിയോടെയാണ് ചോദിച്ചത്. മിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ പോട്ടെ, നീ വിഷമിക്കണ്ട, ഇത് നമുക്ക് ശരിയാക്കാം. ഭദ്രൻ മിനിയെ ആശ്വസിപ്പിച്ചു. എൻ്റെ ജീവിതം നശിച്ചു. മിനി പൊട്ടിക്കരഞ്ഞു. ഹാ, കിടന്നു കാറാതടി. ഓരോരുത്തനെ കൊല്ലുമ്പോഴേക്കും ജീവിതം നശിച്ചു പോകത്തൊന്നുമില്ല. ഭദ്രൻ അവളെ തൊട്ടു മുന്നിൽ വന്നു നിന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ ഇവനെ കൊന്നിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല, മനസ്സിലായോ? മിനി കണ്ണുമിഴിച്ച് ഭദ്രനെ നോക്കി. നിന്നോട് ഇവൻ വല്ല പോക്കുതരവും കാണിക്കാൻ വന്നു കാണും. നീ കയറി പൂശിയും കാണും. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പാവം ചെറുക്കൻ ചത്തും പോയി. ഇതൊന്നും വലിയ കാര്യമല്ല കൊച്ചേ, നീ ധൈര്യമായിട്ടിരി. ഭദ്രൻ ചേട്ടൻ എല്ലാം ശരിയാക്കി തരാം. നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക. ഞാൻ വീട്ടിൽ ചെന്ന് അറക്കവാളെടുത്തോണ്ട് വരാം. മെഷീനൊക്കെ ഉള്ളതാ, മാർക്കറ്റിൽ പുതുതായി ഇറങ്ങിയതാ. ഇതിനൊക്കെ പറ്റും. ഞാൻ വരുമ്പോഴേക്കും നീ ഈ ചോര പുരണ്ട ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് വേറെ നൈറ്റി എങ്ങാനും എടുത്തിട്. നിസ്സാര മട്ടിലായിരുന്നു ഭദ്രന്റെ സംസാരം. എന്തോ ലഘുവായ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന മട്ട്. പുറത്തേക്ക് പോയ ഭദ്രൻ അരമണിക്കൂറിനുള്ളിൽ തിരികെ വന്നു. അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഒപ്പം ചെറിയ മെഷീൻ വാളും. എന്തു ചെയ്യാൻ പോവാ? മിനി ആശങ്കയോടെ തിരക്കി. ഭദ്രൻ ഒന്ന് ചിരിച്ചു. വേറെ ഒന്നുമല്ല, ഈ മെഷീൻ കൊണ്ട് ഇവനെ ചെറിയ പീസാക്കി മാറ്റാൻ പോവുക. 1 മണിക്കൂർ മതി. നീ ഇത് കാണണ്ട. എല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് വിളിക്കും. അതുവരെ മുറിയിൽ ചെന്ന് കിടക്ക്. ഇതൊക്കെ വലിയ പ്രശ്നമാവും. ഞാൻ പോലീസിൽ കീഴടങ്ങിക്കൊള്ളാം. എനിക്കിതൊന്നും താങ്ങാൻ വയ്യ. ഓ പിന്നെ, നീ ചെന്ന് പിടികൊടുത്താൽ എല്ലാ പ്രശ്നവും തീരുമോ? നിന്റെ അമ്മ, നിന്റെ അനിയത്തി, അവരെ പിന്നെ ആര് നോക്കും? 2 പേരും ആത്മഹത്യ ചെയ്യേണ്ടി വരും, അത്ര തന്നെ. നീ ചുമ്മാ ഇരിയടി കൊച്ചേ. ഇത് ചേട്ടനിപ്പോൾ തീർക്കും. പറ്റുമെങ്കിൽ നീ ചെന്നൊരു കട്ടനിട്. പറഞ്ഞിട്ട് ഭദ്രൻ മുറിയിലേക്ക് കയറി വാതിലടച്ചു. മിനി അശക്തയായി അതേ ഇരിപ്പിരുന്നു. അകത്തുനിന്നും മെഷീൻ വർക്ക് ചെയ്യുന്ന നേർത്ത ശബ്ദം. രൂപേഷ് ചെറിയ കഷ്ണങ്ങളായി മാറുകയാണ്. തലച്ചോറ് ചിതറി, എല്ലുകൾ നുറുങ്ങി, ഇറച്ചിയും എല്ലും തലയോട്ടിയുമൊക്കെ കൂടിക്കുഴഞ്ഞ് ഒരു മാംസകൂമ്പാരമായി മാറുകയാണ്. ഭദ്രൻ എന്തിനാണ് തന്നെ സഹായിക്കുന്നത്? തന്നോട് അയാൾക്ക് എന്ത് സെന്റിമെന്റ്സ്? ഒരു കാര്യം ഉറപ്പാണ്, ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഇരുമ്പോ കരിങ്കല്ലോ ഉള്ള മനുഷ്യനാണ് ഇയാൾ. ഒരു മനുഷ്യ ശരീരം വെട്ടിനുറുക്കാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത തനി ചെകുത്താന്റെ ജന്മം. പറഞ്ഞു കേട്ടതിനേക്കാൾ ഭീകരൻ. മിനി നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുറച്ചു. ഭദ്രൻ പറഞ്ഞതുപോലെ രക്തം തെറിച്ച വസ്ത്രങ്ങളും മറ്റും അവൾ ഒരിടത്ത് കൂട്ടി വച്ചിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ ഭദ്രൻ മുറിയുടെ വാതിൽ തുറന്നു. മിനി കണ്ടു, ഭദ്രന്റെ ബാഗ് വീർത്തിരിക്കുന്നു. മുറിയിലെ രക്തക്കറ പോലും തുടച്ചു കളഞ്ഞിരിക്കുന്നു. തെറിച്ച രക്തക്കറ മാത്രമല്ല, ഒഴുകി തളം കെട്ടിയ ചോര പോലും മുറിയിൽ കാണാനില്ല. എല്ലാം ക്ലീനാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു കെമിക്കലുണ്ട്. അത് വെള്ളത്തിൽ കലക്കി തുടച്ചാൽ ചോരയൊക്കെ പച്ചവെള്ളം പോലെ ഗുണവും മണവും നഷ്ടപ്പെട്ട രൂപത്തിലാവും. നാളെ പുലരുമ്പോൾ നീ സാധാരണ പോലെ മുറി കഴുകി തുടച്ച് വൃത്തിയാക്കിയാൽ മതി. ഒരു തെളിവും പിന്നെ ശേഷിക്കില്ല. ആ, നിന്റെ ഡ്രസ്സൊക്കെ ഒരു കവറിലാക്കി ഇങ്ങുതാ, ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കാം. ഭദ്രൻ പറഞ്ഞു. ശവം
മിനി തിരക്കി. എൻ്റെ ബാഗിലുണ്ട്. ഇറച്ചി രൂപത്തിൽ, വലിയ വെയിറ്റ് ഒന്നുമില്ല. ഇതെന്താ ചെയ്യാൻ പോണേ? വസ്ത്രങ്ങൾ കവറിലാക്കി കൊടുക്കുമ്പോൾ മിനി തിരക്കി. എൻ്റെ വീടിന് പിന്നിലൊരു കുളമുണ്ട്. അവിടെ ഞാൻ കുറേ മീനുകളെ വളർത്തുന്നുണ്ട്. അവറ്റയ്ക്ക് ഇറച്ചിയാണ് ആഹാരം. ഇതിപ്പോൾ എല്ലടക്കം ഒരു 45 കിലോ കാണും. അവന്മാർ ഇത് 10 മിനിറ്റ് കൊണ്ട് തീർത്തോളും. കാലത്ത് ഞാൻ പൂത്തിറച്ചി വേറെ മേടിച്ചു കൊടുക്കണം. ഫലിതം പറഞ്ഞ മട്ടിൽ ഭദ്രൻ ചിരിച്ചു. മിനി വിറങ്ങലിച്ച് നിൽപ്പാണ്. ആ, കയ്യിലും മുഖത്തും ചോരക്കറയുണ്ട്. ഇതാ, ഈ തുണി വെച്ച് തുടച്ചാൽ എല്ലാം പോയിക്കോളും. ഭദ്രൻ തൻ്റെ കയ്യിലിരുന്ന തുണി മിനിക്ക് നൽകി. യാന്ത്രികമായാണ് അവളത് വാങ്ങിയത്. ഉപയോഗിച്ച ശേഷം കത്തിച്ചു കളയണം, ഭദ്രൻ ഓർമ്മിപ്പിച്ചു. പിന്നെ ബാഗുമായി പുറത്തേക്കിറങ്ങി ഇരുട്ടിലേക്ക് നടന്നു മറഞ്ഞു. ക്ലോക്കിൽ 2 മണി അറിയിച്ച് അലാറം മുഴങ്ങി. ചെറിയ ശബ്ദമായിരുന്നെങ്കിലും മിനിക്ക് അപ്പോഴത് സ്ഫോടന ശബ്ദത്തേക്കാൾ ഭീകരമായി തോന്നി. നെഞ്ച് പടപടാ മിടിച്ചുകൊണ്ടിരുന്നു. ഒപ്പം വിറയലും. താൻ മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. മൃതദേഹം അരിഞ്ഞു തുണ്ടമാക്കിയത് നിറച്ച ബാഗുമായി ഇരുൾ വീതിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു ഭദ്രൻ. അപ്പോൾ രൂപേഷിനെ കാണാനില്ലെന്ന വാർത്ത നാട്ടിൽ പടർന്നത് 2 ദിവസം കഴിഞ്ഞാണ്. കവലയിലെ തൻ്റെ പലചരക്ക് കട അടച്ച് 8 മണിക്ക് മുമ്പേ പോയ രൂപേഷ് പിന്നീട് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഇടയ്ക്ക് ചരക്കെടുക്കാൻ വേണ്ടി കൊച്ചിയിലും കോയമ്പത്തൂരും ഒക്കെ പോകുന്ന ശീലമുള്ള ആളാണ്. എന്നാലും വഴിയിലെ ഏതെങ്കിലും ടെലിഫോൺ ബൂത്തിൽ നിന്ന് വിളിക്കും. തന്നെയുമല്ല, അങ്ങനെ പോയാലും 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കാറുമില്ല. ഭാര്യ ലിസി നൽകിയ പരാതിയെ തുടർന്ന് SI ശശാങ്കനും സംഘവും അന്വേഷിച്ചിറങ്ങി. പലചരക്ക് കടയിലും വീട്ടിലും പരിചയക്കാരുടെ വീടുകളിലും ചരക്കെടുക്കാൻ ചെല്ലാറുള്ള സ്ഥലങ്ങളിലുമെല്ലാം പോലീസ് രൂപേഷിനെ അന്വേഷിച്ചു. കൊച്ചിയിലെ അറക്കൽ വീട്ടിലാണ് മിനി ജോലിക്ക് നിൽക്കുന്നത്. രൂപേഷിന്റെ തിരോധാന വാർത്ത പത്രത്തിലൂടെയാണ് മിനി കണ്ടത്. അതോടെ അവൾ തളർന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഏതു നിമിഷവും അവർ തന്നിലേക്ക് എത്താം. താൻ പിടിക്കപ്പെടാം. അതോടെ എല്ലാം തീർന്നു. തൻ്റെ മാത്രമല്ല, അമ്മയും സിനിയും അടങ്ങിയ തൻ്റെ കുടുംബം പോലും തകരും. ഭദ്രൻ എന്ന ഭൂലോക ക്രിമിനലിന്റെ കൂട്ടാളിയായി താൻ ചിത്രീകരിക്കപ്പെടും. ദൈവമേ! മിനി നെഞ്ചിൽ കൈവച്ചു. പക്ഷേ അവൾ ഭയന്നതുപോലൊന്നും സംഭവിച്ചില്ല. ഏതാനും ദിവസത്തെ അന്വേഷണത്തിന് ശേഷം പോലീസ് ആ തിരോധാന കഥ മറന്നു. വലിയ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമില്ലാത്തതും രൂപേഷിന്റെ ഭാര്യയ്ക്ക് നാട്ടിലെ മറ്റൊരു ചെറുപ്പക്കാരനുമായുള്ള അവിഹിത ബന്ധവുമൊക്കെ കാരണമായി അതങ്ങ് തേഞ്ഞു മാഞ്ഞുപോയി. ശശാങ്കനും ഭദ്രനും ഒരു രാത്രി പരസ്പരം കണ്ടതോടെ എല്ലാറ്റിനും ഒരു തീരുമാനമാവുകയും ചെയ്തു. SI ആണെങ്കിലും ഭദ്രന് പേടിയായിരുന്നു ശശാങ്കന്. സാർ അതങ്ങ് വിട്ടേക്ക്. ആ രൂപേഷ് ഇനി നാട്ടിൽ വരാനൊന്നും പോണില്ല. കുടുംബത്തെ വലിയ ശല്യക്കാരനായിരുന്നേ. അവൻ ഇനി തിരിച്ചു വന്നാലും അവൻ്റെ ഭാര്യ സ്വീകരിക്കുമെന്നും തോന്നുന്നില്ല. അവൾക്ക് വേറെ ബന്ധമുണ്ട്. അവൻ്റെ തള്ളയും തന്തയ്ക്കാണെങ്കിൽ ചത്തും പോയി. കുട്ടികളുമില്ല. പിന്നെ ആർക്ക് വേണ്ടിയാ സാറേ? സാറത് വിട്ടുകളാം. ഭദ്രൻ പറഞ്ഞതോടെ ശശാങ്കൻ അന്വേഷണം നിർത്തി. കേസ് പെൻഡിംഗ് ലിസ്റ്റിൽ പെടുത്തി ഫയൽ മാറ്റിവെച്ചു. രൂപേഷ് വേറെ ഏതോ നാട്ടിലെ ഒരു പെണ്ണുമൊത്ത് നാടുവിട്ടു എന്നൊരു കഥയും ഭദ്രൻ മെനഞ്ഞു പ്രചരിപ്പിച്ചു. അതോടെ നാട്ടുകാരും കേസ് വിട്ടു. മിനി കൊടുത്ത അച്ചാമ്മയുടെ വീട്ടിലെ ഫോൺ നമ്പറിൽ വിളിച്ച് ഭദ്രൻ കാര്യങ്ങൾ പറഞ്ഞു. അതോടെയാണ് മിനിക്കും സമാധാനമായത്. അപ്പോൾ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മിനി ആശങ്കയോടെ തിരക്കി. ഒരു പുല്ലുമില്ല. നീ ധൈര്യമായിരി കൊച്ചേ, ഭദ്രൻ സമാധാനിപ്പിച്ചു. അതോടെ മിനിക്ക് ഭദ്രനോട് ഒരു താല്പര്യവും വീരാരാധനയും ഒക്കെ തോന്നി. തെമ്മാടിയാണെങ്കിലും തന്നെ രക്ഷിച്ച ആളാണെന്നോ മറ്റോ ഉള്ള ഒരു തോന്നലാണ് ആദ്യമുണ്ടായത്. പിന്നെയാണത് താല്പര്യവും ആരാധനയും ഒക്കെ ആയത്. പുറമെ മാന്യനായി നടിച്ച രൂപേഷിനേക്കാളൊക്കെ എത്ര നല്ലവനാണ് ഭദ്രൻ. പാതിരാത്രി ആളൊഴിഞ്ഞ വഴിയിലൂടെ അത്രയും ദൂരം കൂടെ വന്നിട്ടും തൻ്റെ ദേഹത്തൊന്നും തൊട്ടുപോലുമില്ല. കരുത്തനായ അയാൾക്ക് തന്നെ എന്തു വേണമെങ്കിലും ചെയ്യാമായിരുന്നു. താൻ എന്തു ചെയ്യുമായിരുന്നു? നാട്ടിൽ ആരെങ്കിലും ചോദിക്കുമായിരുന്നു? ഇല്ല, ആരും ഒന്നും ചെയ്യില്ല. ഒരുപക്ഷെ താൻ പോലും. എന്നിട്ടും അയാൾ തന്നെ ഒന്നും ചെയ്തില്ല. സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു. രൂപേഷിന്റെ ശവം വെച്ചയാൾക്ക് വിലപേശാമായിരുന്നു. സ്ത്രീലമ്പടനാണെന്നും മറ്റുമുള്ളവർ പറഞ്ഞത് വെച്ച് തൻ്റെ ശരീരം ആവശ്യപ്പെടാമായിരുന്നു. ഒന്നും ആവശ്യപ്പെട്ടില്ല. തന്നെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ പറഞ്ഞു കേട്ടതുപോലെ സ്ത്രീ വിഷയ കഥകളും സമൂഹം ഭദ്രനിൽ അടിച്ചേൽപ്പിച്ചതോ ചുമ്മാ പറഞ്ഞു പരത്തിയതോ ആവാം. എന്തു ചെയ്യാനുള്ള നെഞ്ചുറപ്പ് പോലെ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ചില നന്മകളും ഉണ്ടാവാം.
മിനിയുടെ ചിന്ത ആ വഴിക്കൊക്കെ നീങ്ങുന്ന സമയത്ത് ഭദ്രനും പഴയ കാമുകി ഹസീനയും കുറേ നാളിന് ശേഷമുള്ള തങ്ങളുടെ കൂടിക്കാഴ്ചയിലായിരുന്നു. അവർ മുൻപ് സംഗമിച്ചിരുന്ന മേക്കുന്നിലെ പാറപ്പുറത്ത്. എന്നാലും കഴിഞ്ഞ ആഴ്ച രാത്രി വരാമെന്ന് പറഞ്ഞിട്ട് ഇക്ക വന്നില്ലല്ലോ. രൂപേഷിനെ ശരിപ്പെടുത്തിയ രാത്രിയിലെ കാര്യമാണ് ഹസീന ചോദിക്കുന്നത്. എനിക്കന്ന് ചെറിയൊരു കൊട്ടേഷൻ എടുക്കേണ്ടി വന്നു. അല്ല, കല്യാണം കഴിഞ്ഞിട്ടും നിനക്ക് എന്നോടുള്ള പൂതി തീർന്നില്ലേ പെണ്ണെ? ഭദ്രൻ അവളെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് തെല്ലൊരു വിസ്മയത്തോടെ നോക്കി. ഇല്ല, അത് ഈ ജന്മത്ത് തീരാനൊന്നും പോണില്ല. അന്ന് നിങ്ങൾ ജയിലിൽ പോയതോടെ ബാബ പറയുന്നത് കേൾക്കേണ്ട ഗതികേട് വന്നിട്ടാ. ഇല്ലായിരുന്നെങ്കിൽ ഹസീന മെല്ലെ വിതുമ്പി. ഹാരിസ് നിന്നെ സ്നേഹിക്കുന്നില്ലേ? പക്ഷേ അതൊരു സ്നേഹിക്കലാണോ രാത്രിയിൽ എന്നെ ഉപയോഗിക്കലാണോ എന്നൊന്നും എനിക്കറിയില്ല. കുറച്ചു കാലം ഗൾഫിൽ കൊണ്ടുപോയി. എനിക്കും അടുത്തപ്പോൾ ഞാനിങ്ങ് പോന്നു. ഹസീനയുടെ വാക്കുകളിൽ ഹാരിസിനോടുള്ള അനിഷ്ടം പ്രകടമായിരുന്നു. ഭദ്രന്റെ കരുത്തിൽ ഒരിക്കൽ സുഖമറിഞ്ഞ ഒരു പെണ്ണും പിന്നീട് സ്വന്തം ഭർത്താവിനെ അംഗീകരിക്കില്ല എന്നത് സത്യം. അവർ തേടി വരും, പിന്നെയും പിന്നെയും തേൻ കുടിക്കാൻ, മധുരം നുകരാൻ. നീ എന്നാ തിരിച്ചു പോണത്? ഭദ്രൻ തിരക്കി. അടുത്ത ആഴ്ച. 5-6 ദിവസം ഞാനിവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു രാത്രിയിൽ വരണം. ഞാൻ കാത്തിരിക്കും. ഹസീന ഭദ്രന്റെ മാറിൽ മെല്ലെ തടവിക്കൊണ്ട് വികാരാർത്ഥമായാണ് പറഞ്ഞത്. അന്നവൾ ഭദ്രനൊരു സമ്മാനം കൊടുത്തു. ഒരു മൊബൈൽ ഫോൺ. നോക്കിയ 110. യാത്രയിൽ കൊണ്ടു നടക്കാവുന്ന ഫോൺ. അതുപയോഗിക്കുന്ന രീതിയൊക്കെ അവൾ അയാളെ പഠിപ്പിച്ചു. നാട്ടിൽ മൊബൈൽ ഫോൺ കണ്ടു തുടങ്ങിയിട്ടില്ലാത്തതിനാൽ ഭദ്രനത് ഒരു അത്ഭുത വസ്തുവായിരുന്നു. കവലയിൽ റേഞ്ച് കിട്ടും. എൻ്റെ നമ്പർ ഇതിൽ അടിച്ചിട്ടുണ്ട്. വരുന്ന രാത്രി മുൻകൂട്ടി വിളിച്ചു പറയണം. ഞാൻ ബാപ്പയും ഉമ്മയും ഉറക്കുഗുളിക പാലിൽ കലക്കി കൊടുത്ത് ഉറക്കിക്കോളാം. ഭദ്രൻ മൂളി. ഒരു ദീർഘചുംബനത്തിൽ ഏറെ നേരം ഭദ്രനെ തടവിലിട്ട ശേഷമാണ് ഹസീന മടങ്ങിയത്. മൊബൈൽ ഫോൺ ആരെയും കാണിക്കരുതെന്നും അഥവാ വല്ലവരും കണ്ടാൽ താൻ തന്നതാണെന്ന് പറയരുതെന്നും അവൾ പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. ഭദ്രൻ അത് സമ്മതിക്കുകയും ചെയ്തു. അല്ലെങ്കിലും വലിയ വലിയ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഇത്തരം ഫോണിൽ തന്നെ ആര് വിളിക്കാൻ? കവലയിൽ മാത്രമേ റേഞ്ചുമുള്ളൂ. മുറിയിലെ പെട്ടിയിലെങ്ങാനും വെച്ച് പൂട്ടാം, അല്ലാതെ എന്ത്? ഭദ്രൻ സ്വയം ചിരിച്ചു. ചിന്തിച്ചതുപോലെ പൂട്ടിവെച്ചൊന്നുമില്ല ഭദ്രൻ ആ ഫോൺ. ചില സമയത്തൊക്കെ ഭദ്രന് മൊബൈൽ ഫോൺ ഉപകാരപ്പെട്ടിരുന്നെങ്കിലും അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്കും അതുവഴി ജയിലിലേക്കും ഭദ്രനെ എത്തിക്കുകയായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം മിനി നാട്ടിലെത്തി. ഇത്തവണ പുറപ്പെടുന്നതിന് മുമ്പ് അവൾ ഭദ്രനെ വിളിച്ചു. രാത്രി കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഭദ്രൻ അവൾ പറഞ്ഞത് പ്രകാരം ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയും ചെയ്തു. 11 മണിയുടെ ബസ്സിലാണ് മിനി വന്നിറങ്ങിയത്. അത് പുതിയതായി സർവീസ് ആരംഭിച്ച ഒരു ദീർഘദൂര ബസ്സായിരുന്നു. ഭദ്രൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. അങ്ങാടിയിലൊന്നും ആരുമില്ലായിരുന്നു. എന്തിനാ എന്നോട് കാത്തു നിൽക്കാൻ പറഞ്ഞത്? ഭദ്രൻ സൗമ്യനായാണ് ചോദിച്ചത്. ആ സൗമ്യത മിനിയും ശ്രദ്ധിച്ചു. ആരെങ്കിലുമൊക്കെ കാത്തിരിക്കാനുണ്ടാവുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലേ ഏട്ടാ? അവളും അല്പം പ്രണയാർദ്രമായാണ് ചോദിച്ചത്. അത് ഭദ്രനും ശ്രദ്ധിച്ചു. ഒരു ചിരി ഊറി വന്നു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ 3-4 ദിവസം ലീവിന് വന്നതാ. അവിടെ അമ്മച്ചിയുടെ മക്കളും മരുമക്കളും വന്നിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ഏതൊക്കെയോ തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുന്നത്രേ. കിട്ടിയ തക്കത്തിന് ലീവ് എടുത്ത് ഞാൻ ചാടിപ്പോന്നു. മിനിമം ഒരാഴ്ചയെങ്കിലും ഞാൻ ഇവിടെ കാണും, മിനി പറഞ്ഞു. നിനക്ക് മൊബൈലുണ്ടോ? ഭദ്രൻ തിരക്കി. ഉണ്ടല്ലോ, ഈ അടുത്ത ദിവസം മേടിച്ചതാ. ജീവിക്കുന്നത് എറണാകുളത്തല്ലേ ഏട്ടാ, ഇതൊന്നുമില്ലാതെ പറ്റത്തില്ലല്ലോ. മിനി ചിരിച്ചു. പുതിയ ഫോൺ എടുത്ത് ഭദ്രനെ കാണിച്ചു. തിരുവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഭദ്രൻ ഫോൺ കണ്ടു. കൊള്ളാം, തൻ്റെ ഫോണിനേക്കാൾ വലിപ്പമുണ്ട്. ഇനി ലാൻഡ് ഫോണിൽ വിളിക്കണ്ട കേട്ടോ. ഞാൻ വൈകുന്നേരം വിളിച്ചില്ലേ, അതാ എൻ്റെ നമ്പർ, മിനി പറഞ്ഞു. ഇടയ്ക്ക് എന്തോ ഓർത്ത പോലെ അവൾ തിരക്കി. അല്ല, ഏട്ടനാരാ ഫോൺ സമ്മാനമായിട്ട് തന്നു എന്ന് പറഞ്ഞത്? അതൊരു ചങ്ങാതിയാ, ഒരു ഉപകാരം ചെയ്തതിന് പകരം തന്നതാ, ഭദ്രൻ പറഞ്ഞു. ഹസീന തന്നതാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞാൽ പ്രശ്നമാവും. ഇവളെങ്ങാനും വേറെ ആരോടെങ്കിലും പറഞ്ഞ വാർത്ത നാടാകെ പരക്കും. അത് ദോഷം ചെയ്യും. പ്രണയം മാത്രമല്ലല്ലോ രഹസ്യ ഇടപാടായി തങ്ങൾക്കിടയിലുള്ളത്. ഭാഗ്യം. മിനി കൂടുതലൊന്നും ചോദിച്ചില്ല. നാളെ കാണുമോ? പിരിയുമ്പോൾ മിനി തിരക്കി. കാണാം, ഭദ്രൻ സമ്മതിച്ചു.
എവിടെ? നീ വിളി, ഞാൻ പറയാം. ഭദ്രൻ ചിരിച്ചു. മിനിയും പുഞ്ചിരിച്ചു. പ്രണയം പറയാതെ പറഞ്ഞ് ആ രാത്രി അവർ പിരിഞ്ഞു. ചേച്ചി ഒറ്റയ്ക്കാണോ വന്നേ? സിനി തിരക്കി. അല്ല, ഭദ്രനേട്ടൻ കൂടെയുണ്ടായിരുന്നു. ഭദ്രനേട്ടനോ? സിനി നെറ്റി ചുളിച്ചു. അതെ, എന്തേ? മിനി തെല്ലു ദേഷ്യം നടിച്ചു. ഒന്നുമില്ലേ, ചുമ്മാ. സിനി അർത്ഥം വെച്ച് മൂളി. തർക്കിക്കാൻ നിന്നില്ല മിനി. അമ്മ അറിഞ്ഞാൽ ചോദ്യവും പറച്ചിലുമാവും. പാവം വല്ലാതെ പേടിക്കുകയും ചെയ്യും. നമ്മുടെ രൂപേഷേട്ടൻ്റെ കാര്യം കഷ്ടമായി അല്ലേ ചേച്ചി? സിനി തിരക്കി. ആ. മിനി വലിയ താല്പര്യം കാണിക്കാതെ പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. എന്തോ ഒരു കൊല നടന്ന മുറിയാണെന്ന മനോമയമൊന്നും മിനിക്ക് തോന്നിയില്ല. സത്യത്തിൽ രൂപേഷിൻ്റെ കാര്യം അവളെ സ്പർശിച്ചതേയില്ല. അത്രമേൽ ഭദ്രൻ എഫക്റ്റ് അവളിൽ ബാധിച്ചു കഴിഞ്ഞിരുന്നു. ചെകുത്താൻ്റെ കാമുകിയാവണമെങ്കിൽ മിനിമം ഒരു കൊലയെങ്കിലും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം എന്നാണ് അവളുടെ മനസാക്ഷി ഉപദേശിക്കുന്നത് ഇപ്പോൾ. ആ ഉപദേശം ശിരസാവഹിച്ച് പ്രവർത്തിക്കാൻ തന്നെയായിരുന്നു മിനിയുടെ തീരുമാനം. 2 ദിവസങ്ങൾക്കപ്പുറം ഒരു രാത്രി ഹസീനയുടെ വീട്ടിലെ കളപ്പുരയിൽ അവളുടെ ക്ഷണപ്രകാരം ഭദ്രൻ എത്തി. സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഹസീന കാത്തിരിക്കുകയായിരുന്നു. ഭദ്രൻ കളപ്പുറയ്ക്കകത്തേക്ക് കയറിയതും ഹസീന അയാളെ പിന്നിൽ വന്ന് കെട്ടിപ്പുണർന്നു. ഹാവൂ, വന്നല്ലോ എൻ്റെ കള്ളൻ. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. അവൾ വികാരവതിയായി ഭദ്രൻ്റെ ദേഹത്ത് തുരുതുര ചുംബിക്കുകയും തഴുകി തലോടി സ്വയം സുഖിക്കുകയും ചെയ്തു. നീ എല്ലാരെയും ഉറക്കിയല്ലോ അല്ലേ? ഭദ്രൻ സംശയം നിവൃത്തി വരുത്തി. ഹസീന മോളി. ആരെങ്കിലും വന്ന് കണ്ടാ അതോടെ തീരും. ഭദ്രൻ അവളെ പുണർന്ന ഉമ്മ വയ്ക്കുന്നതിനിടയിൽ മന്ത്രിച്ചു. ആരും വരില്ല പൊന്നെ. ഹസീന കാമാതുരയായി മന്ത്രിച്ചു. നേരത്തെ വിരിച്ചിട്ടിരിക്കുന്ന തുണിയിലേക്ക് ഇരുവരും കിടന്നു. ആ സമയത്താണ് ഭദ്രൻ്റെ മൊബൈൽ റിങ് ചെയ്തത്. ഞെട്ടി എണീറ്റ ഭദ്രൻ പെട്ടെന്ന് കോളെടുത്തു. മിനിയായിരുന്നു മറുവശത്ത്. അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ കൂടി, ഒരു ഓട്ടോ എങ്ങനെ കിട്ടുമോ ഭദ്രേട്ടാ? മിനിയുടെ ചോദ്യം. ആരാ, എന്താ? ഹസീന തിരക്കി. ഒരു കൂട്ടുകാരനാ. ശ്വാസം മുട്ടലോ നെഞ്ചുവേദനയോ എന്തോ ആണെന്ന്. ഞാനൊന്ന് ചെല്ലട്ടെ? പറഞ്ഞിട്ട് മറുപടിക്ക് കാക്കാതെ ഭദ്രൻ പുറത്തേക്ക് പോയി. നിരാശയുടെ പടുകുഴിയിൽ വീണ ഹസീന അണയാത്ത വികാര വായ്പോടെ നിന്ന് കിതച്ചു. മുഖം ദേഷ്യത്താൽ കത്തിക്കാളി. തണുത്ത രാത്രിയായിട്ടും ദേഹം വിയർത്തു കുളിച്ചു. ഭദ്രനെ കൊല്ലാനുള്ള കലി വന്നത് അടങ്ങാൻ ഒരുപാട് നേരമെടുത്തു. ഒടുവിൽ നിറഞ്ഞൊഴുകിയ കണ്ണുകളിലൂടെ ദുഃഖം പുറത്തേക്കെത്തി. മെല്ലെ മെല്ലെ അവൾ ശാന്തയായി. മണിയുടെ ഓട്ടോയിൽ മിനിയുടെ വീട്ടിലേക്ക് കുതിക്കുകയായിരുന്നു ഭദ്രൻ ഈ സമയം. RK ഹോസ്പിറ്റൽ. ഡോക്ടർ മാധവിയെ പരിശോധിക്കുമ്പോൾ സിനിയും ഭദ്രനും പുറത്തെ കസേരയിൽ വന്നിരുന്നു. അനാഥരെ പോലെ 2 പെൺകുട്ടികൾ. ഭദ്രൻ സഹതാപത്തോടെ 2 പേരെയും നോക്കി. തനിക്ക് എന്താണ് ഇവരോട് ഇത്ര താല്പര്യം വന്നത്? പണ്ട് താൻ ആരാധനയോടെ കണ്ടിരുന്ന ചുമട്ടുകാരൻ പരമേശ്വരൻ ചേട്ടൻ്റെ മക്കൾ. 1.5 കിൻഡൽ തലച്ചുമടായി കൊണ്ടുപോയിരുന്ന പരമേശ്വരേട്ടൻ. വല്ലപ്പോഴും തനിക്ക് മിഠായിയും ഇടയ്ക്ക് ചായയും മേടിച്ചു തരുന്ന നല്ല മനുഷ്യൻ. ഹൃദയാഘാതത്തെ തുടർന്ന് പരമേശ്വരൻ ചേട്ടൻ മരിക്കുമ്പോൾ മിനിയും സിനിയും കൈക്കുഞ്ഞുങ്ങളാണ്. മാധവി ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടു കാണും 2 പേരെയും വളർത്താൻ. ഇപ്പോൾ അവരും കിടപ്പിലായി. താനും പരമേശ്വരൻ ചേട്ടനുമായുള്ള ബന്ധമൊന്നും ഇവർക്ക് അറിവുണ്ടാവില്ല, അറിയിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഏതോ ദൈവവിധി പോലെ ഇപ്പോഴിവർ തൻ്റെ സഹായം തേടി എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ പരമേശ്വരൻ ചേട്ടനും അങ്ങനെ ആഗ്രഹിച്ചു കാണും. ആരറിഞ്ഞു ആത്മാക്കളുടെ ആഗ്രഹങ്ങൾ. ഭദ്രൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. പിന്നെ എളിക്കുത്തിലെ പേഴ്സിൽ നിന്നും 500 രൂപയുടെ ഒരു കുത്ത് നോട്ടെടുത്ത് മിനിക്ക് നീട്ടി. 10,000 ഉണ്ട്. മാധവി ചേച്ചിക്ക് നല്ല ചികിത്സ തന്നെ കൊടുക്കണം. ഈ ആശുപത്രിയിൽ കാശ് മുടക്കിയാൽ നല്ല ചികിത്സ കിട്ടും. കാശ് എത്ര വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരാം. അമ്മയുടെ അസുഖം നമുക്ക് പൂർണ്ണമായി മാറ്റണം. മിനിയും സിനിയും അത്ഭുതത്തോടെ ഭദ്രനെ നോക്കി. വേറൊന്നും വിചാരിക്കണ്ട. നല്ല ചികിത്സ കിട്ടാതിരുന്നാൽ അമ്മയും കൊണ്ട് ഭാവിയിൽ നിങ്ങൾ കഷ്ടപ്പെടും. കാലം കഴിയുമ്പോൾ നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് ഓരോരോ പ്രാരാബ്ദങ്ങളായി പോവും. പാവം മാധവി ചേച്ചി കിടന്ന് കഷ്ടപ്പെടും. ഭദ്രൻ പറഞ്ഞു നിർത്തി. ഇങ്ങേര് ഗുണ്ടയാണോ തത്വജ്ഞാനിയാണോ? മിനി മനസ്സിലോർത്തത് അങ്ങനെയാണ്. എനിക്ക് മറ്റന്നാൾ ജോലിക്ക് തിരിച്ചു കയറണം. അമ്മച്ചിയുടെ മക്കളൊക്കെ മറ്റന്നാൾ പോവും. പിന്നെ ഞാനും അമ്മച്ചി മാത്രമേ വീട്ടിൽ കാണൂ. ഞാൻ ചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോവും, മിനി പറഞ്ഞു. അതൊന്നും സാരമില്ല, ഇവിടെ സിനി ഉണ്ടല്ലോ. പിന്നെ ഞാനും ദിവസവും വന്നോളാം.
ഭദ്രൻ അവരെ സഹായിക്കാൻ തയ്യാറായി. മിനിയും സിനിയും നന്ദിയോടെ അയാളെ നോക്കി. മിനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത്. മനുഷ്യ ശരീരം കൊത്തി നുറുക്കി ചെറു കഷ്ണങ്ങളാക്കാൻ ഒരു കയ്യറപ്പുമില്ലാത്ത മനുഷ്യൻ. ദയയില്ലാതെ ആളുകളെ തല്ലാനും കൊല്ലാനും സ്ത്രീകളെ ബലമായി ഭോഗിക്കാനും പോന്ന ചെകുത്താന്റെ മനസ്സുള്ള മനുഷ്യൻ ഇപ്പോഴിതാ ദയയുടെയും സഹാനുഭൂതിയുടെയും വിശുദ്ധ രൂപമായി മുന്നിൽ. ഇതെന്ത് മറിമായും? മിനി അത്ഭുതത്തോടെ കണ്ണിമയ്ക്കാതെ ഭദ്രനെ തന്നെ നോക്കി നിന്നു. അരമണിക്കൂർ കഴിഞ്ഞാൽ മാധവിയെ വാർഡിലേക്ക് മാറ്റും കേട്ടോ, ഒരു നേഴ്സ് വന്ന് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഭദ്രൻ തിരക്കി. ഇല്ല. ആ, ഈ ബില്ലൊക്കെ അടയ്ക്കണം. രാവിലെ മതി. പുതിയ കുറച്ച് മരുന്നുകൾ മേടിക്കണം. താഴെ മെഡിക്കൽ ഷോപ്പുണ്ട്. രാവിലെ ഡോക്ടർ വന്ന് നോക്കും. ഫർദർ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം പറയും. ബില്ലും മരുന്ന് കുറിപ്പടിയും മറ്റും ഭദ്രനെ ഏൽപ്പിച്ച് നേഴ്സ് തിരിച്ചുപോയി. 4000 രൂപ. ഭദ്രൻ ബില്ലിലെ തുക വായിച്ചു. രാവിലെ അടച്ചേക്ക്. ബിൽ മിനിയെ ഏൽപ്പിച്ചു. പ്രിസ്ക്രിപ്ഷനും. ഞാൻ പോയിട്ട് രാവിലെ വരാം. പുലർച്ചെ കുറച്ച് ജോലിയുണ്ട്. പൈസയുടെ കാര്യമോർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ രാവിലെ വരുമ്പോൾ കൊണ്ടുവരാം. ഭദ്രൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു. നല്ല മനുഷ്യനോ അല്ലേ ചേച്ചി? സിനി അഭിപ്രായപ്പെട്ടു. മിനി ഒന്ന് പുഞ്ചിരിച്ചു. സത്യത്തിൽ അയാളെ ഏത് ഗണത്തിൽപ്പെടുത്തണമെന്ന് അവൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. ഒരു ദിവസം കൂടെ നിന്ന ശേഷം മിനി മടങ്ങി. മിനി പോയപ്പോൾ മൊബൈൽ ഫോണും കൊണ്ടുപോയിരുന്നു. സിനിയും ഭദ്രനും ആശുപത്രിയിൽ തുടർന്നു. 2ാം ദിവസം ഭദ്രന് ഹസീനയുടെ വിളി വന്നു. ഉടനെ കാണണമെന്നും പറഞ്ഞ് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും എടുത്തോളാൻ പറഞ്ഞു. ഏതോ യാത്ര പോകാനാണത്രേ. മൈൻ ഹാജിയെ പറഞ്ഞു പറ്റിച്ച് അവൾ എന്തോ പദ്ധതി ഇട്ടതാണെന്ന് മനസ്സിലായി. ഇനി 3-4 ദിവസത്തേക്ക് മടക്കമില്ല. ഭദ്രൻ കുറെ പണവും തൻ്റെ മൊബൈൽ ഫോണും സിനിയെ ഏൽപ്പിച്ചു. മിനി ചേച്ചിയെ ഇതിന്ന് വിളിച്ചാൽ മതി. അമ്മയ്ക്കും സംസാരിക്കാലോ. ഞാൻ ചിലപ്പോൾ 2 ദിവസം കഴിയും വരാൻ. എന്നെ വിളിക്കാൻ ഹസീന എന്നെഴുതിയ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ ഹാജിയാരുടെ വണ്ടിയിലൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. സിനി എതിർത്തൊന്നും പറഞ്ഞില്ല. ഭദ്രനും കൂടുതലൊന്നും പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പറഞ്ഞ പ്രകാരം ഡ്രസ്സെല്ലാം എടുത്ത് ഹസീനയുടെ വീട്ടിലെത്തിയപ്പോൾ ഹസീനയോടുണ്ട്. യാത്രയ്ക്ക് റെഡിയായി നിൽക്കുന്നു. ഇവളെയും കൊണ്ട് ഒന്ന് കാസർഗോഡ് വരെ പോകണം. ബെൻസ് എടുത്തോ. ഒറ്റയ്ക്ക് ഇവളെ അയക്കാനൊരു പേടി. ഹമീദ് ഗൾഫിലല്ലേ, വേറെ ആരും കൂടെ പോവാൻ. നീയാവുമ്പോൾ എനിക്ക് പേടിയില്ല. ഇവക്കും. മൈൻ ഹാജി പറഞ്ഞു. കാസർഗോഡ് എന്താ പരിപാടി? ഭദ്രൻ തിരക്കി. ഹമീദിൻ്റെ പെങ്ങടെ മോൻ ഗൾഫിലേക്ക് പോണു. മംഗലാപുരത്തു നിന്ന് അഭിമാനം. ഇവളെ ക്ഷണിച്ചിരിക്കുന്നു. ഞങ്ങളെ വിളിച്ചതാ. ഫാത്തിമയ്ക്ക് സുഖമില്ല. എനിക്കാണെങ്കിൽ മില്ലിൽ മരം വരുന്ന സമയം. ആരുടെ കൂടെ ഒന്ന് പറഞ്ഞു വിടുന്ന ഓർത്ത് ബേജാറായിരിക്കുമ്പോഴാ നിന്റെ കാര്യം ഓർത്തത്. നിന്റെ കൂടെ ആകുമ്പോൾ രാത്രിയാണെന്നോ പകലാണെന്നോ നോക്കേണ്ട കാര്യമില്ലല്ലോ. മൈൻ ഹാജി ചിരിച്ചു. ഭർത്താവ് ഹമീദ് ഗൾഫിലായതുകൊണ്ട് ഹസീന തഞ്ചത്തിൽ ഒപ്പിച്ചെടുത്ത ഒരു യാത്രയാണിതെന്ന് ഊഹിക്കാൻ ഭദ്രന് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ഇന്ന് ഹൈവേയിലെ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ താനും ഇവളും കാമപുരാണം നടത്തും. ഓർത്തപ്പോൾ ഭദ്രന് സ്വയം ലഹരി തോന്നി. ഹാജിയാരോടും ഭാര്യയോടും പുച്ഛവും. പാവങ്ങൾ, ഭദ്രൻ മനസ്സിൽ പറഞ്ഞു. അതേ, പോണ്ടേ? ഹസീനയുടെ ചോദ്യം. ആ, കീയെട്. ഭദ്രൻ കൈനീട്ടി. വണ്ടി ഞാൻ ഓടിക്കും. ഇയാൾ എൻ്റെ സെക്യൂരിറ്റിയായി ആ സീറ്റിൽ അങ്ങനെ ഇരുന്നാൽ മതി. ഹസീന ഇടതുവശത്തെ സീറ്റ് ചൂണ്ടിക്കാണിച്ചു. ഓഹോ. ഭദ്രൻ ഒന്ന് മൂളി. അവർ യാത്ര പുറപ്പെടുമ്പോൾ മൈൻ ഹാജി കൈവീശി ടാറ്റ പറഞ്ഞു. മകളെ അപരാധിക്കാൻ പറഞ്ഞു വിടുന്ന തന്ത. ഭദ്രൻ തെല്ലു പരിഹാസത്തോടെ ചുണ്ടുകൂട്ടി. ഇന്നിവളെ ശരിക്ക് സുഖിപ്പിച്ചേ തീരൂ. നാളെ 1 ലക്ഷം രൂപയെങ്കിലും മേടിച്ചെടുക്കണം. എന്നാലേ മാധവി ചേച്ചിയുടെ ആശുപത്രി ചെലവിന് കാശ് തികയും. അല്ലെങ്കിൽ ചിലപ്പോൾ പാവം ആ തള്ളയും മക്കളും കഷ്ടപ്പെടും. എന്താ ആലോചിക്കുന്നത്? ഹസീന തിരക്കി. ഓ, ഒന്നുമില്ല. ഞാൻ നിന്റെ പുതിയ ആപ്പിളയെ പറ്റി ഓർക്കുമായിരുന്നു. പാവം ഹമീദ് വല്ലതും അറിയുന്നുണ്ടോ? ഭദ്രൻ ചിരിച്ചു. ഓ, അതൊന്നും സാരമില്ല. അയാളെ എനിക്ക് അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. കുറച്ച് കാശുണ്ട്, അത്ര തന്നെ. അയാളൊരു ഷണ്ടനേക്ക. ദുബായി ചെന്ന് കുറച്ചുനാൾ നിന്നു. ചുമ്മാ ആ രാജ്യം കണ്ടത് മിച്ചം. പക്ഷേ പൂത്ത കാശാ. ഞാൻ ചോദിച്ചാൽ എത്ര വേണേലും തരും. ഹസീന ഭർത്താവിനോടുള്ള പുച്ഛത്തിൽ മുഖം കോട്ടി. ഒരു നെടുവീർപ്പും. ഇക്കയും കഴിഞ്ഞയാഴ്ച എന്നെ ഉണർത്തിയിട്ട് പോയതാ, മറക്കണ്ട. ഇത്തവണ അതിൻ്റെ മുതലും പലിശയും ചേർത്ത് പിടിച്ച് മേടിച്ചിട്ടേ ഞാൻ വിടൂ. ഹസീന ഭദ്രനെ നുള്ളി. എല്ലാം ശരിയാക്കാം മോളെ, നീ വണ്ടി വിട്.
ഭദ്രൻ അവളുടെ കവിളിൽ മെല്ലെ പിച്ചി. ഹോ, എന്ത് കരുത്താ വിരലുകൾക്ക്. ബെൻസ് ആ കമിതാക്കളെയും കൊണ്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ഹോട്ടൽ സീ ലൈൻ ഇന്റർനാഷണൽ, നഗരത്തിലെ കടൽത്തീരത്തുള്ള സ്റ്റാർ ഹോട്ടൽ. അതിന്റെ പാർക്കിംഗ് ഏരിയയിൽ വിശ്രമിക്കാനായിരുന്നു ബെൻസിന്റെ യോഗം. അകത്ത് സ്യൂട്ട് റൂമിലെ സുഖശീതളിമയിൽ ഭദ്രന്റെ ദേഹത്ത് ഒരു കാട്ടുവള്ളി പോലെ ചുറ്റിപ്പിണഞ്ഞ് ഹസീന. അവളിൽ പടർന്നു കയറി ഭദ്രനും. AC സ്യൂട്ടിൽ നിറഞ്ഞ കുളിരിൽ അവരങ്ങനെ തകർത്തുല്ലസിക്കുമ്പോൾ ഹസീനയുടെ മൊബൈൽ ശബ്ദിച്ചു. ഇപ്പം എടുക്കണ്ട, ഭദ്രൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. അതിനാരെടുക്കുന്നു? ഹസീന ഹിതപ്പോടെ ചിരിച്ചു. പിന്നീട് എപ്പോഴോ ഭദ്രൻ തളർന്നുറക്കമായപ്പോഴാണ് അവൾ കോൾ ലിസ്റ്റ് പരിശോധിച്ചത്. അപരിചിതമായ നമ്പർ. മൊബൈലുമായി അടുത്ത മുറിയിലേക്ക് പോയി ഹസീന തിരിച്ചു വിളിച്ചു. ഉറങ്ങുന്ന ഭദ്രനെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് അടുത്ത മുറിയിലേക്ക് പോയത്. തിരിച്ചു വിളിച്ചപ്പോൾ മറുവശത്ത് കോൾ എടുത്തത് മിനിയാണ്. ഭദ്രേട്ടനുണ്ടോ അവിടെ? മിനി തിരക്കി. നിങ്ങളാരാ? ഹസീന സംശയത്തോടെ തിരക്കി. ഞാൻ മിനി. എൻ്റെ അമ്മയുടെ ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഭദ്രേട്ടനാണ്. പുള്ളിക്കാരൻ ആശുപത്രിയിൽ നിന്നും ദൂരെ എവിടേക്കോ പോയതാണെന്ന് അനിയത്തിയെ വിളിച്ചപ്പോൾ പറഞ്ഞു. ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ആശുപത്രിയിൽ അനിയത്തി സിനിയേ ഉള്ളൂ. അതിനെന്തിനാ എൻ്റെ മൊബൈൽ വിളിച്ചത്? പുള്ളിക്ക് മൊബൈലുണ്ടല്ലോ. ഹസീന തെല്ലു നീരസത്തിലാണ് ചോദിച്ചത്. അത് ഹോസ്പിറ്റലിൽ അനിയത്തിയുടെ കൈ കൊടുത്തു. അവളാ ഈ നമ്പർ തന്നത്. ഹസീന എന്നല്ലേ പേര്? മിനിയുടെ വാക്കുകൾ ഹസീനയുടെ നെഞ്ചിൽ ഒരു വല്ലാത്ത വിഷമം സൃഷ്ടിച്ചു. താൻ സമ്മാനിച്ച മൊബൈൽ വേറേതോ പെണ്ണിന് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്പർ എടുത്ത് വേറൊരുത്തി വിളിക്കുന്നു. ആ ചിന്ത ഹസീനയിൽ ഒരു പോറൽ വീഴ്ത്താൻ പോന്നതായിരുന്നു. നെഞ്ചിൽ വല്ലാത്തൊരു പെരുപ്പ് പടർന്നു. മിനിക്കെന്താ ഭദ്രനുമായി ബന്ധം? പ്രേമമാണോ? അവൾ വെട്ടി തുറന്നങ്ങ് ചോദിച്ചു. അതെ, എന്തേ? അല്ല, നിങ്ങളാരാ? മിനി തിരിച്ചു ചോദിച്ചു. ഞാൻ അങ്ങേരുടെ ഫ്രണ്ടാ. ഞങ്ങളുടെ വീട്ടിലെ വണ്ടി ഓടിക്കുന്നത് ഭദ്രനാ. ഇപ്പോൾ ഞങ്ങൾ കാസർഗോഡ് വരെ വന്നതാ. പുള്ളിക്കാരൻ ഇപ്പം എൻ്റെ കൂടെയില്ല. വരുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറയാം കേട്ടോ. അത്രയും പറഞ്ഞ് ഹസീന കോൾ കട്ട് ചെയ്തു. കാമുകിയാവുമോ? അവൾ സ്വയം ചോദിച്ചു. ഏയ്, സാധ്യതയില്ല. ഇക്ക തൻ്റെ സ്വന്തമാണ്, തൻ്റേത് മാത്രം. വേറൊരു പെണ്ണിനെയും പ്രണയിക്കാൻ അങ്ങേർക്ക് പറ്റില്ല. ആദ്യമായി താൻ പ്രണയിച്ച പുരുഷനാണ്. ആദ്യമായി താൻ സർവ്വതും സമർപ്പിച്ച ആൺപിറന്നവനുമാണ്. വേറെ ഒരുത്തിക്കും താൻ വിട്ടുകൊടുക്കില്ല. ഭർത്താവിനെ പോലും വഞ്ചിക്കാൻ താൻ മടിക്കാത്തതിന് കാരണം ഭദ്രനിക്കയോടുള്ള പ്രേമമാണ്. അങ്ങേരും വേറൊരുത്തിയെ പ്രേമിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് വേറെ വല്ല കേസ് കിട്ടുമാവും. മിനി സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഉള്ളിലൊരു അന്തൻ, ഒരു വിശ്വാസക്കുറവ്. അവൾ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് കോൾ റെക്കോർഡർ ഓൺ ചെയ്ത ശേഷം ഭദ്രനെ വിളിച്ചു. കിടക്കയിൽ പാതി മയക്കത്തിൽ തെല്ലൊരലോസരതയോടെ ഭദ്രൻ ഹസീനയെ നോക്കി. എന്താ? മിനി വിളിക്കുന്നു, ഹസീന പറഞ്ഞു. ഭദ്രൻ ഒന്ന് ഞെട്ടിയ പോലെ അവൾക്ക് തോന്നി. ഉറക്കം പമ്പ കടന്ന ഭദ്രൻ ചാടി എഴുന്നേറ്റു. മൊബൈൽ വാങ്ങി ഉടുമുണ്ട് വാരിച്ചുറ്റി നേരത്തെ ഹസീന പോയ മുറിയിലേക്ക് നടന്നു. ഹസീന ആ ധൃതിപ്പെട്ടുള്ള പോക്ക് കണ്ട് വല്ലാതായി. ആ മിനി, എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? ഭദ്രൻ തിരക്കി. അത് കേട്ടപ്പോൾ ഹസീനയുടെ നെഞ്ചിൽ നിരിപ്പോടെരിയാൻ തുടങ്ങി. അന്ന് രാത്രി തന്നെ രതിയുടെ പാതിയിൽ ഉപേക്ഷിച്ച് ഇങ്ങേര് കടന്നു കളഞ്ഞത് ഇവൾ വിളിച്ചിട്ടാവുമോ? സംശയം ബലപ്പെട്ട ഹസീനയുടെ മുഖം മുറുകി. എങ്കിൽ രണ്ടാളും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന കാര്യം ഉറപ്പ്. അവൾക്ക് കരച്ചിൽ വന്നു. പക്ഷേ സ്വയം നിയന്ത്രിച്ചു. മൊബൈൽ തിരിച്ചു കിട്ടട്ടെ. എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് അറിയാമല്ലോ. ബാക്കി അതിനുശേഷം ആലോചിക്കാം. ഹസീന നെടുനിർശ്വാസം ഉയർത്തിർത്തു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. കഴിയുന്നത്ര പ്രസന്നത നടിച്ചു. ഭദ്രന് യാതൊരു സംശയവും തോന്നാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. സംസാരം കഴിഞ്ഞ് ഫോൺ തിരികെ കിട്ടിയിട്ടും പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. പക്ഷേ ഉള്ളിൽ ഒരു സാഗരം ഇളകി മറയുന്നുണ്ടായിരുന്നു. കാസർഗോഡ് യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുന്നതുവരെ ഹസീന ഭദ്രന്റെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു. കാര്യത്തിന്റെ ഇരിപ്പുവശം അവൾക്ക് പിടികിട്ടി കഴിഞ്ഞിരുന്നു. രണ്ടുപേരുടെയും മൊബൈൽ സംഭാഷണം റെക്കോർഡ് ചെയ്തത് രഹസ്യമായി കേട്ടതിൽ നിന്നും മിനിയും ഭദ്രനും പ്രണയത്തിലാണെന്നും വിവാഹിതം ചെയ്യാൻ പോവുകയാണെന്നും ഹസീനയൊന്ന് ഗൾഫിലേക്ക് തിരിച്ചു പോയാലുടനെ മിനിയും ഭദ്രനും വിവാഹിതരായേക്കുമെന്നും മറ്റും ഭദ്രനും മിനിയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ട ഹസീനയ്ക്ക് രോഷം തിളച്ചു മറിഞ്ഞു. ഉള്ളിൽ ഭദ്രനോടുള്ള വെറുപ്പ് നുരഞ്ഞു പൊങ്ങി. ശരിയാക്കി തരാം,
എന്നെ വെറും കോമാളിയാക്കി നിങ്ങൾ മിനിയെ കല്യാണം കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഹസീന അമർഷത്തോടെ പല്ലു ഞെരുങ്ങി. ഭദ്രനാകട്ടെ തനിക്കെതിരെ സംഹാര രൂപമായി പിറവിയെടുത്തിരിക്കുകയാണ് തൻ്റെ കാമുകി ഹസീന എന്ന കാര്യം തിരിച്ചറിഞ്ഞതേയില്ല. ഒരാഴ്ച കാര്യങ്ങൾ വലിയ തെറ്റില്ലാതെ തന്നെ മുന്നോട്ടു പോയി. മാധവിക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തന്നെ കിട്ടി. പണം ഒരു പ്രശ്നമല്ലായിരുന്നു. പൂർണ്ണ സുഖം പ്രാപിച്ചു കഴിഞ്ഞ ശേഷമാണ് സിനിയും ഭദ്രനും മാധവിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മിനി വന്നിരുന്നില്ല. അച്ചാമ്മയ്ക്ക് സുഖമില്ലത്രേ, വരണ്ട എന്ന് ഭദ്രനും പറഞ്ഞു. ഹസീന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. ഹമീദ് നാട്ടിൽ വന്നിട്ടുണ്ടത്രേ. രണ്ടാളും കൂടി ഗൾഫിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഭദ്രന് സന്തോഷമാവുകയാണ് ചെയ്തത്. ഒരു ശല്യം ഒഴിഞ്ഞല്ലോ. കാമഭ്രാന്തിയായ ഇവിടെയൊക്കെ മേച്ചോണ്ട് നടക്കാൻ വലിയ പാടാണ്. കുറെ കാശുണ്ട്, പക്ഷേ വകതിരിവ് ലേവലേശമില്ല. ആരെയും കൂസാത്ത ഭാവമാണ്. മിനി അങ്ങനെയല്ല, പാവമാണ്. തന്നെ ഭയങ്കര പേടിയും ബഹുമാനമൊക്കെയാണ്. അവളെ കെട്ടുന്നതാണ് തനിക്ക് നല്ലത്. ഹസീനയെ നമ്പാൻ കൊള്ളത്തില്ല. ആ, ഏതായാലും ഹസീന പോട്ടെ, എന്നിട്ടാവാം മിനിയെ കെട്ടുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൾ വല്ല പാരയും പണിയും. ഭദ്രൻ ഒരു ചട്ടമ്പിയിൽ നിന്ന് കാമുകനിലേക്കുള്ള ചൂടുമാറ്റത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. ഇപ്പോഴയാൾ കൊട്ടേഷൻ ജോലികൾ ഏറ്റെടുക്കാറില്ല. തല്ലിനോ വഴക്കിനോ വേറെ പെണ്ണു പിടിക്കാനോ പോവാറുമില്ല. ആൾ പക്ക ഡീസൻ്റായി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഭദ്രന് മിനിയുടെ കോൾ വന്നു. എറണാകുളത്തേക്ക് ചെല്ലാൻ. അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലേക്ക്. അവിടെ അച്ചാമ്മയും മിനിയും മാത്രമേ ഉള്ളൂ അത്രേ. അച്ചാമ്മ തളർന്നു കിടപ്പാണ്. ഒന്ന് കാണണമെന്ന് പറഞ്ഞത്രേ. മിനിയുടെ ഭാവി വരണേ. ഭദ്രന് മറിച്ചൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. നേരെ കൊച്ചിക്ക് വിട്ടു. കൊട്ടാരം പോലെ ഒരു വീടായിരുന്നു അച്ചാമ്മയുടേത്. മുൻകൂട്ടി വിളിച്ചു പറഞ്ഞത് പ്രകാരം മിനി ഉമ്മർത്തുണ്ടാകുമെന്ന് കരുതി. കണ്ടില്ല. വാതിൽ തുറന്നു കിടപ്പുന്നുണ്ട്. കോളിംഗ് ബെൽ അമർത്തി. ബെൽ മുഴങ്ങി. അകത്തോട്ട് പോരെ, ഞാനിവിടെ അച്ചാമ്മച്ചിയുടെ റൂമിലുണ്ട്. 2ാമത്തെ ഹാളിൽ നിന്ന് ലെഫ്റ്റ്. അകത്തു നിന്നും മിനി വിളിച്ചു പറഞ്ഞു. ഭദ്രൻ നേരെ അകത്തേക്ക് ചെന്നു. മിനി പറഞ്ഞ മുറിയിലെത്തിയപ്പോൾ 80 വയസ്സ് തോന്നിക്കുന്ന ഒരു കിളവിയുണ്ട്. കട്ടിലിൽ കിടക്കുന്നു. സമീപത്തെ സ്റ്റൂളിൽ മരുന്നുകുപ്പികൾ. ഒരു ഔൺസ് ഗ്ലാസ്സിൽ പാതി ഒഴിച്ചു വെച്ചിരിക്കുന്ന എന്തോ മരുന്ന്. ഭദ്രന് സഹതാപം തോന്നി. ഇങ്ങനെ കിടത്താതെ ഇതിനെയൊക്കെ നേരത്തെ അങ്ങ് വിളിച്ചൂടെ എൻ്റെ ദൈവമേ. അയാൾ തെല്ലൊരു വിഷമത്തോടെ ഓർത്തു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും മിനിയെ കണ്ടില്ല. അതെ, ഞാൻ ബാത്റൂമിൽ അമ്മച്ചിയുടെ ഉടുപ്പൊക്കെ കഴിയിടുക. ആ സ്റ്റൂളിലെ മരുന്നൊഴിച്ച് വച്ചതിലേക്ക് നീലക്കുപ്പിയിലെ മരുന്നും കൂടി പാതി ഒഴിച്ച് അമ്മച്ചിക്ക് കൊടുക്കാമോ? സമയം തെറ്റി, അതാ. മിനിയുടെ ശബ്ദം ബാത്റൂമിൽ നിന്നും. പിന്നെന്താ, ഒരു ഉപകാരമല്ലേ? ഭദ്രൻ അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. മരുന്ന് 1 ഔൺസ് ഗ്ലാസ്സിൽ ഒഴിച്ച് അച്ചാമ്മയുടെ തുറന്നു കിടന്ന വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അച്ചാമ്മ മരുന്ന് കുടിച്ചിറക്കിയതും ഒന്ന് വെട്ടിപ്പടഞ്ഞു. തീയിൽ വീണ് പാമ്പ് പുളയും പോലെ. ഭദ്രൻ ഒരു നിമിഷം അന്തിച്ചു നിന്നുപോയി. തള്ള ചാവുകയാണ് ദൈവമേ. മിനി, ദേ ഇവര് കടന്നു പിടയുന്നു. ഭദ്രൻ എപ്രാളത്തോടെ മിനിയെ വിളിച്ചു. പക്ഷേ മറുപടി ഉണ്ടായില്ല. മിനി! ഭദ്രൻ ബാത്റൂമിന്റെ കതകിൽ തട്ടി വിളിച്ചു. അകത്ത് ആളുള്ളതായി തോന്നിയില്ല. ഒന്ന് തള്ളി നോക്കി. വാതിൽ തുറക്കപ്പെട്ടു. അതൊരു ബാത്റൂം അല്ലായിരുന്നു, ഒരു ബാൽക്കണി. ഭദ്രന് ആപത്ത് മണത്തു. എന്തോ കുഴപ്പമുണ്ട്. മിനി എവിടെ? തിരികെ മുറിയിലെത്തിയപ്പോൾ അച്ചാമ്മയുണ്ട്. രക്തം ഛർദ്ദിച്ച് ചല്ലം മറ്റു കിടക്കുന്നു. മരിച്ചെന്ന് ഉറപ്പായി. അല്ല, താൻ കൊന്നു. പക്ക ക്രിമിനലായിട്ടും അപ്രതീക്ഷിതമായി താൻ ചെയ്ത കൊലപാതകം ഭദ്രനെ ഭയപ്പെടുത്തി കളഞ്ഞു. മിനി! ഭദ്രൻ അലറി വിളിച്ചു. ശബ്ദം മുറിക്കുള്ളിൽ മുഴങ്ങിയതല്ലാതെ ആരും പ്രതികരിച്ചില്ല. മിനി ചതിച്ചിരിക്കുന്നു. തന്ത്രത്തിൽ തന്നെ കെണിയിൽപ്പെടുത്തിയിരിക്കുന്നു. എന്തിന്? ആർക്കു വേണ്ടി? അതിനു മാത്രം എന്ത് ദ്രോഹമാണ് താൻ അവളോട് ചെയ്തത്? ഇനി ഇവിടെ നിന്നാൽ കുഴപ്പമാണ്. രക്ഷപ്പെടണം. എത്രയും പെട്ടെന്ന് കൊച്ചി വിടണം. ഇവിടെ താൻ ഒട്ടും സുരക്ഷിതനല്ല. ആരും സഹായിക്കാനില്ല. ആകെ ഉണ്ടായിരുന്ന മിനിയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ദുഷ്ട, നയവഞ്ചകി. പിടിക്കപ്പെടുന്നതിന് മുമ്പ് അവളെയും തീർത്തു കളയണം. അതെ, അതാണ് വേണ്ടത്. അവളെ കൊന്നിട്ട് സ്ഥലം വിടാം. പോലീസ് പിടിച്ചാലും സന്തോഷത്തോടെ അകത്ത് കിടക്കാമല്ലോ. ഭദ്രൻ വീട്ടിലെങ്ങും അവളെ തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. നിരാശയിലും ദേഷ്യത്തിലും ധൃതിയിൽ മുൻവശത്തേക്കോടി. ഗേറ്റ് കടന്നതും മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. CI രമേശ് ചന്ദ്രനും സംഘവും ജീപ്പിൽ നിന്നിറങ്ങി ഭദ്രനെ പിടികൂടി. ഈ സമയം മുകൾ നിലയിലെ ഒരു ജനൽ മെല്ലെ തുറക്കുന്നത് ഭദ്രൻ കണ്ടു. ഒരു മിന്നായം പോലെ മിനിയുടെ മുഖം ജനാലയ്ക്കിൽ. അടുത്ത നിമിഷത്തിൽ ഭദ്രനെ പോലീസ് വിലങ്ങ് വെച്ച് ജീപ്പിലേക്ക് തള്ളിക്കയറ്റി.
ജീപ്പ് ഭദ്രനെയും കൊണ്ട് അച്ചാമ്മയുടെ ബംഗ്ലാവിന്റെ പരിസരത്ത് നിന്ന് അകലുമ്പോൾ ഒരു വട്ടം കൂടെ മിനിയുടെ മുഖം ജനാലയ്ക്കിൽ തെളിഞ്ഞു, ക്രൂരമായൊരു പുഞ്ചിരിയോടെ. പനങ്ങാട് പനങ്ങാട് ആളിറങ്ങാനുണ്ടോ? കണ്ടക്ടറുടെ ചോദ്യം. ഭദ്രൻ ഞെട്ടിയുണർന്നു. ശരിക്കും ഉറങ്ങി. കുറെ കാലത്തിനു ശേഷം പുറംകാറ്റ് ഏൽക്കുകയല്ലേ. അടച്ച സ്റ്റോപ്പാണ്, ചെമ്പൻകോട്ട്. ഭദ്രൻ സീറ്റിൽ നിന്ന് എണീറ്റു. ബസ്സിൽ പരിചയക്കാരാരുമില്ല. 20 വർഷം കഴിഞ്ഞില്ലേ. അന്ന് ജനിച്ച പിള്ളേര് പോലും ഇന്ന് മുതിർന്ന വോട്ടവകാശമുള്ള പൗരന്മാരായി കഴിഞ്ഞു. പെൺപിള്ളേരുടെയൊക്കെ കല്യാണം വരെ കഴിഞ്ഞു കാണും. വല്ല വയസ്സന്മാരും തന്നെ തിരിച്ചറിഞ്ഞ ഭാഗ്യം. സ്വന്തം കുടുംബത്തിൽ പോലും ആരും ജീവിച്ചിരിപ്പില്ല. ഒരു പെങ്ങളുണ്ടായിരുന്നത് കൊറോണ പിടിച്ചു മരിച്ചു. അവൾക്കാണെങ്കിലോ കൊച്ചുങ്ങളുമില്ല. ഒരു വീട് ചിലപ്പോൾ തന്നെയും കാത്ത് അവിടെ കിടപ്പുണ്ടാവും. ചിലപ്പോൾ വല്ല സാമൂഹ്യദ്രോഹികളും താവളമാക്കിയിട്ടുണ്ടാവാനും മതി. ബസ് ഇറങ്ങുമ്പോൾ ഭദ്രന്റെ ചിന്ത അതൊക്കെയായിരുന്നു. ചെമ്പങ്കോട്ട് കവല, ഒരു കാലത്ത് താൻ രാജാവായി വാണിരുന്ന സ്ഥലം, ഇപ്പോൾ ഒത്തിരി മാറിയിരിക്കുന്നു. പഴയ ഓടിട്ട കെട്ടിടങ്ങളൊക്കെ പോയി. പുതിയ ബഹുനില പാർക്ക് കെട്ടിടങ്ങൾ ആ സ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്നു. റോഡിന് വീതി കൂടിയിട്ടുണ്ട്. പണ്ട് താൻ ചുമടെടുത്ത് നടന്നിരുന്ന വഴികളും പാണ്ടികശാലകളും ഇപ്പോൾ കാണുന്നില്ല. അന്നത്തെ മൊത്തക്കച്ചവടക്കാരൊക്കെ ചത്തുപോയി കാണും. എല്ലാവരുടെയും പിള്ളേരൊക്കെ അന്നേ വിദേശത്താണ്. 21 വർഷത്തിനപ്പുറം ഭദ്രൻ കവലയിലൂടെ നടന്നു. സിനിമയിലൊക്കെ കാണും പോലെ ജയിലിൽ നിന്ന് വരുന്ന നായകനെയോ വില്ലനെയോ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തലയെക്കെട്ടഴിക്കുന്ന ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവരൊന്നും ശ്രദ്ധിക്കുന്നേയില്ലെന്ന് തോന്നി. ഒരു ഓട്ടോ കിട്ടി. നേരെ വീട്ടിലേക്ക് വിട്ടു. ഓട്ടോക്കാരൻ പയ്യനാണ്. അവനൊന്നും ചോദിച്ചില്ല. ഭദ്രനൊന്നും പറഞ്ഞതുമില്ല. വീടൊക്കെ വല്ലാതെ പഴഞ്ചനായിരിക്കുന്നു. 3 ലക്ഷം രൂപ മുടക്കി താൻ പുതുക്കി പണിതതാണ് 10-25 കൊല്ലം മുമ്പ്. അന്നത്തെ മികച്ച വാർക്കപ്പണിക്കാരും ആശാരിമാരുമാണ് പണിതത്. എന്തായാലും പൊളിഞ്ഞു വീണിട്ടില്ല. ബാങ്കിൽ കുറച്ച് പണം കിടപ്പുണ്ട്. അതിപ്പോ അവിടെ ഉണ്ടെങ്കിൽ രക്ഷയായി. ആരാ? ഒരു ചോദ്യം. സ്ത്രീ ശബ്ദം. അപ്പുറത്തെ വീട്ടിൽ നിന്നാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ പാറുചേച്ചി, ശങ്കരൻ ചേട്ടന്റെ ഭാര്യ. നല്ല പ്രായമായി. ഒരു വടിയുണ്ട് കയ്യിൽ. അകന്ന ഒരു ബന്ധുവാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഭാഗ്യം. ഞാനാ ചേച്ചി, ഭദ്രൻ. ഭദ്രൻ പരിചയപ്പെടുത്തി. പാറുവിൽ ഒരു ഞെട്ടൽ. ഭദ്രനോ? അവർ അന്താളിപ്പോടെ നോക്കി. ജയിലിൽ നിന്ന് വിട്ടു, ഭദ്രൻ പറഞ്ഞു. ദൈവമേ. പാവം പാറുചേച്ചി ഉള്ള ജീവനും കൊണ്ട് വീട്ടിലേക്ക് ഓടി. ഭദ്രന് ചിരി വന്നു, ഒപ്പം ആത്മനിന്ദയും. 70 പിന്നിട്ട കിഴവിക്ക് പോലും ഭയം. അതും 20-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഓർത്ത്. അതല്ല, ഒരു തരത്തിൽ താൻ അത് അർഹിക്കുന്നു. ചെയ്ത തെറ്റിനും ചെയ്യാത്ത തെറ്റിനും. കവലയിൽ ചെന്ന് വീട് വൃത്തിയാക്കുന്നതിനും മറ്റുമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നടക്കാം. വല്ല വണ്ടിയും വന്നാൽ കയറാം. ഭദ്രൻ തിരിച്ചു നടന്നു നേരെ കവലയിലേക്ക്. അപ്പോഴാണ് പല ഭാഗത്തു നിന്നും ആർക്കെയോ ശ്രദ്ധിക്കുന്നത് കണ്ടത്. പഴയവരും പുതിയവരും. ഓടിപ്പോയ തള്ള വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞു കാണും. അവർ നാട് മുഴുകെ ഫോണിലൂടെ അറിയിച്ചും കാണും. ഇപ്പോൾ ശരിക്കും ജയിലിൽ നിന്നിറങ്ങി നാട്ടിൽ വന്ന വില്ലനായി. സിനിമയിൽ എന്ന പോലെ തന്നെ. ഭദ്രൻ ഊറിച്ചിരിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ ഒരു ജംഗ്ഷൻ കണ്ടു. കുറെ കടകളും. താൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. കടക്കാരൻ തങ്കപ്പനെ നോക്കി ഭദ്രൻ ഒന്ന് ചിരിച്ചു. എന്താ തങ്കപ്പ, അറിയോ? ഭദ്രനല്ലേ? തങ്കപ്പൻ മടിച്ചു തിരക്കി. അതെ, ഭദ്രൻ പറഞ്ഞു. തങ്കപ്പൻ വിസ്മയിച്ചു. ജയിലിൽ നിന്ന് വിട്ടോ? അയാൾ അത്ഭുതത്തോടെ തിരക്കി. വിട്ടു തങ്കപ്പ. 10-20 കൊല്ലമായി അല്ലേ? കൊറോണ വന്നപ്പോൾ ഞങ്ങൾ 3-4 പേരെ ബാക്കിയാക്കി മറ്റുള്ളവരെ എല്ലാം കൊണ്ടുപോയി. ഞാൻ പിന്നെ ചുമടെടുപ്പൊക്കെ നിർത്തി കടയിട്ടു. പഴയ പോലെ വയ്യ. വയസ്സ് 19 ആയില്ലേ. ഭാര്യ മരിച്ചു. കൊച്ചിനെ കെട്ടിച്ചയച്ചു. ഇപ്പം ഞാനും ഈ കടയും മാത്രമായി. തങ്കപ്പൻ നെടുവേർപ്പിട്ടു. എനിക്കെൻ്റെ വീടൊന്ന് നന്നാക്കണം. പറ്റിയ പണിക്കാരെ കിട്ടാൻ എന്താ വഴി? ഭദ്രൻ തിരക്കി. പണിക്കാരൊക്കെയുണ്ട്. നിന്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോന്നാ സംശയം. പക്ക ക്രിമിനലാണെന്നല്ലേ നാട്ടിലെ പേര്. 10 കൊല്ലം വിലസിയതല്ലേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ആ ഓർമ്മ വെച്ച് നീ കത്തിയെടുത്താൽ പാവങ്ങൾ പെട്ടുപോകത്തില്ലേ? അതൊന്നുമില്ല തങ്കപ്പ. ഞാൻ അതൊക്കെ നിർത്തി. ഇപ്പോഴല്ല, 10-25 കൊല്ലം മുമ്പ്. എല്ലാം നിർത്തി നല്ലവനാവാൻ നോക്കിയപ്പോഴാ പലിശയും ചേർത്ത് കിട്ടിയത്. തന്നതോ കെട്ടി കൂടെ പൊറിപ്പിക്കാൻ മോഹിച്ച പെണ്ണും. 3-4 കൊല്ലം ജാമ്യം പോലുമില്ലാതെ ജയിലിൽ കിടന്നിട്ടല്ലേ കേസ് വിധിയായത്. 20 കൊല്ലമാ പോയത്. ഇപ്പോഴെൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ.
അവളെ, ആ മിനിയെ ഒന്ന് കാണണം. എന്തിനാ എനിക്കിട്ട് പണിതെന്ന് ചോദിക്കണം. മിനിയോ? ഏത് മിനി? അറിയില്ലേ? പരമേശ്വരൻ്റെയും മാധവിയുടെയും മോള്. ഹോം നേഴ്സായിരുന്നു പണ്ട്. മറന്നോ താൻ? ഓ, മിനി. ഇപ്പൊ ഓർമ്മ വന്നു. അപ്പൊ നീയും അവളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നോ? തങ്കപ്പൻ വിസ്മയിച്ചു. ഭദ്രൻ മോളി. അവളാണോ നിന്നെ പണിഞ്ഞേ? എന്തിന്? ആർക്കറിയാം? അവളോട് തന്നെ ചോദിക്കണം. ആ, അത് ഞാൻ ചോദിച്ചോളാം. ഭദ്രൻ ഒരു സിഗരറ്റ് കത്തിച്ചു. അതിന് അവളിപ്പോ ഈ നാട്ടിലല്ല താമസം. മാധവി മരിക്കുന്നതിന് മുമ്പൊക്കെ വീടൊക്കെ വിറ്റിട്ട് അവർ മലബാറിലോട്ട് പോയി. ആ, നിന്നെ ശിക്ഷിച്ച സമയത്ത് തന്നെ. ഇപ്പോ കോഴിക്കോട്ടെങ്ങാണ്ടാ. അവിടെത്തി കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മാധവി മരിച്ചു. ഇവിടുന്ന് ഞങ്ങൾ കുറേ പേര് പോയിരുന്നു അടക്കത്തിന്. പിന്നെ ഒരു വിവരവുമില്ല. തങ്കപ്പൻ പറഞ്ഞു നിർത്തി. അഡ്രസ് ഉണ്ടോ? ഭദ്രൻ തിരക്കി. തങ്കപ്പൻ പകപ്പോടെ ഭദ്രനെ നോക്കി. ഭദ്ര, അവളെ തട്ടാനെങ്ങാണ്ടുമാണോടാ? തങ്കപ്പൻ ഭീതിയോടെ തിരക്കി. അതിനൊന്നുമല്ലടാ. എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ശിഷ്ടകാലം കൂടെ ജയിലിൽ ചെന്ന് കിടക്കാൻ. ഭദ്രൻ ചിരിച്ചു. തങ്കപ്പനും ആ, അങ്ങനെ പറ. അഡ്രസ്സ് വീട്ടിലെ ഡയറിയിലുണ്ട്. നീ ഇരിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. അയാൾ കടയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി. കടയുടെ പിറകിൽ തന്നെയാണ് വീട്. ഭദ്രൻ തങ്കപ്പൻ വരുന്നതും കാത്ത് സിഗരറ്റും പുകച്ച് അങ്ങനെ ഇരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ദൈവം കൂടെയുണ്ട്. അധികം അലയേണ്ടി വന്നില്ലല്ലോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തങ്കപ്പൻ അഡ്രസ്സുമായി വന്നു. ഭദ്രൻ 500-ന്റെ കുറച്ച് നോട്ടെടുത്ത് തങ്കപ്പനെ ഏൽപ്പിച്ചു. വീട് നന്നാക്കുന്ന ജോലി ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ കോഴിക്കോട് വരെ പോയി മിനിയെ കണ്ടേച്ച് ഷടേനിങ്ങ് വരാം. ഞാൻ വരുമ്പോഴേക്കും വീടും പറമ്പും നല്ല നീറ്റായി ക്ലീനായി കിടക്കണം. കാശ് ഞാൻ എത്ര വേണമെങ്കിലും തരും. നീ നിന്ന് നടത്തി തരണം. തങ്കപ്പൻ എന്തു പറയുമെന്നറിയാതെ നിന്ന് വിളറി ചിരിച്ചു. ഭദ്രൻ യാത്ര പറഞ്ഞ് കടയിൽ നിന്നിറങ്ങി. ഇനി മലബാറിലേക്ക്. നാട് വിട്ടുപോയാൽ രക്ഷപ്പെട്ടെന്നാവും പൊലയാടിമോളുടെ വിചാരം. വരുവാണടി ഞാൻ. ഭദ്രൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നേയുള്ളൂ. ഭദ്രൻ മനസ്സിൽ പറഞ്ഞ് പല്ല് ഞെരിച്ചു. കോഴിക്കോട് നഗരം. മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡ്. സമയം രാവിലെ 4 മണി. ഭദ്രൻ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. സ്റ്റാൻഡിലെ കാപ്പിക്കടയിൽ നിന്നും ഒരു കാപ്പി കുടിച്ചു. പാതി ഇരുട്ടിൽ മയങ്ങിക്കിടക്കുകയാണ് ബസ് സ്റ്റാൻഡും പരിസരവും. ഏതൊക്കെയോ ബസ്സുകൾ എവിടേക്കൊക്കെയോ യാത്രയ്ക്ക് തയ്യാറാവുന്നുണ്ട്. ചേട്ടാ, ഈ പുല്ലാനിമേട് ബസ് എവിടെയോ കിട്ടുന്നത്? ഭദ്രൻ തിരക്കി. 5 മണിയാവും, കടക്കാരൻ പറഞ്ഞു. ഇവിടുന്ന് കുറെ ദൂരമുണ്ടോ? ഒരു 50 കിലോമീറ്റർ കാണും. മലയോരമാ. നിങ്ങൾ എവിടുന്നാ? കുറച്ച് തെക്കുന്നാ. പറഞ്ഞിട്ട് ഗ്ലാസും കാശും കൊടുത്ത് ഭദ്രൻ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ഈ സമയം മറ്റൊരു ഭാഗത്തു നിന്നും ഒരു പെൺകുട്ടി ഭദ്രനടുത്തേക്ക് ധൃതിയിൽ വന്നു. ചേട്ടാ, ചേട്ടൻ പുല്ലാനിമേട് ഭാഗത്തോട്ടാണോ? അവൾ തിരക്കി. ഭദ്രൻ അവളെ ഒന്ന് നോക്കി. ഏതാണ്ട് 18 വയസ്സ് പ്രായം വരും പെൺകുട്ടിക്ക്. ജീൻസും ടോപ്പുമാണ് വേഷം. കയ്യിൽ ഒരു ബാഗുണ്ട്. അതെ, എന്താ? ഭദ്രൻ തിരക്കി. ചേട്ടൻ കടയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നേ. ഞാൻ പുല്ലാനിമേട്ടിലാ. ഇപ്പോൾ എറണാകുളത്തുനിന്ന് വരുന്ന വഴിയാ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു പേടി പോലെ. അവൾ മടിച്ചാണ് പറഞ്ഞത്. ഓ, എന്താ പേര്? ഭദ്രൻ തിരക്കി. മീര. അവൾ ചിരിച്ചു. ചേട്ടൻ്റെ പേര്? ഭദ്രൻ. ഭദ്രൻ പറഞ്ഞിട്ട് ദൂരെ കണ്ട ബെഞ്ചിന് നേരെ നടന്നു. പിന്നാലെ പെൺകുട്ടിയും. പുല്ലാനിമേട്ടിലാണോ വീട്? മീര ഭദ്രനരികിൽ ഇരിക്കുന്നതിനിടയിൽ തിരക്കി. അല്ല, കോട്ടയം. ഓ, ഞങ്ങളും കോട്ടയത്തുകാരാ. ഇപ്പോൾ പക്ഷെ പുല്ലാനിമേട്ടുകാരാ. മീര ചിരിച്ചു. ഭദ്രൻ ഗൗരവത്തിൽ മൂളി. പെണ്ണ് കരവില സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് മനസ്സിലായി. ആ, ഏതായാലും ഈ അന്യനാട്ടിൽ ആ സമയത്ത് സംസാരിച്ചിരിക്കാൻ ഒരു കൂട്ടായല്ലോ. എറണാകുളത്ത് എന്താ ചെയ്യുന്നത്? ഭദ്രൻ തിരക്കി. പഠിക്കുന്നു, നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ. ഓഹോ, എനിക്ക് അങ്ങനെ രാത്രി സഞ്ചരിച്ച വലിയ പരിചയമൊന്നുമില്ല. എന്നാൽ പിന്നെ പകൽ പോന്ന പോരായിരുന്നില്ലേ? ക്ലാസ് കഴിയാതെ പോരാൻ പറ്റില്ലല്ലോ. വണ്ടി വഴിയിൽ കുറേ നേരം എന്തോ തകരാറ് പറ്റി കിടക്കുകയും ചെയ്തു. 12 മണിക്ക് വന്നിറങ്ങിയതാ. ഇതുവരെ ഒറ്റയ്ക്ക് പേടിച്ച് നിൽക്കുകയായിരുന്നു. മീര തെല്ലൊരാശ്വാസമായ മട്ടിലാണ് അത് പറഞ്ഞത്. ഭദ്രന് ചെറിയൊരു കൗതുകമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു അവളോട്. വല്ലതും കഴിച്ചതാണോ? അയാൾ അന്വേഷിച്ചു. നേരത്തെ കാപ്പി കുടിച്ചു. മീര ബാഗിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തു പൊട്ടിച്ചു. 2 എടുത്ത് ഭദ്രന് നീട്ടി. വേണ്ട, നീ കഴിച്ചോ. ഭദ്രൻ നിരസിച്ചു.
2 ബിസ്ക്കറ്റ് അല്ലേ ചേട്ടാ, കഴിക്കുന്നേ. മീര നിർബന്ധിച്ച് ഭദ്രനെ കൊണ്ട് അത് കഴിപ്പിച്ചു. കൊച്ചു കൊള്ളാമല്ലോ, ഭദ്രൻ ഓർത്തു. ഇങ്ങനൊന്നും സ്വതന്ത്രമായി ആരോടും ഇടപെടരുത്, പ്രത്യേകിച്ച് രാത്രിയിൽ, അയാൾ ഉപദേശ രൂപത്തിൽ പറഞ്ഞു. അതെന്താ ചേട്ടാ? നിഷ്കളങ്ക ഭാവത്തിലാണ് മീര തിരക്കിയത്. വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിക്ക്, പറഞ്ഞു തരും. ഭദ്രൻ ഗൗരവം നടിച്ചു. സത്യത്തിൽ അയാൾ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. പാവം കൊച്ച്, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? ഒരു ബസ് ബോർഡ് ലൈറ്റ് ഇട്ടു. പുല്ലാഞ്ഞിമേട്. ഓ, നമുക്കുള്ള ബസ്, മീര ആഹ്ലാദിവതിയായി വിളിച്ചു പറഞ്ഞു. ഭദ്രൻ അവൾക്കൊപ്പം എണീറ്റു. ഇരുവരും ബസ്സിൽ കയറിയിരുന്നു. എന്തോ ഭദ്രനൊപ്പമാണ് മീരയും ഇരുന്നത്. പുല്ലാഞ്ഞിമേട്ടിൽ ആരെ കാണാനാ ചേട്ടാ? അവൾ തിരക്കി. ഒരു പഴയ ഫ്രണ്ടിനെ, ഭദ്രൻ ഉത്തരം നൽകി. ഏത് വീട്ടിലാ? ആ നാട്ടിൽ ഞങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ. 4 ചുറ്റും കാടാ. ഒരു 100 വീട് കാണും. പക്ഷേ എല്ലാവരും നല്ല കൃഷിക്കാരാ, അതുകൊണ്ട് തന്നെ സമ്പന്നരും. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് ഓരോരുത്തർക്കും. ഞങ്ങൾക്കുമുണ്ട് 6-7 ഏക്കർ. അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം അറിയും. മീര വാചാലയായി. പൂമറ്റത്ത് വീട് അറിയോ? ഭദ്രൻ തിരക്കി. ആ, അത് ഞങ്ങളുടെ വീടാ. എൻ്റെ ദൈവമേ, ചേട്ടൻ ഞങ്ങളുടെ ആരാണ്? ബന്ധുവോ മറ്റാണോ? മീര അത്ഭുതം മറച്ചു വെക്കാതെ ജിജ്ഞാസയോടെ തിരക്കി. നിന്റെ അമ്മയുടെ പേര് മിനി എന്നാണോ? അതെ. അമ്മയെ അറിയാമോ? മീരയുടെ കണ്ണുകൾ വിടർന്നു. അമ്മയുടെ അനിയത്തിയുടെ പേരോ? സിനി. പാവം, കൊറോണ വന്ന് മരിച്ചുപോയി. ചിറ്റമ്മ ഇവിടെ അല്ല, തോട്ടിപ്പാലത്താ. അവിടെയാ കെട്ടിച്ചേക്കുന്നേ. അച്ഛൻ എന്താ ജോലി? കർഷകനാ. ഞങ്ങൾക്ക് എല്ലാ കൃഷിയും കുറേ കന്നുകാലികളുണ്ട്. നീ ഒറ്റ മോളാണോ? അതെ. മീര ചിരിച്ചു. അപ്പോ ചേട്ടൻ ഞങ്ങളുടെ ബന്ധുവാണല്ലേ? ഒരു പ്രത്യേക ഇനത്തിലായിരുന്നു അവളുടെ ചോദ്യം. ബന്ധുവല്ല, നിന്റെ അമ്മയും ഞാനും ഒരു നാട്ടുകാരായിരുന്നു 10-25 കൊല്ലം മുമ്പ്. ഭദ്രൻ സൗമ്യത വിടാതെയാണ് പറഞ്ഞത്. കൃത്യം 5 മണിക്ക് തന്നെ ബസ് പുറപ്പെട്ടു. നഗരം പിന്നിട്ട് അത് ഗ്രാമപാതയിലൂടെ ഓടാൻ തുടങ്ങി. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നെൽവയലിലെ മഞ്ഞുകണങ്ങൾക്കിടയിലൂടെ ആ പ്രകാശ വീജികൾ കാണാൻ നല്ല ഭംഗി. തൻ്റെ തോളിൽ ചാരി മയങ്ങുന്ന മീരയെ കണ്ട ഭദ്രനിൽ ഒരു നിമിഷം ഒരു പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞു. മിനി തന്നെ ചതിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തൻ്റെ മോളാകേണ്ടിയിരുന്ന പെണ്ണ്. പാവം, നല്ല ഉറക്കത്തിലാണ്. ശത്രുവിൻ്റെ തോളിലാണ് തല വെച്ച് കിടക്കുന്നതെന്ന് അറിയാതെ. ഞാൻ നിന്റെ വീട്ടുമുറ്റത്ത് കാലുകുത്തുന്നത് വരെയുള്ളൂ കൊച്ചേ, നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും മനസ്സമാധാനത്തോടെയുള്ള ഉറക്കം, ഭദ്രൻ മനസ്സിൽ പറഞ്ഞു. ഇടയ്ക്ക് ബസ് ഒരു കട്ടറിൽ ചാടിയപ്പോൾ മീര ഞെട്ടി ഉണർന്നു. സോറി ചേട്ടാ. അവൾ തോളിൽ നിന്നും എണീറ്റ് നേരെയിരുന്നു. സാരമില്ല, ഭദ്രൻ സാന്ത്വനിപ്പിച്ചു. ചേട്ടനെ അമ്മ വിളിച്ചു വരുത്തിയതാണോ? ഇടയ്ക്ക് പെട്ടെന്നോർത്തതുപോലെ മീര തിരക്കി. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഭദ്രൻ കൗതുകത്തോടെ അവളെ നോക്കി. കുറെ കാലമായി ഞങ്ങളെയൊന്നും അന്വേഷിച്ച് അമ്മയുടെ നാട്ടിൽ നിന്നൊന്നും ആരും വരാറില്ല. പണ്ട് അമ്മയും ചിറ്റമ്മയും മുത്തശ്ശിയും അവിടുന്ന് വിറ്റു പോന്നതാത്രേ. ഇവിടെ വന്നത് പിന്നെയാ അമ്മയുടെ വിവാഹം കഴിഞ്ഞത്. അച്ഛൻ ഈ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട് പാവം അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. അമ്മയെ എന്നും തല്ലും എന്നെയും. മീരയിൽ ദുഃഖത്തിൻ്റെ നനവ്. ഓഹോ, ഭദ്രൻ അമർത്തിയൊന്ന് മൂളി. അപ്പോൾ അവൾക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. കൊള്ളാം. അല്ലെങ്കിലും ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിയാതെ തന്നെ ചതിച്ച അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നില്ലെന്ന് ഉറപ്പായിരുന്നു. ഇടയ്ക്ക് അമ്മ പറയാറുണ്ട്, നാട്ടിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന്. മീര സങ്കടപ്പെട്ടു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു? എന്തിനാ നാട് വിട്ടത്? ഭദ്രൻ പരിഹാസം പോലെ തിരക്കി. അതേതോ ഭദ്രനെ പേടിച്ചിട്ടാണത്രേ. അച്ഛനും അമ്മയും വഴക്കിടുമ്പോൾ ആ പേര് പറയുന്നത് കേൾക്കാം. ജയിലിൽ നിന്ന് അയാൾ വന്ന അമ്മയെ തേടി പിടിച്ച് വന്ന് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. ഓഹോ, അപ്പോൾ അയാൾക്കെന്തോ കടുത്ത പക നിന്റെ അമ്മയോടുണ്ടാവുമല്ലോ. ഉണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല. എന്തോ കൊലക്കേസിൽ അകത്തു പോയതാ ഭദ്രൻ. പറഞ്ഞത് അമ്മയായിരുന്നത്രേ. അപ്പോൾ ഉറപ്പായിട്ടും ഭദ്രൻ നിന്റെ അമ്മയെ കൊല്ലും. ഭദ്രൻ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. ചേട്ടൻ അറിയുമോ ഭദ്രനെ? മീര ഭയത്തോടെ തിരക്കി. നന്നായി അറിയും. പറഞ്ഞത് ചെയ്യുന്നവനാ ഭദ്രൻ. നിന്റെ അമ്മയോടെ അയാൾക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്, ഭദ്രൻ പറഞ്ഞു. മീരയുടെ മുഖം ഭയത്താൽ വിളറി. അതൊന്ന് പറയാനാ ഞാൻ വന്നത്, ഭദ്രൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ മീരയ്ക്ക് മനസ്സിലൊരു സംശയം തികട്ടി വന്നു. ചേട്ടനാണോ ഭദ്രൻ? അവൾ വിറയാർന്ന സ്വരത്തിലാണ് ചോദിച്ചത്. അതെ, ഭദ്രൻ സമ്മതിച്ചു.
മീര നടുക്കത്തോടെ നെഞ്ചിൽ കൈവച്ചു. സ്വയം അറിയാതെ അവളിൽ നിന്നൊരു നിലവിളി ഉയർന്നു. ദൈവമേ, എന്തേ, പേടിച്ചോ? ഭദ്രന്റെ ചോദ്യം. അവൾ അതെ എന്ന അർത്ഥത്തിൽ മൂളി. പേടിക്കണ്ട, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ നിന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം. അവളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അവക്ക് ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്തിനാ എന്നെ ചതിച്ചതെന്ന് അതിന് എനിക്ക് ബോധ്യമാവുന്ന ഒരു കാരണം അവൾ പറഞ്ഞാൽ അവളെ ഞാൻ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ? മീര ഭയത്തോടെ ഭദ്രനെ നോക്കി. നിന്റെ അമ്മയെ ഞാൻ കൊല്ലും, ഭദ്രൻ മൂർച്ചയോടെ പറഞ്ഞു. മീരയിൽ ഒരു ദീർഘനിശ്വാസമുണ്ടായി. ബസ് പുല്ലാഞ്ഞിമേട് ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ബസ് ഇറങ്ങിയ മീര ഭദ്രനെ ശ്രദ്ധിക്കാതെ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. ഭദ്രൻ അവളെ പിന്നിൽ നിന്ന് വിളിക്കാനോ പിന്തുടരാനോ ഒന്നും ശ്രമിച്ചില്ല. തൊട്ടടുത്ത ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചു. അടുത്ത കടയിൽ നിന്നും ഒരു പാക്കറ്റ് സിഗരറ്റും വാങ്ങി. ഒരു ചെറിയ കവലയാണ് പുല്ലാഞ്ഞിമേട്. ബസ് സ്റ്റാൻഡും ചെറുതാണ്. ആകെ 3 ബസ്സുകളെ കോഴിക്കോട്ട് നിന്നും അങ്ങോട്ട് സർവീസ് നടത്തുന്നുമുള്ളൂ. റോഡരികിൽ ടാക്സി ജീപ്പുകൾ കണ്ടു. 3-4 ഓട്ടോറിക്ഷകളും സ്റ്റാൻഡിലുണ്ട്. ഓട്ടോ ഡ്രൈവറോട് വഴി ചോദിച്ചു. അയാൾ വഴി പറഞ്ഞു. ദാ ആ വഴിയെ 1/2 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ. പൂമുറ്റത്തെ മീരമോള് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ചന്ദ്രൻ ചേട്ടൻ ഇപ്പൊ പാലും കൊണ്ട് വരും, ഡ്രൈവർ പറയുമ്പോൾ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടു. ആ, അതാ വരുന്നു ചന്ദ്രൻ ചേട്ടൻ, ഡ്രൈവർ പറഞ്ഞു. ഭദ്രൻ തിരിഞ്ഞു നോക്കി. 6 അടി ഉയരവും ഒത്ത വണ്ണമുള്ള ഒരാൾ ബൈക്ക് നിർത്തി ഇറങ്ങുന്നു. 2 വലിയ പാൽപാത്രങ്ങൾ എടുത്ത് പാൽ ശേഖരിക്കുന്ന കടയിലേക്ക് വെക്കുന്നു. പൂമറ്റത്ത് ചന്ദ്രൻ. ചന്ദ്രൻ ചേട്ടാ, ദാ നിങ്ങളെ നോക്കി ഒരാള്, ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. ചന്ദ്രൻ ഒന്ന് നോക്കി. ഭദ്രനെ കണ്ടപ്പോൾ അപരിചിതഭാവവും ഒപ്പം തെല്ലൊരു സംശയവും. ആരാ? ചന്ദ്രൻ അങ്ങോട്ട് വന്ന് തിരക്കി. ഭദ്രൻ, ഭദ്രൻ പറഞ്ഞു. ചന്ദ്രനിൽ ഒരു ഞെട്ടൽ പടർന്നത് അയാൾ കണ്ടു. മനസ്സിലായില്ലേ? മുഖത്തെ നടുക്കം മറിച്ച് ചന്ദ്രൻ തിരക്കി. അങ്ങനെ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. തന്റെ ഭാര്യ മിനിയില്ലേ, അവൾക്ക് മനസ്സിലാവും. ഞാൻ അവളുടെ ഒരു ബന്ധുവാ, ഭദ്രൻ തെല്ലൊരു പരിഹാസത്തോടെ പറഞ്ഞു. ചന്ദ്രൻ ചുറ്റുപാടും ഒന്ന് നോക്കി. പിന്നെ വെളുക്കി ഒന്ന് ചിരിച്ചു. അയ്യോ, ഇപ്പോഴാ ഓർത്തെ. നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. മിനി മുമ്പ് പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. വാ, വീട്ടിലോട്ട് പോവാം. ഭദ്രന്റെ കരം പിടിച്ച് ചന്ദ്രൻ ബൈക്കിനരിയിലേക്ക് കൊണ്ടുപോയി. കേരളിയാ. ബൈക്കിൽ കയറിയിരുന്ന ചന്ദ്രൻ ഭദ്രനെ ക്ഷണിച്ചു. നാട്ടുകാർക്ക് മുന്നിലെടുത്ത അടവാണതെന്ന് മനസ്സിലായെങ്കിലും ഭദ്രൻ തൽക്കാലം അത് മനസ്സിലായതായി ഭാവിച്ചില്ല. ബൈക്കിൽ ചന്ദ്രന് പിറകിലായി കയറിയിരുന്നു. പോകാം. ചന്ദ്രൻ ബൈക്ക് മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആൾപെരുമാറ്റമില്ലാത്ത റോഡിലെത്തി. ചന്ദ്രൻ ബൈക്ക് നിർത്തി. ഇറങ്ങ്, അയാൾ നിർദ്ദേശിച്ചു. വീടെത്തിയോ? ഭദ്രൻ തിരക്കി. അതൊക്കെ പറയാം, അങ്ങോട്ട് ഇറങ്ങാദ്യം. ചന്ദ്രൻ തിടുക്കപ്പെട്ടു. ഭദ്രൻ ബൈക്കിൽ നിന്നിറങ്ങി. അതേ, നാട്ടുകാരറിഞ്ഞ നാണക്കേടാവുന്നത് കൊണ്ടാ ഇത്ര വരെ കൊണ്ടുവന്നത്. നീ വലിയ മറ്റടുത്ത ഗുണ്ടയും കൊലയാളിയുമാണെന്നൊക്കെ എനിക്കറിയാം. മിനിയെ നീ കുറെ കാലം വച്ചോണ്ടിരുന്ന കാര്യവും എനിക്കറിയാം. ആ ഒരു ഷോയുടെ പുറത്ത് ഈ നാട്ടിൽ വന്ന ആളാകാൻ നിൽക്കരുത്, മനസ്സിലായോ? ചന്ദ്രൻ രൂക്ഷഭാവത്തിൽ ഭദ്രനെ നോക്കി. ചുമ്മാ പേടിപ്പിക്കല്ലേ ചന്ദ്ര. വെറും കൈയും വീശി ഒറ്റയ്ക്ക് നിന്റെ ഈ പുല്ലാഞ്ഞിമേട്ടിൽ ഞാൻ വന്നത് ഇതുപോലത്തെ ചപ്പടാച്ചിയും കേട്ട് ചുമ്മാ തിരിച്ചു പോവാനല്ല, തീർത്ത് കെട്ടാനാ നിന്റെ കെട്ടിയോളെ, മിനിയെന്ന ഓർവാണിച്ചിയെ. ഭദ്രനും ഗൗരവത്തിലായി. ഓഹോ. ചന്ദ്രൻ ബൈക്കിൽ നിന്നിറങ്ങി ഭദ്രന്റെ മുന്നിൽ മുഖത്തോട് മുഖം വന്നു നിന്നു. നീ കൊന്നു തള്ളിയ പാവങ്ങളെ പോലെയല്ല ചന്ദ്രൻ. കാലൻ ചന്ദ്രൻ എന്നാ ഈ നാട്ടുകാരനെ രഹസ്യമായി വിളിക്കുന്നത്. നിനക്ക് പോന്നവൻ തന്നെ ഭദ്ര, ഞാനും. ചന്ദ്രൻ മുരണ്ടു. ഭദ്രൻ ചിരിക്കുകയാണ് ചെയ്തത്. ഹാ, അതിപ്പോ നീണ്ട കുടയെ ചിലർ കാലം കുടയെന്ന് വിളിക്കും. അതിനിപ്പോ എന്താ? ചുമ്മാ പിപ്പിലി പറയാതെ വണ്ടി എടുക്കുക മോനെ ചന്ദ്ര. നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോകാം. ഭദ്രൻ നിസ്സാര മട്ടിൽ പറഞ്ഞിട്ട് ചന്ദ്രനെ ബൈക്കിൽ കയറാനായി തോളിൽ പിടിച്ച് പ്രോത്സാഹിപ്പിച്ചു. തിരിഞ്ഞു നിന്ന് ചന്ദ്രൻ ഭദ്രനെ ആക്രമിച്ചത് പൊടുന്നനെയാണ്. ഭദ്രൻ പക്ഷെ അത് പ്രതീക്ഷിച്ചിരുന്നു. മുഖത്തിന് നേരെ വന്ന അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഭദ്രൻ ചന്ദ്രന്റെ കാലിൽ പിടിച്ച് മറിച്ചിട്ടു. ചന്ദ്രൻ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് വീണു. ഭദ്രൻ അയാളുടെ നെഞ്ചിൽ കാലമർത്തി. എടാ പുല്ലേ, നീയല്ല നിന്റെ തന്ത വന്നാലും വന്ന കാര്യം നടത്തിയിട്ടേ ഭദ്രൻ പോകൂ. അതുവരെ നിന്റെ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യും. എതിർക്കാൻ നിന്നാ പൊലയാട് മോനെ, തീർത്തു കളയും ഞാൻ, പറഞ്ഞിട്ട് ഭദ്രൻ കാലയച്ചു. ചന്ദ്രൻ പക്ഷേ ആ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. ചാടി എണീറ്റ അയാൾ ഭദ്രനെ പിന്നിൽ നിന്ന് തൊഴിച്ചു. ഭദ്രൻ കമിൾ നടിച്ചു വീണു. എന്റെ നാടാണത് ഇത്. ഏത് കോണത്തിലെ ഗുണ്ടയാണെങ്കിലും ഇവിടെ വന്ന ആള് കളിക്കാൻ നീ വളർന്നിട്ടില്ലടാ നോയിന്റെ മോനെ.
നിന്നെ കൊന്നാലും എന്നോടൊരു പട്ടിയും ചോദിക്കത്തില്ലടാ. ചന്ദ്രൻ ഭദ്രന്റെ തലയ്ക്ക് ചവിട്ടി. ഹാ! ഭദ്രൻ വേദന എടുത്ത് ഞരങ്ങി. രാത്രി കാലങ്ങളിൽ ഇവിടെ പുലി ഇറങ്ങാറുണ്ട്. പലപ്പോഴും ഇര കിട്ടാതെ മടങ്ങാറുമുണ്ട്. നിന്നെ അല്പപ്രാണനായി കാടിനടുത്ത് കൊണ്ടിട്ടാ അത് വന്ന് കടിച്ചു തിന്നോളും. അങ്ങനാടാ പല കൊലപാതകങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത്. കാലൻ ചന്ദ്രനെ ആളുകൾ ചുമ്മാ വിളിക്കുന്നതല്ലട മയിലേ, അറിയാവുന്നവർ വിളിക്കുന്നതാ. ചന്ദ്രൻ ഭദ്രന്റെ പുറനടുവിന് ചവിട്ടി. ഭദ്രൻ പിടഞ്ഞുപോയി. ചന്ദ്രൻ മർമാണിയാണെന്ന് ഭദ്രന് മനസ്സിലായി. തിരിച്ചടിക്കാൻ താമസിച്ചാൽ ഇവൻ തന്നെ കൊല്ലും. ആ ചിന്തയിൽ ഭദ്രനൊന്ന് വെട്ടിത്തിരിഞ്ഞു. ചന്ദ്രന്റെ അടിതാമി നോക്കി ഒരു തൊഴി. ഔ! ചന്ദ്രൻ ഇരു കൈകൊണ്ടും നാഭി പൊത്തി കുനിഞ്ഞിരുന്നു പോയി. ചാടി എണീറ്റ ഭദ്രൻ ചന്ദ്രന്റെ കഴുത്തിന് പിന്നിൽ കൈപ്പത്തി കൊണ്ട് ആഞ്ഞു വെട്ടി. ചന്ദ്രൻ ഒന്ന് വിട്ടി വിറച്ചു. കണ്ണുകൾ തുറച്ചു. ശ്വാസത്തിനായി പിടഞ്ഞു. ഒടുവിൽ മണ്ണിൽ മുഖം കുത്തി വീണു. പുല്ലൻ ചത്തോ? ഭദ്രൻ ചന്ദ്രന്റെ മൂക്കിനു മുന്നിൽ കൈവച്ച് നോക്കി. നേർത്ത ശ്വാസമുണ്ട്. തൽക്കാലം ശരീരം വലിച്ച് കുറ്റിക്കാട്ടിലിട്ടേക്കാം. ഇവൻ പറഞ്ഞതുപോലെ വല്ല പുലിയോ മറ്റോ വന്ന് തിന്നാലോ. ഭദ്രൻ ചന്ദ്രനെ വലിച്ച് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ പതിയാത്ത ഒരിടത്ത് കൊണ്ടുചെന്നിട്ടു. അയാളുടെ ബൈക്കും തള്ളി മറയത്തേക്ക് വെച്ചു. പിന്നെ മിനിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. മീര വന്ന് വിവരം പറഞ്ഞ നിമിഷം മുതൽ ഭയത്തിന്റെ കൊടുമുടി കയറി നിൽക്കുകയായിരുന്നു മിനി. ഭദ്രൻ വന്നാൽ ഉറപ്പായിട്ടും തന്നെ കൊല്ലും. ചന്ദ്രേട്ടനെയും മോളെയും കൂടി ഇല്ലാതാക്കാനും അയാൾ മടിക്കില്ല. ശവം തേടി നടക്കുന്ന കഴുകനാണ് അയാൾ. ചോരയുടെ ഗന്ധം ആസ്വദിക്കുന്ന ചെകുത്താൻ. ദുഷ്ടതയല്ലാതെ മറ്റൊന്നും മനസ്സിലില്ലാത്ത നരാധമൻ. ഭദ്രനെതിരെ കരുത്തനായ ഒരു പുരുഷൻ കൂടെ വേണം എന്ന് ഉറപ്പിച്ചിട്ടാണ് ചന്ദ്രേട്ടനെ കെട്ടിയതും അയാളെ തല്ലും തൊഴിയും കുത്തുവാക്കുകളും സഹിച്ച് പിടിച്ചു നിൽക്കുന്നതും. കൃത്യസമയത്ത് പക്ഷെ അയാളും ഫോൺ എടുക്കുന്നില്ല. എവിടെ പോയി ചെത്തു കൊടുക്കുവാണോ പണ്ടാരക്കാലൻ. അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയോ? മിനി തിരക്കി. ഇല്ലമ്മേ, റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. മീര പറഞ്ഞു. നാശം പിടിക്കാൻ. ഇങ്ങേരിത് എവിടെ പോയി കിടക്കുന്നോ എന്തോ. മിനി പ്രാഗി. ഈ സമയം മുറ്റത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടു. ഒപ്പം ഒരു വിളിയും. മിനി! എടി മിനി! ഭദ്രന്റെ ശബ്ദം 1/4 നൂറ്റാണ്ടിനപ്പുറവും തിരിച്ചറിഞ്ഞു മിനി. തല മുതൽ ഉച്ചി വരെ ഒരു വിറയൽ പടർന്നു കയറി. ഒന്ന് പുറത്തോട്ടിറങ്ങി വാടി മോളെ, ഭദ്രൻ ചേട്ടൻ വന്നിരിക്കുന്നടി. ഇപ്പോൾ ആൾ ഉമ്മറത്തെത്തിയിരിക്കുന്നു. കോലായിലേക്ക് കയറിയെന്നുറപ്പായി. മോളെ! മിനി വിറയാർന്ന സ്വരത്തിൽ മീരയെ വിളിച്ചു. മീരയും ഭയന്ന് വിതുമ്പി. തുറന്നില്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. ഭദ്രന്റെ ഭീഷണി. എന്തു ചെയ്യണമെന്നറിയാതെ മിനിയും മീരയും നിന്ന് വേർത്തു. സമീപത്തെങ്ങും തന്നെ മറ്റു വീടുകളോ സഹായിക്കാൻ കരുത്തുള്ള ആൾക്കാരോ ഇല്ല. വന്നില്ലെങ്കിൽ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ചന്ദ്രനെ ഞാൻ കണ്ടായിരുന്നു. കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ പേടിച്ച് സ്ഥലം വിട്ടു. ഇനി വരത്തില്ല. വന്നാൽ അവന്റെ ചാവടിന്തരം ഞാൻ നടത്തുമെന്ന് അവന് ബോധ്യമായിട്ടുണ്ട്. ഭദ്രൻ പറഞ്ഞത് അത്രയും കേട്ട മിനി ശരിക്കും സ്തബ്ധയായത് അപ്പോഴാണ്. ഇത്രയും നേരം നേർത്തൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ചന്ദ്രൻ വരുമെന്നും തന്നെ രക്ഷിക്കുമെന്നും. ഇനി അതും വേണ്ട. വെറുതെ അല്ല അങ്ങേര് ഫോൺ എടുക്കാത്തത്. അങ്ങനെ ഭയന്നിടുന്ന ആളല്ല ചന്ദ്രേട്ടൻ. ഇന്നോളം താനത് കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഭദ്രൻ ചന്ദ്രേട്ടനെ. മിനിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ പാഞ്ഞു. അവൾ മീരയെ കെട്ടിപ്പിടിച്ചു. അമ്മേ! മീര നിലവിളിച്ചു. വാതിലിൽ വീണ്ടും വീണ്ടും മുട്ടുന്ന ശബ്ദം. ഭദ്രന് ക്ഷമ നശിച്ചെന്ന് വ്യക്തം. ഒടുവിൽ മിനി കതക് തുറന്നു. മുന്നിൽ ഭദ്രൻ. ക്രൂരമായ ഒരു ചിരിയോടെ വാതിൽ നിറഞ്ഞു നിൽക്കുകയാണ് അയാൾ. 20 വർഷങ്ങൾക്കിപ്പുറം ഭദ്രനെ കാണുകയാണ്. അല്പം നരച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഭദ്രനും മിനിയെ തന്നെ നോക്കി കുറച്ചു നേരം നിന്നു. കൊള്ളാം, ഒന്ന് തടിച്ച് മിനുങ്ങിയിട്ടുണ്ട്, നരച്ചിട്ടൊന്നുമില്ല. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതി അല്ലേടി? ഭദ്രൻ തിരക്കി. സൗമ്യഭാവമായിരുന്നെങ്കിലും ശബ്ദത്തിന് നല്ല മൂർച്ചയുണ്ടായിരുന്നു. മിനിയും ഒപ്പം നിന്ന് മീരയും തൊണ്ട വരണ്ടു നിന്നു. മോളകത്തു പോ, എനിക്ക് നിന്റെ അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഭദ്രൻ ആവശ്യപ്പെട്ടു. മീര പക്ഷേ മടിച്ചു നിന്നു. ഭദ്രന്റെ മുഖത്ത് കോപം ജ്വലിച്ചു. അകത്തുപോടി! ഇടിവെട്ടും പോലെ ഒരലർച്ച. കിടുങ്ങിപ്പോയി മീര. അറിയാതെ അകത്തേക്ക് ഓടിപ്പോയി. നിന്റെ പൂർവകാല ചെയ്തികളൊന്നും അവൾ അറിഞ്ഞിട്ടില്ലല്ലോ? ഓ! ഭദ്രൻ മിനിയെ നോക്കി. ഇല്ല. മിനിയുടെ വാക്കുകൾ പതറി. ആ, അതാ പോകാൻ പറഞ്ഞത്. ഭദ്രൻ മിനിയുടെ ഇരുതോളിലും കൈകൾ വെച്ചു. എതിർക്കാനോ തട്ടി മാറ്റാനോ പിന്നോട്ട് മാറാനോ പോലും സാധിക്കാതെ മിനി തറഞ്ഞങ്ങനെ നിന്നു. ഒരു പാതിരായ്ക്ക്
വീട്ടിൽ പോവാൻ പേടിച്ച് വിതുമ്പി നിന്ന് നിന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചപ്പോഴാണ് നീ എന്നെ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെ വീട്ടിൽ തനിച്ചായ നിന്നെ ബന്ധത്തിൽപ്പെട്ട ഒരുത്തൻ പീഡിപ്പിക്കാൻ വന്നപ്പോൾ അവനെ കൊന്ന ഒരു ഭ്രാന്തിയെപ്പോലെ ധിക്കറിയാതെ ഓടിയ നിന്നെ ആ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷിക്കാനും ഞാനുണ്ടായിരുന്നു. നിത്യരോഗിയായ നിന്റെ അമ്മയെ ശരിയായ ചികിത്സ നൽകി രോഗം മാറ്റി തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാനും ഞാൻ നിന്നെ സഹായിച്ചു. ഇതിനിടയിൽ പ്രേമത്തോടെ അല്ലാതെ കാമത്തോടെ നിന്നെ ഞാൻ നോക്കിയിട്ടില്ല. ഇരുട്ടിന്റെ മറവിൽ പ്രാപിക്കാൻ വന്നിട്ടില്ല. പിന്നെങ്ങനാടി ഞാൻ നിന്റെ ശത്രുവായത്? ഭദ്രന്റെ ചോദ്യത്തിനു മുന്നിൽ മിനി കുറച്ചു നേരം പകച്ചു നിന്നു. പറയടി, എന്തായിരുന്നു ഞാൻ ചെയ്ത തെറ്റ്? ഭദ്രൻ അവളെ പിടിച്ചു കുലുക്കി. പറഞ്ഞാ എന്നെ കൊല്ലാതെ വിടുമോ? എൻ്റെ മോളെയെങ്കിലും? മിനി എവിടുന്നോ ലഭിച്ച ധൈര്യത്തോടെ മറു ചോദ്യം ഉന്നയിച്ചു. അത് നിന്റെ മറുപടി കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും, ഭദ്രൻ മുരൾച്ച പോലെ പറഞ്ഞു. ഓർമ്മയുണ്ടോ നിങ്ങൾ കൊന്നുകളഞ്ഞ എൻ്റെ രാജേട്ടനെ, കിളിപ്പറമ്പിൽ രാജനെ? മിനി തിരക്കി. കിളിപ്പറമ്പിൽ രാജൻ, പുഴയിലെ മരണക്കയത്തിലേക്ക് താൻ തള്ളിവിട്ട രാജൻ. ഭദ്രന്റെ ഓർമ്മയിൽ അയാളുടെ മുഖം മെല്ലെ തെളിഞ്ഞു വന്നു. അന്ന് നിങ്ങൾ കൊന്നു തള്ളിയത് എൻ്റെ ഭാവി വരനെയാണ്, എൻ്റെ പ്രണയത്തെ, എൻ്റെ നല്ല ജീവിതത്തെ. അപകട മരണമാണെന്ന് കരുതി മനസ്സിലെ മുറിവുണക്കാൻ പാടുപെടുന്നതിലാണ് നമ്മൾ പരിചയപ്പെടുന്നതും അടുക്കുന്നതും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതും. പക്ഷേ അതെല്ലാം നിങ്ങൾ കരുതിക്കൂട്ടി തയ്യാറാക്കിയ നാടകത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ അറിയുന്നത് ഹസീന പറയുമ്പോഴാണ്. ഹസീന? ഭദ്രന്റെ ഓർമ്മയിൽ ഒരു സ്ഫോടനം ഉണ്ടാക്കാൻ പോന്നതായിരുന്നു ആ പേര്. നിങ്ങൾ എന്നെക്കുറിച്ച് അവളോട് പറഞ്ഞിരുന്നത് എന്നോട് നിങ്ങൾക്ക് പ്രേമമായിരുന്നത്രേ. രാജേട്ടനും ഞാനും പ്രേമത്തിലായിരുന്നെന്ന് അറിഞ്ഞ് നിങ്ങൾ രാജേട്ടനെ സമർത്ഥമായി കൊന്നു. പിന്നെ ഞാനുമായി പരിചയപ്പെടാൻ തന്ത്രപൂർവ്വം വഴികൾ ഒരുക്കി. മണ്ടിയായ ഞാൻ അതിൽ പെട്ടുപോയി. എന്നെ ഒരു കൊലപാതകയാക്കിയതുപോലും നിങ്ങളുടെ തന്ത്രമായിരുന്നെന്നാ ഹസീന പറഞ്ഞത്. രൂപേഷിനെ ഞാൻ കൊന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വന്ന് കൊന്നേനെ, എന്നിട്ട് എന്നെ കൂടി അതിൽ പെടുത്തിയേനെ. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ രാത്രി വീട്ടിൽ വരുമെന്നും കാവലിനായി രൂപേഷിനെ ചട്ടം കെട്ടണമെന്നും സിനിയുടെ കൂട്ടുകാരി സ്വപ്നയെ കൊണ്ട് അവളോട് പറയിപ്പിച്ചത്? പറ, എന്റെ ശവം തിന്നെ കൊതി പിടിച്ച് വരുന്നതിനു മുമ്പ് സത്യം തുറന്നു പറ നിങ്ങൾ. മിനി എല്ലാ നിരാശയും ദുഃഖവും ചേർന്ന് ഒരു കടലായി പൊട്ടിയൊഴുകി. ഭദ്രൻ അവൾ പറഞ്ഞത് അത്രയും കേട്ട് പെട്ടെന്നൊരു മറുപടിയില്ലാതെ തറഞ്ഞങ്ങനെ നിന്നു. എന്തെല്ലാമാണ് നടന്നിരിക്കുന്നത്? ഹസീന, ആ കഴിവറുടെ മോൾ എന്തൊക്കെയാണ് ഇവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? അതും എന്ത് കാര്യത്തിന്? അവളുടെ ആഗ്രഹം പോലെ രാജിനെ കൊന്നുകൊടുത്തതിനോ? അതോ മുന്നും പിന്നും നോക്കാതെ അവളുടെ കാമപൂർത്തിക്ക് വശംവദനായി കൊടുത്തതിനോ? ദുഷ്ട ക്രൂര പിശാച്ച്, കടിച്ചതിലും വലുതാണ് അളയലുള്ളതെന്ന് പറഞ്ഞതുപോലെയായല്ലോ കാര്യം. ഇപ്പോൾ മിനിയല്ല തെറ്റുകാരി. തെറ്റിദ്ധരിക്കപ്പെട്ട ഇവൾ തന്നെ വിളിച്ചു വരുത്തി കുറ്റവാളിയാക്കിയതിൽ ഇപ്പോൾ തെറ്റു പറയാൻ തോന്നുന്നില്ല. സകല കള്ളങ്ങളും കോർത്തിണക്കി ഒരു കഥ മെനഞ്ഞ് അതിവൾക്കു മുമ്പാകെ മനോഹരമായി അവതരിപ്പിച്ച ഹസീന എന്ന മിടുക്കിയാണ് ശരിക്കും കുറ്റവാളി. അവളെയാണ് വിചാരണയ്ക്ക് വിധേയയാക്കേണ്ടത്. ഭൂമിക്ക് മുകളിൽ വെച്ച് വാഴിക്കാൻ പാടില്ലാത്തത്. കൊല്ലണം, ആ പുന്നാര മോളെ കൊല്ലണം. ഭദ്രൻ തിരിഞ്ഞു നടന്നു. പോവാണോ? മിനിയുടെ ചോദ്യം പിന്നിൽ നിന്നും. ഭദ്രൻ മൂളി. കൊല്ലുന്നില്ലേ? നിന്നെയല്ല, ഈ നട്ട കുരുക്കാത്ത നുണകൾ മുഴുവൻ നിനക്ക് പറഞ്ഞു തന്ന ഒരുത്തിയുണ്ടല്ലോ, അവളെയാണ് കൊല്ലേണ്ടത്. ഭദ്രൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. നിങ്ങളെ ചതിച്ചത് ഞാനാണ്, അവളല്ല. മിനി മുന്നോട്ട് വന്നു. നീ വെറും ആയുധം മാത്രം. വെട്ടിയ കൈ അവളുടേതാണ് മിനി. നിന്നെ എന്നെ ഒരുപോലെ ചതിച്ചത് അവളാണ്. ഇല്ലാക്കഥ നിന്നെ വിശ്വസിപ്പിച്ച് എനിക്കെതിരെ തിരിച്ചു. അക്കാലത്തെ എന്നെ നേരിട്ട് എതിർക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാവും അച്ചാമ്മ എന്ന ജീവച്ചവത്തെ മറയാക്കി എന്നെ നിയമത്തിന് മുന്നിൽ എത്തിച്ചു. എന്നെ ശിക്ഷിക്കാൻ നിനക്ക് കാരണമുണ്ടായിരുന്നു. പക്ഷെ ഹസീന എന്തിനാ അത് ചെയ്തത്? അത് അവളുടെ വായിൽ നിന്ന് തന്നെ അറിയണം. അവൾക്ക് എന്നോട് കാമമായിരുന്നു. അവസരം കിട്ടിയപ്പോഴെല്ലാം അത് തീർത്തു കൊടുത്തതാണ് ഞാൻ. ഒരുപക്ഷെ എക്കാലത്തും അത് വേണമെന്ന് അവൾ ആഗ്രഹിച്ചു കാണും. ആ തെറ്റിന് അവൾ ശിക്ഷ വാങ്ങിയേ പറ്റൂ. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിത്തീരാൻ കാരണം അവളാണ്. എന്ന് വെച്ചാ ഹസീന പറഞ്ഞത് കള്ളമായിരുന്നോ? നിങ്ങളല്ലേ രാജേട്ടനെ കൊന്നത്? മിനി വല്ലായ്മയോടെ തിരക്കി. അവനെ കൊന്നത് ഞാൻ തന്നെ. പക്ഷേ അത് നിന്നെ മോഹിച്ച് ഭ്രാന്തായതിന്റെ പേരിലല്ല, ഹസീനയെ ശല്യപ്പെടുത്തിയതിനാണ്. അത് അവളുടെ കൊട്ടേഷനായിരുന്നു. പിന്നെ രാജൻ നീ ഉദ്ദേശിക്കുന്നത് പോലെ നല്ലവനൊന്നുമായിരുന്നില്ല. നീ കൊന്ന രൂപേഷിനേക്കാൾ ഊളയായിരുന്നു. അതുകൊണ്ട് തന്നെ നീ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. എനിക്കതിൽ കുറ്റബോധം ലെവലേശമില്ല.
കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഹസീനയെ ഉപദ്രവിക്കാൻ നോക്കിയ രാജനെ ഇരു ചെവി അറിയാതെ തീർക്കാൻ അവൾ തന്ന കൊട്ടേഷനായിരുന്നു. എന്നിട്ട് അവൾ തന്നെ നിന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ മോഹിച്ചാണ് നിന്റെ നല്ലവനായ രാജേട്ടനെ കൊന്നതെന്ന്. അതോടെ എൻ്റെ ജീവിതം തീർന്നു കിട്ടി. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ആണിക്കല്ലായ ഹസീന ഇനി അങ്ങനെ സുഖിച്ച് വാഴണ്ട. ഭദ്രൻ പറഞ്ഞു നിർത്തി. മിനി എന്തു പറയണമെന്നറിയാതെ ഒരേ നിൽപ്പ് നിൽക്കെ ഭദ്രൻ ധൃതിയിൽ നടന്നു നീങ്ങി. ജനലിലൂടെ അത് കണ്ടു നിൽക്കുകയായിരുന്നു മീര. ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞു പോയതിൻ്റെ സമാധാനം. ഇടയ്ക്ക് ഭദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ, ഒരു കാര്യം പറയാൻ വിട്ടു. നിന്റെ ഭർത്താവ് എൻ്റെ പേരും പറഞ്ഞ് നിന്നെ തല്ലാറുണ്ടെന്ന് മീരമോള് പറഞ്ഞു. ഇനി അതുണ്ടാവില്ല. ഞാനവനെ ഒന്ന് ഗുണദോഷിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലം കട്ടിലിൽ കിടന്ന് TV കണ്ട് ജീവിച്ചോളും. നീ തിന്നാൻ വല്ലതും കൊടുത്താൽ മതി. ഭദ്രൻ പറഞ്ഞത് കേട്ട മിനിയും മീരയും ഒരുപോലെ ഞെട്ടി. എന്തായാലും നിനക്ക് വേണ്ടിയും നീ ഒരു കാരണമായിരുന്നല്ലോ എല്ലാം. ഇതും ആ അക്കൗണ്ടിലിരിക്കട്ടെ. മറുപടി കാക്കാതെ ഭദ്രൻ നടന്നു നീങ്ങി. ഞാനാ ഹസീനെ, ഭദ്രൻ. മൊബൈൽ ഫോണിൽ വർഷങ്ങൾക്ക് ശേഷം ഭദ്രന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ഹസീനയിൽ ഞെട്ടനാണ് ഉണ്ടാക്കിയത്, ഒപ്പം അത്ഭുതവും. ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാർ സൈഡിലേക്ക് ഒതുക്കി ഹസീന ഭദ്രന്റെ വാക്കുകൾക്കായി കാത്തുനിന്നു. ഞാൻ ജയിലിൽ നിന്നിറങ്ങി. ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, ഭദ്രൻ പറഞ്ഞു. ഹസീന മൂളി. എനിക്കൊന്ന് കാണണമല്ലോ നിന്നെ. എന്തിനാ? ഹസീന തിരക്കി. ഓ, ചുമ്മാ. കൊല്ലം കുറേ ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അത് നിങ്ങൾ ജയിലിൽ പോയിട്ടല്ലേ? ഹസീന മടിച്ചാണ് പ്രതിവചിച്ചത്. ശരിയാണ്, പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ മുതൽ നിന്നെ കാണാനൊരു മോഹം. ഭദ്രൻ ചിരിച്ചു. എനിക്കിപ്പോൾ അങ്ങനത്തെ മോഹങ്ങളൊന്നുമില്ല. 2 പെൺകുട്ടികൾ ഉള്ളതിനെ കെട്ടിച്ചു വിട്ടു. മൂപ്പരും മരിച്ചു. ഇനി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനൊന്നും ഞാനില്ല, ഹസീന അറുത്തുമുറിച്ച് പറഞ്ഞു. ഭദ്രൻ പക്ഷേ വിടാനുള്ള ഭാവമില്ലായിരുന്നു. നിന്റെ ജീവിതം നീ സേഫാക്കി. പക്ഷേ എൻ്റെ ജീവിതം എനിക്ക് നിന്നെ ശാരീരികമായി വേണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒന്ന് കാണണം. കുറച്ചു നേരം അടുത്തടുത്തിരുന്ന് ഒന്ന് സംസാരിക്കണം. വാക്കുകളിൽ പറ്റാവുന്നത്ര തേൻ പുരട്ടിയാണ് ഭദ്രൻ സംസാരിച്ചത്. അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറക്കില്ലല്ലോ. ഹസീന വരും. താൻ വിളിക്കുന്നിടത്ത് വരും, ഭദ്രൻ മനസ്സിലുറപ്പിച്ചു. അത് സത്യമാവുകയും ചെയ്തു. ഹസീനയുടെ പാതയിൽ നിന്ന് പോയ കാമമോഹങ്ങൾക്ക് ചിറക് വയ്ക്കാൻ ഭദ്രന്റെ വാക്കുകൾ ധാരാളമായിരുന്നു. അല്ലെങ്കിൽ തന്നെ താൻ ഇനി ആരെ ബോധ്യപ്പെടുത്താനാണ്? ഗൾഫിൽ പോയത് പിന്നെ തിരിച്ചു വന്നിട്ടില്ലാത്ത പെൺമക്കളെയോ, ജോലി തിരക്കുള്ള അവരുടെ ഭർത്താക്കന്മാരെയോ? ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരറിയാതെ തെറ്റ് ചെയ്തവളാണ്. ഇപ്പോൾ ഭർത്താവ് പോലും ജീവിച്ചിരിപ്പില്ല. 2 കുട്ടികളുണ്ടായതുപോലും അയാളുടേതുള്ളതാനും. ഭദ്രം വിട്ടുപോയതിൽ പിന്നെ കാമസുഖം പകർന്നു തന്ന ഗൾഫിലെ ഷഫീഖും സമീറും ഭർത്താവിൻ്റെ ചങ്ങാതിമാർ, അവരുടേതാണ് മക്കൾ. പിന്നെ അവരും വിട്ടു. ഗൾഫിൽ ജീവിതം വിട്ട് നാട്ടിൽ തിരിച്ചെത്തിയത് പിന്നെ കളികളൊന്നും നടന്നിട്ടില്ല. വർഷങ്ങളായി വരണ്ടുണങ്ങിക്കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രണഭൂമി. ഇപ്പോഴിതാ ആ പടനിലത്ത് ആദ്യത്തെ പോർമുഖം തുറന്ന പടയാളി വീണ്ടും ക്ഷണിക്കുകയാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും തന്നെ മടുത്തിട്ടില്ല അയാൾക്ക്. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. പോയാലോ? മനസ്സ് പ്രേരിപ്പിച്ചു. എന്തേ ഒന്നും മിണ്ടാത്തെ? ഭദ്രന്റെ ചോദ്യം. എനിക്ക് പേടിയാ. ഹസീനയുടെ സ്വരം വിറച്ചിരുന്നു. മനസ്സിൽ മുളപൊട്ടിയ കാമത്തിന്റെ വിറയൽ. എന്തിനു പേടിക്കുന്നത്? ഞാനല്ലേ വിളിക്കുന്നത്. ഇവിടെ എൻ്റെ വീട്ടിലെല്ലാം സേഫാ. ആരും ഒന്നും അറിയില്ല, ഭദ്രൻ പ്രലോഭിപ്പിച്ചു. ധൈര്യം പകർന്നു. ഹസീന മൂളി. എന്ന് വരും? എന്നാ വരണ്ടേ? നാളെ വരുമോ? എപ്പോൾ വേണമെങ്കിലും വരാം. ഞാനെങ്ങും പോണില്ല. എൻ്റെ മുത്തിനെ കാത്തിരിക്കും. ഒരു ഉമ്മ കൂടി കൊടുത്തിട്ടാണ് ഭദ്രൻ കോൾ കട്ട് ചെയ്തത്. അതോടെ ഹസീന തളർന്നു. വർഷങ്ങൾക്ക് ശേഷം താൻ ഒരു പെണ്ണായി മാറുന്നത് അവൾ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം ഭദ്രൻ ഉമ്മറത്ത് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. പടിഞ്ഞാറ് മാനത്ത് സൂര്യൻ യാത്ര പറഞ്ഞു പോകാൻ നിൽക്കുന്നു. പ്രകൃതിക്ക് വിവിധ വർണ്ണങ്ങൾ വാരി വിതറുന്ന പ്രത്യേക ഭംഗി. ആ അസ്തമയ ചുവപ്പിലൂടെ ഹസീനയുടെ ഔഡിക്കാർ മെല്ലെ ഒഴുകി വന്നു മുറ്റത്ത് നിന്നു. കാറിൽ നിന്നും ഹസീന ഇറങ്ങി. മധ്യവയസ്സിലും ഒളിമങ്ങാത്ത സൗന്ദര്യം, ഒട്ടും ഒടിഞ്ഞിട്ടില്ലാത്ത ശരീരം. ഭദ്രൻ അവളെ സ്വാഗതം ചെയ്തു. ഹസീന അയാളെ നോക്കി ആഹ്ലാദഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി.
അകത്തേക്ക് കയറി ഇരുവരും ആലിംഗനം ചെയ്ത് പരസ്പരം ചുംബിച്ചു. ഹസീനയുടെ ദേഹത്ത് പൂശിയിരുന്ന പെർഫ്യൂം സുഗന്ധം ഭദ്രന്റെ പൗരുഷത്തെ ഉണർത്താൻ പോന്നതായിരുന്നു. വാ ഇരിക്ക്. ഭദ്രൻ അവളെ കട്ടിലിൽ ഇരുത്തി. അതെ, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം, ഹസീന പറഞ്ഞു. ഓ, അവിടെ ചെന്നിട്ടെന്താ, ചുമ്മാ ജാട ഇറക്കില്ലേ കൊച്ചേ. ഭദ്രൻ അവളെ തഴുകി തലോടി. ശേഷം മേശപ്പുറത്തിരുന്ന മദ്യക്കുപ്പിയും 2 ഗ്ലാസുകളും എടുത്ത് 2 ഗ്ലാസുകളിലും മദ്യം പകർന്നു. അയ്യോ, എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല, ഹസീന വിലക്കി. ഓ പിന്നെ, പണ്ടൊരു കാസർഗോഡ് യാത്രയിൽ വഴിയിൽ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് നമ്മൾ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചത് ഓർമ്മയില്ലേ? ഇത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാ. എന്നാ പിടി. ഭദ്രൻ സ്നേഹത്തോടെ ഗ്ലാസ് അവൾക്ക് നൽകി. കുടി. ഹസീന മനസ്സോടെ മദ്യം സിപ്പ് ചെയ്തു. ഭദ്രനും മെല്ലെ മെല്ലെ മദ്യം കഴിക്കാൻ തുടങ്ങി. എത്ര മനോഹരമായിരുന്നു നമ്മുടെ ആ പ്രണയകാലം അല്ലേ? അയാൾ ഓർമ്മകൾ അയവിറക്കുന്നത് പോലെ ഹസീനയെ നോക്കി പുഞ്ചിരിച്ചു. ഹസീന ചിരിച്ചു. ശരിക്കും അന്ന് നിന്നെ ഞാനങ്ങ് കെട്ടിയാൽ മതിയായിരുന്നു. അതിന് നിങ്ങൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിരുന്നില്ലല്ലോ. മദ്യം വലിച്ചു കുടിച്ച് ഹസീന കളിയാക്കി. അതെ സത്യം. ഭദ്രൻ വീണ്ടും അവളെ ഗ്ലാസ് നിറച്ചു കൊടുത്തു. ഹസീന എതിർത്തില്ല. അവൾ നല്ല ഫോമിലായി തുടങ്ങിയിരുന്നു. ഒരു 2-3 മേടിച്ചാൽ നല്ല ഫോമിലാവും. ഞാൻ പറഞ്ഞതല്ല, പണ്ട് നീ പറഞ്ഞതാ. 3ാമത്തെ പെഗ്ഗും ഒഴിച്ച് അവളെ കുടിപ്പിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. യെസ്, ഞാൻ ഓർക്കുന്നു, ഹസീന സമ്മതിച്ചു. ഭദ്രൻ ആദ്യത്തെ ഗ്ലാസ് തന്നെ തീർത്തിരുന്നില്ല. നിങ്ങളെന്താ കഴിക്കാത്തത്? ഹസീന തിരക്കി. എനിക്ക് കഴിച്ചാൽ പിന്നെ ശരിയാകൂല. ഭദ്രൻ ചിരിച്ചു. ഹസീനയും ചിരിയിൽ പങ്കുചേർന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച മിനിയെ ചെന്ന് കണ്ടിരുന്നു. ചിരിക്കൊടുവിൽ ഭദ്രൻ പറഞ്ഞു. മിനിയൊന്ന് കേട്ടതും ഹസീനയുടെ മുഖഭാവം മാറി. എനിക്കെതിരെ സാക്ഷി പറഞ്ഞവളല്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് കാണുമെന്ന് തോന്നി. എന്നെ വിളിച്ചു വരുത്തി ആ അച്ചാമ്മയുടെ വായിൽ വിഷം ഒഴിപ്പിച്ച് ആ പാവത്തെ കൊല്ലിച്ച് ആ കുറ്റം എൻ്റെ മേൽ ചാർത്തി എന്നെ ഭവനവേദനമടക്കം 3-4 കേസുകളിൽ പെടുത്തി 10-21 കൊല്ലം ശിക്ഷ മേടിച്ച് തന്നവളല്ലേ? കൊല്ലാനുള്ള കലിപ്പിലാ ഞാൻ ചെന്നത്. പക്ഷേ അവൾ പറഞ്ഞു എല്ലാം ചെയ്തത് നീ അവളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണെന്ന്. ഭദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കെ ഹസീനയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. എന്താ, പേടിച്ചു പോയോ? ഭദ്രൻ അവളുടെ കണ്ണുകളിൽ ഉറ്റുനോക്കി. ഹസീന ഭയന്ന് മുഖം താഴ്ത്തി. വിഷം കഴിച്ച് മരിക്കുന്നത് സുഖമുള്ളൊരു കാര്യമാണെന്ന് ജയിലിലെ ചില കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു. വിഷം കഴിച്ചവർക്കല്ലേ ആ സുഖം അറിയൂ. ഹസീന പറ, വിഷം നല്ല രുചിയുള്ളതാണോ? ഭദ്രൻ തിരക്കി. നടുങ്ങിപ്പോയി ഹസീന. വിഷം? അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. വിഷമിക്കണ്ട, അത്ര കൊടിയ വിഷമൊന്നുമല്ല. പെട്ടെന്ന് ആശുപത്രിയിലെത്തിയ രക്ഷപ്പെടാം. ഹസീന എണീറ്റു. എന്തോ പറയാനാഞ്ഞ അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. വേച്ചവൾ പുറത്തേക്ക് നടന്നു. ഒരു വിധത്തിൽ ചെന്ന് കാറിൽ കയറി. ആ പോക്ക് കണ്ട ഭദ്രൻ ഊറിച്ചിരിച്ചു. നീ ഒരാശുപത്രിയിലും എത്താൻ പോകുന്നില്ലടി വഞ്ചകി, കാമപിശാശേ. നിന്റെ മരണം കൂമൻകുന്നിലെ കൊക്കയിൽ തീരും. കുറേശ്ശെയായി അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ പാവം അച്ചമ്മയെ പോലെ നീയും പോയി മരിക്കടി. ഭദ്രൻ കൈവീശി. പിന്നെ ഉൾവശത്ത് നേരത്തെ വിഷം പുരട്ടി വെച്ചിരുന്ന ഹസീന മദ്യപിച്ച ഗ്ലാസ് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു. ഈ സമയം കാറിൽ കുതിക്കുകയായിരുന്നു ഹസീന. കൂമൻകുന്നിലൂടെ ഇരുവശവും കൊക്കെയുള്ള റോഡിലൂടെ ഭയാനക വേഗത്തിലാണ് അവൾ കാർ പറത്തിയത്. എത്രയും വേഗം ആശുപത്രിയിലെത്തുക, അതായിരുന്നു ലക്ഷ്യം. കണ്ണിൽ ഇരുട്ട് കയറുന്നുണ്ട്. മദ്യത്തിന്റെ മയക്കവും വിഷത്തിന്റെ വീര്യവും ചേർന്ന് അവളെ ഒരു മായിക ലോകത്തേക്ക് കൊണ്ടുപോകുന്നതായി അവൾക്ക് തോന്നി. അതെ, തൻ്റെ ഭാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. താനിപ്പോൾ ഒരു തൂവൽ പോലെ വായുവിൽ ഒഴുകി നീങ്ങുകയാണ്. ഉറക്കം കൺപോളകളെ തഴുകുന്നു. ആരോ ഒരു ഗസൽ പാടുന്നു. മാനത്തത ഒരു മായാമാളിക. അതെ, അവിടെ നിന്നാണ് ആ ഗാനം. ആരെയും മോഹിപ്പിക്കുന്ന സംഗീതലയം. അടുത്ത നിമിഷത്തിൽ കാർ ഒരു പാറക്കല്ലിൽ ചെന്ന് കയറി. തെന്നി നീങ്ങിയ കാർ നേരെ താഴ്ചയിലേക്ക് പറന്നു. കൂമൻകുന്നിന്റെ താഴ്വരയിലേക്ക്. താഴെ പാറക്കെട്ടുകളിൽ കാർ വീണ് തെറിച്ചു. പിന്നെ ഒരു അഗ്നിഗോളമായി. ഹസീനയും കാറും കത്തി അമർന്നു. പ്രതികാരം തീർത്ത സന്തോഷത്തിൽ മദ്യഗ്ലാസുമായി ഉമ്മർത്ത് വന്നു നിന്ന് കട്ടികൂടാൻ തുടങ്ങുന്ന ഇരുട്ടിലേക്ക് നോക്കി മനസ്സ് നിറഞ്ഞു ചിരിച്ചു ഭദ്രൻ. എത്ര നാളത്തേക്ക് നീട്ടിക്കിട്ടിയ ഈ ജീവിതമാണെന്നറിയില്ല. പക്ഷേ ഇനി പഴയ രീതിയിലുള്ള ജീവിതം വേണ്ട.
എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. പറ്റിയാൽ മറ്റേതെങ്കിലും നാട്ടിൽ ചെന്ന് പുതിയൊരു ജീവിതം. കൂട്ടിനൊരാളെ കിട്ടിയാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക്. അവസാനം വരെ ഒരൊറ്റയാനായി. പക്ഷേ മനസ്സ് പറയുന്നു, ദൂരെ എവിടെയോ തനിക്കായി ഒരു കൂട്ടൊരുങ്ങുന്നെന്ന്. നല്ല സ്നേഹമുള്ള സുഖമുള്ള ഒരു കൂട്ട്. ഭദ്രൻ മെല്ലെ പുഞ്ചിരിച്ചു. പിന്നെ മദ്യം ഫിനിഷ് ചെയ്തു. പുറത്ത് ഇരുട്ട് മുറുകി കഴിഞ്ഞിരുന്നു. വെളിച്ചത്തിനപ്പുറം ഒരു കള്ളനെ പോലെ അതങ്ങനെ പതുങ്ങിക്കിടന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.